പ്രൈസ് ദി ലോർഡ്. സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, വി വിറ്റ്നസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ നമുക്ക് ദൈവം ദാനം ചെയ്തല്ലോ. വിറ്റ്നസിൽ നമ്മൾ കേൾക്കുന്നത് മിഷണറി അനുഭവങ്ങളാണ്. ഇന്നും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം, ഒരു മിഷണറി അനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഒരു നോർത്ത് ഇന്ത്യൻ മിഷണറി അനുഭവം എന്ന് നമുക്ക് നിജപ്പെടുത്താൻ പറ്റാത്ത അത്രയധികം ജീവിതാനുഭവങ്ങളും ഒക്കെയുള്ള, എൻ്റെ കഥയിലാണോ വി വിറ്റ്നസ്സിലാണോ ഈ സാക്ഷ്യം ഉൾപ്പെടുത്തേണ്ടതെന്ന് നമുക്ക് രണ്ട് പ്രാവശ്യം ചിന്തിക്കേണ്ടി വരുന്ന ഒരു സാക്ഷ്യമാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല ഈ സമയത്തിനായി സ്തോത്രം. അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾക്ക് ഒന്നിച്ച് പിന്നെയും കടന്നു വരുവാനോടൊന്ന് ഒരുക്കിയ കൃപയ്ക്കായി സ്തോത്രം. പ്രത്യേകമായ കർത്താവെ, ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന അവിടുത്തെ ദാസനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മീക ബലത്തിന് കാരണമായി തീരുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. മുറ്റുമായി ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ, പ്രത്യേകമായി കർത്താവെ, ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് ഈ വീഡിയോ കാണുന്ന ഓരോ നിൻ്റെ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. അവരുടെ മേലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഉണ്ടാകണം. അവർ ഇരിക്കുന്ന ഇടങ്ങളിലൊക്കെ കർത്താവ് ദൈവാത്മാവിനാൽ അവർ സ്പർശിക്കപ്പെടട്ടെ. ഞങ്ങൾ പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ബെനഡിക്ഷൻ പ്രയർ വരെ പ്രത്യേക സാന്നിധ്യം ഉണ്ടാകണം, അനുഗ്രഹം ഉണ്ടാകണം. അങ്ങനെ ചെയ്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സകലമാനം മുഖത്തോടത്തേക്ക് തരുന്നു. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ വളരെ വ്യത്യസ്തതയുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമ്മളോടൊപ്പം ഒറീസയിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ രാജേഷ് പിള്ള നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ കർത്താവിൻ്റെ ദാസനെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. വെൽക്കം പാസ്റ്റർ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. 1 സെക്കൻഡ് പാസ്റ്റർ. സുഖമായിട്ടിരിക്കുന്നേ പാസ്റ്ററെ? സുഖമായിട്ടിരിക്കുന്നു, കൃപയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഒറീസയിൽ എവിടെയാണ് പാസ്റ്ററെ? ഒറീസയിലെ ബരാംപൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്. ഓക്കെ, ബരാംപൂർ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഗ്രഹാം സ്റ്റെയിൻസുമായിട്ടൊക്കെ അടുപ്പം ആ സ്ഥലങ്ങളാണോ അത്? അല്ലല്ല, അത് വഴിയുമായിട്ട് ഒത്തിരി ദൂരമാണ്. ആണോ? ബരാംപൂരിനെ കുറിച്ച് എന്തോ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ഈ ബരാംപൂർ എന്ന് പറയുമ്പം ബ്രഹ്മപൂർ എന്നാണ് ഇതിന്റെ പേര്. ഓക്കെ. അപ്പൊ അത് പ്രത്യേകിച്ച് ഇവരുടെ ഒരു വലിയൊരു ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിലാണ് ഇവർ ഈ പേരിനെ, ഈ സ്ഥലത്തെ റെസ്പെക്ട് ചെയ്യുന്നത്. ശരി. നമുക്ക് ആന്ധ്രയിലോട്ട് ബരാംപൂരിൽ നിന്ന് ഒരു 20 മിനിറ്റേ ഉള്ളൂ. ഓക്കെ. അപ്പം ഞങ്ങൾ ബോർഡറാണ്. ശരി. ഗ്രഹാം സ്റ്റെയിൻസ് താമസിക്കുന്നത് അവര് മയൂർഭഞ്ച് ഡിസ്ട്രിക്റ്റിൽ ബാരിപ്പത എന്ന് പറയുന്ന സ്ഥലത്താണ്. അവര് വെസ്റ്റ് ബംഗാളിലോട്ട് 1 മണിക്കൂർ ദൂരം യാത്ര. ശരി. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ കാസർഗോഡും തിരുവനന്തപുരം തമ്മിലുള്ള ദൂരമാണ്. ഓ ശരി. അപ്പം പിന്നെ ഗ്രഹാം സ്റ്റെയിൻസ് പക്ഷെ കൊല്ലപ്പെട്ടത് അദ്ദേഹം താമസിക്കുന്ന സ്ഥലമല്ലല്ലോ അല്ലേ? അല്ല 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 അല്ല, അത് മനോഹർപൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഡിസ്ട്രിക്ട് വേറെ. അതെ. പിന്നെ എനിക്കൊന്നു ഈ നമ്മുടെ കണ്ടാമൽ, കാലാഹണ്ഡി ഈ ഡിസ്ട്രിക്ട്സ് ഒക്കെ കുറച്ചുകൂടെ ആന്ധ്രയോട് അടുത്താന്ന് തോന്നുന്നു അല്ലേ? അല്ല അല്ല അല്ല, അത് ഛത്തീസ്ഗഡിനോട് അടുത്ത്. ഛത്തീസ്ഗഡിനോട് അടുത്ത. വിശാഖപട്ടണത്തു നിന്നൊക്കെ അടുത്ത് ഉള്ളത് ഏതാ? അത് മൽക്കാൻഗിരി, പിന്നെ കൊറാപ്പൂട്ട്, നവരംഗപൂർ എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഗജപതി ഡിസ്ട്രിക്ട്, വൈശാഖിനൊക്കെ അടുത്തുള്ളതെന്ന് പറയുന്നത്. അടുത്ത ആന്ധ്രയുടെ ബോർഡർ പങ്കിടുന്നത് ആന്ധ്രയുടെ ബോർഡർ. അതെ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ എനിക്ക് ചിന്ത വരാൻ കാരണം, ഞാൻ ആകെ ഒറീസയിൽ റായ്ഗഡ അല്ലേ, റായ്ഗഡ ഒരു ഡിസ്ട്രിക്ട്, അതെ, അവിടെ മാത്രമേ ഞാൻ വന്നിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ചില സ്നേഹിതരുണ്ട് ഇവിടെ, കാലഹണ്ഡിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്നേഹിതരുണ്ട്. അവര് വിശാഖപട്ടണത്തു നിന്ന് പോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു ധാരണ ഒരു പക്ഷേ ക്ലോസ് ആയിരിക്കാമെന്നായിരുന്നു. ഏകദേശം 5-6 സ്റ്റേറ്റ് തമ്മിൽ ബന്ധപ്പെട്ടാണ് ഈ ഒറീസ എന്ന് പറഞ്ഞൊരു ചുറ്റപ്പെട്ട് സംസ്ഥാനം കിടക്കുന്നത്. അത് തന്നെ നമ്മുടെ കേരളത്തിനെക്കാട്ടി 4 മടങ്ങ് വലുതാ. അതെ. 30 ഡിസ്ട്രിക്ട് ഉണ്ട് ഇവിടെ. 30 ഡിസ്ട്രിക്ട് ആണ്. ഈസ്റ്റേൺ ഇന്ത്യ എന്ന് വിളിക്കാം. ഇന്ത്യയുടെ കിഴക്കൻ ഭാഗമാണ്. ഈ ദിവസങ്ങളിൽ വാർത്തകളിൽ വരുന്നുണ്ട് പക്ഷേ എനിക്കൊന്നു ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ പിന്നെ 2 സ്ത്രീകളെയൊക്കെ വളരെ ക്രൂരമായിട്ട്, നിഷ്ഠൂരമായിട്ട് അതിന്റെ ഫോട്ടോസൊക്കെ കണ്ടിരുന്നു. മരത്തിലൊക്കെ കെട്ടിയിട്ടുകൊണ്ടുള്ള ഒരു സംഭവമൊക്കെ. അതെ, ക്രിസ്മസിന്റെ സമയത്തെ അവര് അവരുടെ പിന്നെ ഗ്രാമത്തിൽ ചെന്ന് ഇച്ചിരി ഇറച്ചിയൊക്കെ മേടിച്ച് കറിയൊക്കെ വെച്ച് ഒത്തിരി പേരെ വിളിച്ച് പ്രാർത്ഥിച്ചെന്ന് ഒരു സന്തോഷമായിട്ട് ഒരു സെലിബ്രേഷൻ ചെയ്ത സമയത്താണ് ക്രിസ്മസ് കേക്ക് ഒക്കെ വെച്ചെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കേക്ക് ഒക്കെ തലേ കൂടെ ഒക്കെ ക്രൂരമായിട്ട് ആക്രമിക്കുകയും അടിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത് ഭയങ്കര ആന്തോളം
ഭയങ്കര സ്ട്രൈക്കായിരുന്നു. ദേവദാസന്മാരും ലീഡേഴ്സുമാരും എല്ലാ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ അതെ. ഭയങ്കര ഒരു മന്ത്രിസഭയെ ഇളക്കി മറിച്ചത് ഓ, ആ സംഭവം. കാരണം സഹോദരി അമ്മമാരെ അല്ലേ ഉപദ്രവിച്ചത്, ശരിക്കും അവരെ ആന്ന് പാസ്റ്റർ. എനിക്ക് ഒത്തിരി സങ്കടം ആക്രമിച്ചു. തോന്നിയത്, ആ ഞാൻ ചില ന്യൂസ് ഏജൻസീസിൽ നിന്നൊക്കെ അത് വായിച്ചപ്പം ഇവരെ ക്രൂരമായി മർദ്ദിച്ച ആ സഹോദരി, അവരിൽ ഒരാള് ബോധരഹിതയായിട്ട് വീണുപോയി. അതെ പിന്നെ ഉണർന്നു വരുമ്പോൾ അവർ നഗ്നയായിട്ട് ഒരു റൂമിൽ കിടക്കുക. അതെ അവരുടെ അതെ പ്രൈവറ്റ് ശരിക്കും പാർട്സിനൊക്കെ വലിയ മുറിവുണ്ടായിരുന്നു. അതെ പോലീസ് മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോയിട്ട് ഡോക്ടേഴ്സ് ആ മുറിവ് ചെക്ക് ചെയ്യാൻ പോലും തയ്യാറല്ലായിരുന്നു. ഒരു പെയിൻ കില്ലർ പോലും കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. സങ്കടമാണ്. ഗവൺമെന്റ് ഇപ്പൊ 2 ഗവൺമെന്റും അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടേ, അതുകൊണ്ട് അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ കടന്നു വരുന്നത് അത് തന്നെ. അങ്ങനെ സങ്കടകരമാണ്. പിന്നെ ഞങ്ങളൊക്കെ രക്ഷപ്പെടുന്നത് നൂലിഴയ്ക്കാം ഇവരെ കയ്യിൽ നിന്ന്. ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനെ നമ്മളെ അല്ലേ, ദൈവം ഒന്നും അനുവദിക്കാതൊന്നും സംഭവിക്കത്തില്ല. അനുവദിച്ചാൽ തന്നെ അത് ഒരിക്കലും. ദൈവമഹത്വത്തിനുമാണല്ലോ. അതെ, തീർച്ചയായിട്ടും. സ്തെഫാനോസിനെ മരണത്തിന് ആദ്യത്തെ രക്തസാക്ഷിയാകാൻ അനുവദിച്ച ദൈവം ഫിലിപ്പോസിനെ ശബരിയിലേക്ക് ഓടിപ്പോകാൻ അനുവദിച്ചു. അതെ, തീർച്ചയായിട്ടും. അതെ. അതുപോലെ എത്ര ചരിത്രമായി. യാക്കോബിനെ വാളുകൊണ്ട് കൊന്ന ഹെരോദാവിന്റെ കയ്യിൽ നിന്ന് പത്രോസിനെ ദൂതനെ അയച്ചു വിടുവിച്ചു. ഇതെല്ലാം ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽപ്പെട്ട കാര്യമാണ്, ദൈവത്തിന്റെ പരമാധികാരത്തിൽപ്പെട്ട കാര്യമാണ്. നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് യാക്കോബിനെ അനുവദിച്ചു, എന്തുകൊണ്ട് പത്രോസിനെ വിടുവിച്ചു എന്ന് ചോദിക്കാൻ പറ്റത്തില്ല. ചിലർക്ക് കുറെ കൂടെ ശുശ്രൂഷയുണ്ട്, അവരോടുള്ള ദൈവിക ഇടപെടൽ അങ്ങനെയാണ്. ദൈവം സഹായിക്കട്ടെ പാസ്റ്ററെ, ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ വെസ്റ്റേൺ ഇന്ത്യയിലാണ്. ബോംബെ പോലുള്ള പട്ടണം കുറച്ചുകൂടെ സേഫാണ്. ഭയം എല്ലാവർക്കും ഉണ്ട്, പക്ഷേ സേഫാണ്. ഭയം എല്ലാവർക്കും ഉണ്ട്. പാസ്റ്റർ ജനിച്ചു വളർന്നൊക്കെ എവിടെയാ നാട്ടില്? ഞാൻ ഹരിപ്പാട്, കർത്തിപ്പള്ളി താലൂക്കിൽ ഹരിപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്, പള്ളിപ്പാടിനും ഹരിപ്പാടിനും ഇടയ്ക്ക് നെടുന്തറ എന്ന് പറഞ്ഞൊരു പ്രദേശം. ശരി. അവിടെ ക്രൈസ്തവര്, ഹിന്ദുക്കളെ ഒത്തിരി ഉണ്ട്. വളരെ നല്ലൊരു നാടാണ്. കാർഷിക അപ്പർ കുട്ടനാട് എന്ന് പറയും. അപ്പർ കുട്ടനാട്. എൻ്റെ അമ്മ വീട് കരുവാറ്റായാണ്. നമ്മള് ചെട്ടി റോഡ് ഒക്കെയാണ്. അപ്പം ഞാൻ മിക്കവാറും പണ്ടൊക്കെ പോയിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ. എന്റെ കരുവാറ്റ ബൈബിൾ കോളേജ് അവിടെ ഉണ്ട്. ഫിലിപ്പി തോമസ് സാറിന്റെ. അതെ, ഫിലിപ്പി തോമസ്. വെട്ടിശ്ശേരിയിലെ തൊമാച്ചാൻ എന്ന് പറയുന്ന ഫിലിപ്പി തോമസ് പാസ്റ്ററുടെ പപ്പായൊക്കെ തുടങ്ങിയ ബൈബിൾ കോളേജ്. ദൈവത്തിന്റെ അവിടെ പഠിച്ചൊരു ദേവദാസനാണ് എന്നെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ ചുക്കാൻ പഠിച്ചത്. അത് ശരി. അതെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഹരിപ്പാട് പള്ളിപ്പാടിനടുത്ത പാസ്റ്റർ വീട്. അവിടെ നിന്ന് ഒരു തറവാട് ഹരിപ്പാട് തന്നെയാണ്, ജംഗ്ഷനിലാണ്. ജംഗ്ഷനിലെ തന്നെ. നമുക്ക് മുരളി പി നായരുടെ സാക്ഷ്യം വന്നിരുന്നു ഹരിപ്പാട്ടിൽ നിന്ന്. ദേവദാസനാണല്ലോ, നമുക്ക് സാക്ഷ്യം പറഞ്ഞു. പടിഞ്ഞാറൻ നടയല്ല താമസിക്കുന്നത്, അമ്പലത്തിന്റെ പടിഞ്ഞാറൻ നടയെന്ന് പറയും. മുരളി പി നായർ നമ്മുടെ സ്നേഹിതനാണ് അദ്ദേഹം. ഓ അതെ അതെ. പാസ്റ്ററെ, അപ്പം നമുക്ക് കുട്ടിക്കാലം മുതലുള്ള അനുഭവങ്ങൾ കേൾക്കാം. പാസ്റ്റർ കുടുംബത്തെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. പാസ്റ്ററുടെ കുടുംബം, അതുപോലെ മാതാപിതാക്കൾ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണെങ്കിൽ പ്രേക്ഷകർക്കത് അനുഗ്രഹമായിരിക്കും. അതിനുശേഷം പാസ്റ്റർ അനുഭവങ്ങൾ പറയാം കേട്ടോ. ജീവിതാനുഭവങ്ങൾ ചെറിയ പ്രായം മുതലുള്ളതേ പറയാം. ഞാൻ കേൾക്കാൻ റെഡിയാ, നമ്മുടെ പ്രേക്ഷകർ റെഡിയാ. പാസ്റ്റർക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ ഹരിപ്പാട് എന്ന് പറയുമ്പോൾ ഒരു ക്ഷേത്ര നഗരിയാണ്. അനേക അമ്പലങ്ങളും വിശ്വാസങ്ങളുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയ. അപ്പം ഏകദേശം 120-120ഓളം ക്ഷേത്രങ്ങൾ മാത്രം. പിന്നെ ഓരോരോ ഭവനങ്ങളിലും കുരിയാലകളും കാടുകളും, ആ കാട്ടിനകത്തുള്ള ആരാധനകളും, നാഗ ആരാധനകളാണ് ഏറ്റവും കൂടുതൽ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ തികച്ചും അമ്പലഭക്തന്മാരായി. എന്റെ പിതാവിനെ നാട്ടില് എല്ലാവരും പഴയ ആൾക്കാരെ വിളിക്കത്തില്ല, തമ്പുരാൻ എന്ന് വിളിക്കുന്നത്. ഒത്തിരി വസ്തുവകളൊക്കെ ഉള്ള ഒരു ജന്മിയായിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ വേറൊരു പ്രത്യേകത, അദ്ദേഹം എയർഫോഴ്സ് ഓഫീസറായിരുന്നു. അപ്പം എയർഫോഴ്സ് ഓഫീസറായി ജോലി ചെയ്യവേ അദ്ദേഹം തികഞ്ഞ ഒരു ഭയങ്കര കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാണ്. ഈ ചൈന വാറിൽ ഇനിയും യുദ്ധം ചെയ്യുവാൻ ചൈനയുമായിട്ടില്ലെന്ന് പറഞ്ഞാണ് അച്ഛൻ അവിടുന്ന് എയർഫോഴ്സിൽ നിന്ന് ഒളിച്ചോടുക. അങ്ങനെ അബ്സ്കോണ്ടിങ് ആയിരുന്നു കുറെ നാള്. അദ്ദേഹത്തിന് തിരക്കി ഒത്തിരി ഓഫീസേഴ്സ് ഒക്കെ വന്നായിരുന്നു. പിന്നീട് അദ്ദേഹം ഈ ഹിന്ദിയും നന്നായിട്ട് അറിയാം, ഇംഗ്ലീഷ് സാഹിത്യം നന്നായിട്ട് കൈകാര്യം പ്രസംഗിക്കുന്ന. നമ്മുടെ വീട്ടിലാണ് ആദ്യത്തെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ കൊല്ലം തീവണ്ടി ഓഫീസിൽ നിന്ന്, അന്നത്തെ തീവണ്ടി ഓഫീസിൽ നിന്ന് ഈ പത്രമൊക്കെ വരുന്നത് നമ്മുടെ വീട്ടിൽ വരുമായിരുന്നു. ഇംഗ്ലീഷ് അച്ഛനാ വായിക്കുന്നത്, ബാക്കിയുള്ളവരെല്ലാം ഇരുന്ന് കേക്ക് വന്നിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കും. പക്ഷെ അദ്ദേഹത്തിന്
ഒത്തിരി രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, അന്നത്തെ നേതാക്കന്മാരും ഒക്കെ ആയിട്ട് നല്ല പിടിപാടായിരുന്നു. അങ്ങനെ വരവേ മദ്യപാനം ഒരു ഭയങ്കര വിപത്തായി മാറി. അച്ഛൻ എന്തെങ്കിലും MLA-മാരോടോ MP-മാരോടോ, അന്നത്തെ CPC വാര്യർ MLA അച്ഛന്റെ സുഹൃത്താണ്, അവരോടൊക്കെ വിളിച്ചു പറയും ഇന്നപോലെ ഒരു ജോലിയൊക്കെ കൊടുക്കണമെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇവർക്ക് ജോലി കിട്ടി. ഇവര് കൊക്കക്കോള കേസിനകത്ത് കൊണ്ടുവരുന്ന പോലെ പൊടി, അന്ന് 5 രൂപയുടെ പൊടിയിൽ, ആ പൊടി കൊണ്ടുവന്ന് അച്ഛന് കൊടുക്കും. അച്ഛൻ അത് സുഹൃത്തുക്കളുമായിട്ട് നന്നായിട്ട് വീശും, നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ് വീശും. അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതം ഒത്തിരി താറുമാറായി മാറുവാനായിട്ട് ഇടയായി തീർന്നു. ആ സമയത്താണ് എന്റെ ജനനം. എന്റെ ജനനം എന്ന് പറയുന്നത് ഞാൻ ജനിക്കുവാനായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നില്ല. എങ്കിലും സ്വർഗത്തിലെ ദൈവം ഞാൻ ജനിക്കേണ്ട ഒരു ഭയങ്കര പ്ലാൻ ആയിരുന്നത് ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു. കാരണം 3 അബോർഷൻ നടന്നതിന് ശേഷം 4ാമത്തെ അബോർഷൻ നടക്കാതെ അമ്മ എന്നെ സൂക്ഷിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെയാണ് ഞാൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഇവിടെ. കാരണം അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം ഒരു ദാർശനികനും ഒക്കെയാണ്. അദ്ദേഹത്തിന് അറിയാം ഇനി അദ്ദേഹത്തിന് ഒത്തിരി നാളില്ല. അപ്പോൾ ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരേണ്ട കടമ അദ്ദേഹത്തിൻ്റെതാണ്. അവനെ വളർത്തി ഒരു നല്ലൊരു വിദ്യാഭ്യാസം വരെ വളർത്തണം. അതിനുള്ള ഒരു ആയുസ് ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം അത് വേണ്ടെന്ന് വെച്ചത്. ഏതായാലും ഞാൻ ജനിച്ചു 4 വർഷം കഴിഞ്ഞപ്പോൾ എന്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. അവിടെ വെച്ചാണ് ഞങ്ങള് താമസിച്ച വസ്തുവകളെല്ലാം നഷ്ടപ്പെട്ടു. കാരണവന്മാര്, ഇത് കരിസ്ഥന്മാരുണ്ടല്ലോ, അവര് മറ്റുള്ള ബന്ധുക്കളുടെ കൂടെ നിന്നുകൊണ്ട് ഞങ്ങളുടെ വസ്തുക്കളെല്ലാം നഷ്ടമായി. ഞങ്ങൾക്കൊന്നും ലഭിച്ചില്ല. പിന്നെ അമ്മയും ഞാൻ, നമ്മൾ പറയത്തില്ലയോ, എന്തെങ്കിലും ഒന്ന് ചീഞ്ഞാൽ മാത്രമല്ലേ മറ്റുള്ളതിന് വളമാകത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ, ഈ പിതാവ് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു വലിയവനായ ദൈവത്തെ കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര പാടായിരുന്നു. കാരണം ഞങ്ങൾക്ക് എത്തി നോക്കാനേ പറ്റത്തില്ല. കാരണം എന്റെ പിതാവ് ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പ്രസിഡന്റാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം 4 ആൾ അറിയുന്ന ഒരാളാണ്. തന്നെയല്ല ഞങ്ങള് പിന്നെ ശബ്ദാഹങ്ങളെ, അമ്പലങ്ങളെ, കാവടി, പിന്നെ ശബരിമല, ഇവിടെ എല്ലാം എന്നെ കൊണ്ടുവന്ന് ചെറുപ്രായം മുതൽ എല്ലാം നേർച്ചകളും അമ്മ നടത്തും നന്നായി വരാൻ വേണ്ടി. പക്ഷെ എന്റെ ചെറുപ്പം മുതലേ എന്നെ തെമ്മാടി വേലപ്പന്ന എല്ലാവരും വിളിക്കുന്നത്. ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ ആക്ട് ചെയ്ത് ചെറുപ്പം മുതലേ ഒരു ചട്ടമ്പിയുടെ ഒരു പരിവേഷത്തിലാണ് വളരുന്നത്. കാരണം ചട്ടമ്പിയുടെ വീടാണ് ഞങ്ങളുടെ ഒരു ഭയങ്കര ദാദാ, അച്ഛന്റെ 10-18 അഭ്യാസികളൊക്കെ ഉണ്ട് അച്ഛന്റെ കൂടെ. 18 കമ്പനി എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭയങ്കര അനീതി കണ്ടാൽ അവര് എതിർക്കുകയും അതിനെയൊക്കെ ഭയങ്കരമായിട്ട്, ഞങ്ങളുടെ ഒരു വീട് ഒരു ഭയങ്കര കിടിലം വീടാ, എല്ലാവർക്കും പേടിയാ 4 കെട്ട്. അപ്പൊ അങ്ങനെ വരവെയാണ് അച്ഛൻ മരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ഗ്രാഫ് ലെവല് വീണ്ടും താഴോട്ട് മാറുന്നത്. അപ്പൊ അവിടെ ചോദിക്കാം, വീടിനെ കുറിച്ചൊക്കെ പറഞ്ഞത് കൊണ്ട്. അതെ, പാസ്റ്ററുടെ ഒഫീഷ്യൽ നെയിം കേശവ് ദേവ് എന്നാണ് അല്ലേ? കേശവദാസ് രാജേഷ്. കേശവദാസ്. അതെ, കേശവദാസ് രാജേഷ്. അച്ഛന്റെ ജീവിത വീക്ഷണം ആ പേരിലുണ്ടോ? അച്ഛന്റെ ജീവിതവീക്ഷണമാണ് തോന്നി അങ്ങനെ. കേശവദാസ് എന്നുള്ള അച്ഛന്റെ പേരാണല്ലോ. കേശവദാസ് എന്നുള്ളത് അച്ഛന്റെ പേരാണ്. ഓ ശരി. അതെ. അപ്പം K രാജേഷ് ആണല്ലോ നമ്മുടെ നാട്ടിലെ. ഇവിടെ ഞാനത് പിള്ളേന്ന് ആക്കിയെന്ന് ചോദിച്ചാലേ, ഇവിടെ ഒത്തിരി ജാതി ഭ്രഷ്ടുള്ള സ്ഥലമാണ് ഒറീസ. അപ്പൊ നമ്മൾ ചെല്ലുമ്പോ നമ്മളോട് ചോദിക്കുന്നത്, നിങ്ങൾ രാജേഷ് എന്നുള്ളതല്ല ഇവർക്ക് ആവശ്യം, സർനെയിം ആവശ്യം. ഇവർക്ക് സർനെയിം ആവശ്യം. എന്റെ സർനെയിം കേട്ട് കഴിഞ്ഞാൽ എന്നെ പെട്ടെന്ന് തന്നെ അകത്ത് കയറ്റി വെള്ളം തന്ന് ചായ തന്ന് അവർ ഇവിടെ തൊടും. അപ്പൊ അതവർക്കറിയാം, കാരണം പിള്ളേ എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പൊ അവർക്ക് രാജേഷ് എന്ന ഒരു വ്യക്തി അപ്രസക്തമാണ്. പിള്ളേ എന്നത് കേൾക്കുമ്പോൾ അവരുടെ ക്രീഡിലേക്ക് അത് പോവുകയാണ്. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ഇവിടെ നവീൻ പട്നായിക് എന്ന് പറയുന്ന പട്നായിക്കിനാണ് ഇവിടെ വില, അല്ലെങ്കിൽ ബെഹ്റ അവർ ടൈറ്റിലാണ്, അല്ലെങ്കിൽ മിശ്ര, അല്ലെങ്കിൽ പാത്രോ. അങ്ങനെ ഇവരുടെ ഈ സംസ്കാരം നമ്മുടെ നാട്ടിലെ വീട് വെട്ടുവിളഞ്ഞയിൽ ദാസഭൻ പിള്ളയുടെ മകൻ എന്നാണ് എന്നെ അറിയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ടൈറ്റിലിനാണ് ഭയങ്കര പ്രശസ്തി. ഇവിടെ ടൈറ്റിലെ അവര് നമ്മുടെ പേര് വെറി ഇൻഷ്യൽ SK പിള്ള അല്ലെങ്കിൽ RK പിള്ള, ഇതാണ് ഇവിടുത്തെ ഭയങ്കര ഒരു ടൈറ്റിൽ. അങ്ങനെയുള്ള ഒരു സ്റ്റൈലാണ് ഇവിടെ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ രാജേഷ് പിള്ളേന്ന് അത് ചേർത്ത് അതിന് ഉപയോഗിക്കാനായിട്ട് ഇടയായി. ശരിക്കും നമ്മൾ KR പിള്ളയാണ് ആ രീതിയിൽ. RK പിള്ള. ശരി, രാജേഷ് K പിള്ള. ശരി, കണ്ടിന്യൂ ചെയ്യാം പാസ്റ്ററെ. അങ്ങനെ പിന്നെ എന്താ പറയുന്നത്,
ഒത്തിരി പ്രശ്നങ്ങളിലൂടെ ഞങ്ങൾ ഇടപെട്ട് ഞങ്ങൾ അമ്പലത്തിലാണ് ജീവിച്ചത് മുഴുവൻ. കഥകളി ആണ് ഞങ്ങളുടെ ഭയങ്കര തലത്തോട്ട അമ്പലം എന്ന് പറയുന്ന ക്ഷേത്രം, അതുപോലെ തന്നെ പല കോളാത്തമ്പലം, അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, അത് മണ്ണാർശാല. അപ്പൊ ഞാൻ ജനിക്കാനായിട്ട് വീണ്ടും അനേക നാളിന് ശേഷം വീണ്ടും ഇവര് പൂജയും പ്രാർത്ഥന ആരംഭിച്ചു. അങ്ങനെ ശബരിമലയില് മണ്ണാർശാലയിൽ ഒത്തിരി ഈ ആയില്യം ഒക്കെ നോമ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നോറ്റ് ഏറ്റവും അവസാനം ദൈവത്തിന് കൃപ കൊണ്ട് ഞാൻ ജനിച്ചപ്പോൾ എനിക്ക് അമ്മ നാഗേഷ് എന്നാണ് എന്റെ പേര് അമ്മ ഇടുന്നത്. അപ്പൊ അച്ഛന് ഈ സിനിമ ഇൻഡസ്ട്രി ഫീൽഡ് ഭയങ്കര ഇഷ്ടമാണ്. ഈ സിനിമ രാജേഷ് ഖന്നെ ഭയങ്കര സ്റ്റാറായിട്ട് നടക്കുന്നതുകൊണ്ട് എന്റെ പേര് അച്ഛൻ രാജേഷ് എന്ന് അമ്മ പേരിടുകയായിരുന്നു. അപ്പോൾ അച്ഛന്റെ പെങ്ങടെ മോൻ ശിവൻ ചേട്ടൻ, ശിവൻ ചേട്ടന്റെ മക്കള് സംഗീത് ശിവൻ, സന്തോഷ് ശിവൻ, സംഗീത് ശങ്കർ. ബോംബെ വെച്ചാണ് സംഗീത് ശിവൻ മരിക്കുന്നത്. ഭയങ്കര സംവിധായകനാണ് അദ്ദേഹം. കാരണം സിനിമാ സംവിധായകനും ചില പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സന്തോഷ് ശിവൻ എന്ന് പറയുന്നത് ക്യാമറാമാൻ. അതെ, എന്റെ അച്ഛന്റെ പെങ്ങടെ മോനാണ് ശിവൻ ചേട്ടൻ. ശിവൻ ചേട്ടന്റെ മക്കളാണ് ഇവർ 3 പേര്. അപ്പൊ ഞങ്ങൾ കസിൻസ് ആയിട്ട് വരും. അപ്പം അദ്ദേഹം ഭയങ്കര പ്രശസ്തിയുള്ള ആളാണ്. അവിടുന്ന് അരിപ്പാട്ട് നേരത്തെ പോയതാ, തിരുവനന്തപുരത്താണ് അവർ സെറ്റിൽ ചെയ്തത്. പല സിനിമകൾ ഷാരൂഖ് ഖാനൊക്കെ വെച്ച് പല സിനിമകളും. അപ്പം അവരുടെ അമ്മ, എന്റെ അച്ഛന്റെ പെങ്ങള് പൊന്നമ്മ അമ്മാവി എപ്പോഴും പറയുമായിരുന്നു, നീ ഒരു കാര്യം ചെയ്യും, അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴേ ഒത്തിരി കഷ്ടവും ദുഃഖവും വേവലാതിയൊക്കെ പോയി പറയും, നീ ഒരു കാര്യം ചെയ്യും, നീ അവനെ ഒന്ന് പഠിപ്പീര്. 10ാം ക്ലാസ് കഴിഞ്ഞ് എന്റെ മക്കളുടെ അടുക്ക് ഞാൻ അയച്ചോളാം. അവൻ സിനിമാ ഫീൽഡിൽ അവനെ നല്ല പേരൊക്കെ ഉണ്ടാക്കി അവന് എന്തെങ്കിലും ഒരു ജോലി അവർ കൊടുത്തോളൂ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് അവനെ പഠിപ്പിക്ക എന്ന് പറഞ്ഞ അമ്മാവിയും അവിടുന്ന് പോയി. പിന്നീട് ഞാൻ അവരെ ഇതുവരെ ആരും കണ്ടിട്ടില്ല. അപ്പോ ഞാൻ പറഞ്ഞില്ല, ഞാനിങ്ങനെ ഭയങ്കര ചട്ടമ്പിയായിട്ട് വളരുക. ചെറുപ്പത്തിലെ സിഗരറ്റും മദ്യപാനവും ദുർകൂട്ടുകെട്ടുകളും. അവിടെയുള്ള വലിയ വലിയ ആൾക്കാരെ സിഗരറ്റ് വലിക്കാൻ പഠിപ്പിക്കുന്നത് ഞാൻ. എന്റെ അടുക്ക് വന്ന് അവർ ചോദിക്കുന്നു, ഒന്ന് പഠിപ്പിക്കാമോ? കാരണം എനിക്ക് ലൈസൻസ് കിട്ടി, ഞാൻ ഒരു തെമ്മാടിയായി മാറി. എന്നെ എന്താ പറയുക, എല്ലാവരും തള്ളിക്കളഞ്ഞ, എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരു ലൈഫായി മാറി. എവിടെയും പ്രശ്നക്കാരൻ ഞാനാ. എന്തു പ്രശ്നം? കാരണം രാവിലെ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും 3 നേരം അടി ഉണ്ടാക്കും എവിടെങ്കിലുമൊക്കെ പോയി. അത് അമ്പലത്തിലായാലും സ്കൂളിലായാലും വഴിയിലാണേലും. അന്ന് പറയില്ല, ചുണ്ടയ്ക്ക കൊടുത്തിട്ട് വെള്ളരിങ്ങ പിടിക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ ചെറിയ സാധനം കൊടുത്തിട്ട് വലിയ സാധനം മേടിച്ചോണ്ടാ വീട്ടിൽ വരുന്നത്. അപ്പൊ അമ്മ ഇങ്ങനെ ചോദിക്കുക, എന്റെ ഇരിപ്പ് കാണുമ്പോൾ അമ്മയ്ക്ക് അറിയാം എനിക്ക് ഇവിടുത്തെ ഇടിയൊക്കെ കിട്ടിയിട്ടായിരിക്കുന്നത്. അമ്മയോടിക്ക് മോനെ വല്ലതൊക്കെ ഇന്ന് ആരെങ്കിലും ഇടിച്ചോടാ മോനെ ചോദിക്കും. ഞാൻ അമ്മയെ കെട്ടിപ്പിടിച്ചാൽ കരയും. ഈ കെട്ടിപ്പിടിച്ച് കറിയുമ്പോ അമ്മ ഭയങ്കര ധൈര്യശാലിയാണ്. അമ്മ പറയും, ആരാണ് അതിന് ഇടിച്ചെന്ന് ചോദിക്കുക. അമ്മ പറയും, എന്റെ ചന്ദ്രനാ ഇടിച്ചെന്ന് പറയും. എന്നോട് ഇടി കൊണ്ടിട്ട് നമ്മുടെ വീട്ടിലോട്ട് കയറി വരുന്നു, ഓടാ പോയി ഇടിച്ചിട്ട് അവനെ ശരിപ്പെടുത്തിട്ട് ഇവിടെ വരാമെന്ന് പറയും, അല്ലെങ്കിൽ ഇങ്ങോട്ട് കയറണ്ടെന്ന് പറയും. ഇതാണ് നമ്മുടെ വീടിന്റെ സ്റ്റൈല്. പിന്നെ ഊർജം കിട്ടുമല്ലേ, അമ്മയുടെ ഇന്നൊരു ഊർജ്ജമല്ലേ ഇത്, ധൈര്യത്തിന്റെ ഊർജ്ജം. പിന്നെ അങ്ങോട്ട് പോയി എന്തൊക്കെ സംഭവിക്കുന്നതെന്ന് പിന്നെ പറയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ലൈഫ്. പിന്നെ പതുക്കെ ചില മാർഷൽ അഭ്യാസങ്ങൾ, കളരി. എന്റെ സുഹൃത്ത് കരാട്ടക്കാരനാണ്, അവന് ഞാൻ എല്ലാം ഫൈറ്റിന് ഒക്കെ പോവായിരുന്നു. അങ്ങനെ ചെറുപ്പം മുതലേ ബോഡിയൊക്കെ ഭയങ്കര 6 പാക്ക് ഒക്കെ ആക്കിയാണ് സ്കൂളിലും അതുപോലെ തന്നെ സ്ഥലങ്ങളിൽ പോകുന്നത്. ഏത് പ്രശ്നത്തിന് എന്നെയാ വിളിക്കുന്നത് തീർക്കാനായിട്ട്. അത് നമ്മുടെ രാജേഷ് വന്നാലേ തീർക്കത്തുള്ളൂ, അവനെ വിളിക്കാൻ പറയും. അപ്പൊ അങ്ങനെയാണ് ഞാൻ ചെല്ലുന്നത്. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എല്ലാവർക്കും ഭയങ്കര പേടിയും, എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. അതുപോലെ ഉള്ള സംഭവങ്ങൾ അങ്ങനെ നടന്നു വരവേ അമ്മ എന്നെ കൊണ്ട് അങ്ങ് വ്യാകുലതപ്പെട്ടു. എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഈ അമ്മ എന്നും സ്കൂളിലാ. അവിടുത്തെ ഓരോ രക്ഷകർത്താക്കളോട് ക്ഷമ ചോദിക്കല എന്റെ അമ്മയുടെ ജോലി. കാരണം അവരോട് അടിപിടിക്കുക അങ്ങനെ. അപ്പൊ സഹോദരിയുടെ സഹോദരി പെങ്ങളെന്നെ വിളിക്കത്തുള്ളൂ, കാരണം എല്ലാവർക്കും അറിയാം, പെങ്ങളെ. അപ്പൊ സാറ് പറയും, ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, അവൻ ഞങ്ങൾ ക്ഷമ കൊടുത്തെന്നും പറഞ്ഞ് എന്നെ പല പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് ഞാൻ അതിശയമായി കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ എന്താ പറയാ, എന്റെ ഒരു ചെറിയൊരു കുസൃതി ഞാൻ പറയാം. നമ്മുടെ ആശാമ്പളെ കുറിച്ച് പഠിക്കുന്ന സമയത്തെ കുസൃതിയാ, കേട്ടാൻ ഞെട്ടിപ്പോവും. കാരണം ആശാൻ പറഞ്ഞ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ കുത്തുകളൊക്കെ എടുത്ത് കുത്തി തിരിയൊക്കെ കൊടുത്ത് വളരെ ഭക്തിയോട് കണ്ണടച്ച് വേണം പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞു പൂജാ പറയും. ഞാൻ ആശാനോട് പറഞ്ഞു, ആശാൻ എനിക്ക് 1ഉം 2ഉം പോകണമെന്ന് പറഞ്ഞപ്പോൾ ആശാൻ പറഞ്ഞു പെട്ടെന്ന് വീട്ടിൽ പോകണം പറഞ്ഞു. അമ്മ അവിടെ ഇരുന്നില്ല, നേരെ വീട്ടിൽ ചെന്ന് അമ്മ നെല്ലൊക്കെ ഉണക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് ഈ കൃഷിസ്ഥലം ഒന്നും തന്നില്ലായിരുന്നേ, ഞങ്ങൾ ഒത്തിരി പട്ടിണിയിലേക്ക് മാറി. അത് കഴിഞ്ഞപ്പോ ഈ 4 കെട്ട് വീട്ടിൽ വലിയൊരു തെങ്ങ് വന്ന് വീണ് പ്രശ്നം നോക്കിയപ്പോൾ ഈ മരിച്ച ആത്മാവിന് ഒരു സ്വസ്ഥതയില്ല എന്ന് പറഞ്ഞ് ജ്യോതിഷി
ദൈവം പറയിപ്പിച്ചതാ അത്. കാരണം അല്ലെങ്കിൽ നമുക്ക് ഈ വയൽ കിട്ടത്തില്ല. അപ്പോ അത് തന്നെയല്ല, അച്ഛൻ്റെ ഒരു സുഹൃത്ത് ദാസ് എന്ന് പറഞ്ഞൊരു പോലീസ് ഇൻസ്പെക്ടർ വന്നിട്ട് ചോദിച്ചു, ദാസമ്പിള്ളയുടെ മോനെ, ഇളയ മോനെ കൊടുക്കേണ്ട ഷെയർ നിങ്ങൾ കൊടുത്തോന്ന് ചോദിച്ചു. അല്ലെങ്കിൽ അവരെങ്ങനെ ജീവിക്കും എന്ന് ചോദിച്ചപ്പോൾ, അങ്ങനെ ഞങ്ങൾക്ക് വയല് തന്നെയില്ലേ ഒന്നുമില്ലെന്നേ, എല്ലാം അച്ഛൻ കുറെയൊക്കെ വിറ്റ്, പിന്നെ ഗവൺമെന്റ് കുറെ കൊണ്ടുപോയി. അങ്ങനെ വസ്തുവകളെല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടയ്ക്കാണ് അമ്മ വന്ന് ഞങ്ങൾക്ക് വസ്തു എഴുതി തരികയാണ്. എനിക്കൊരു വലിയ അമ്മയുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് കൃഷി ആരംഭിക്കുന്നതും കൃഷിയിൽ നിന്നാണ് എന്നെ വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ദിവസം അമ്മ വീട്ടിൽ നെല്ലുണങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നേരെ വീട്ടിൽ ചെന്നു ഈ കുത്തുകളൊക്കെ എടുത്ത് വിത്തി കുത്തി നേരെ അമ്മേനെ എണ്ണ എടുത്ത് ഒഴിച്ചു. അമ്മയുടെ നേരിയതെടുത്ത് വലിച്ചു കീറി അമ്മ തിരി ഉണ്ടാക്കി, തിരി കൊളുത്തി അമ്മേനെ തീപ്പൊട്ടി എടുത്ത് ഉരച്ച് കത്തിച്ച് തീയെല്ലാം കൂടെ മൊത്തം വീടിനകത്ത് വ്യാപിച്ചു. അമ്മ വീട് മുഴുവൻ കത്തി. അപ്പൊ ഞാനിങ്ങനെ പ്രണമിച്ച് അതിനകത്ത് കിടക്കുകയാണ്. അമ്മ നോക്കുമ്പോഴത്തേക്ക് ഞാനിലെ പുകയ്ക്കകത്ത് ഇങ്ങനെ അമ്മ പ്രാർത്ഥിച്ച് നിരന്തരമായി കിടക്കുകയാണ്. എന്നെ ഒരു അടി തന്ന് ഓടിച്ചു കൊടുത്തു. ഞാൻ നോക്കിയപ്പോൾ മൊത്തം തീയായി. നാട്ടുകാരെല്ലാം പിന്നെ വെള്ളമൊക്കെ അടുത്തുള്ളത് കൊണ്ട് ഓടി വന്നെല്ലാം കെടുത്തി കളഞ്ഞു. അപ്പൊ ഇങ്ങനെ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒരു വലിയ പ്രശ്നങ്ങളിലേക്ക് ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ അമ്മ വിഷമിച്ചിട്ട്, എൻ്റെ ഒരു കസിനുണ്ട്, ഞങ്ങളുടെ അച്ഛന്റെ കസിനാണ്, ബാസി സ്റ്റുഡിയോ നടത്തുന്നത്. ബാസിയാണെന്റെ അപ്പുറത്ത് ഒരു പെന്തക്കോസ്തുകാരൻ അച്ഛനുണ്ട് TPM-ൽ. അച്ഛൻ ഒരു ചെറിയ പലചരക്ക് കടയും ഒക്കെ ഉണ്ട്. അച്ഛൻ ഒരു കടയുണ്ട് അവിടെ, വലിയ ഭയങ്കര ഫേമസ്. അപ്പൊ അവിടെ ചെന്നപ്പോ അമ്മ വളരെ വിഷണയായി നിൽക്കുന്ന കണ്ടപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്താ അച്ഛനമ്മ ഇങ്ങനെ നിൽക്കുന്നത്? പറഞ്ഞ് മോനെ കുറിച്ചുള്ള ഭയങ്കര വിഷമമാണ്. അച്ഛനിപ്പോ നിത്യതയില്ല. അപ്പൊ അച്ഛൻ്റെ അടുക്ക് വന്നപ്പോ അച്ഛൻ പറഞ്ഞു, എന്റെ 3 മക്കള്, ബെഞ്ചമിൻ, ജോൺസൺ, അതുപോലെ തന്നെ കൊച്ചു. അപ്പൊ ഇവര് 3 പേര് തിരുവനന്തപുരത്ത് പഠിക്കുന്നുണ്ട്. ഒരു സായിപ്പന്മാരുടെ ഹോസ്റ്റലിലാണ് പഠിക്കുന്നത്. നമുക്ക് രാജേഷിനെ അവിടെ വിടാം. കാരണം എന്നെ ഒരു സ്കൂളിൽ വരിപ്പാട്ട് എടുക്കത്തില്ല, പഠിപ്പിക്കത്തില്ല. അപ്പൊ എന്നെ ഇവിടുന്ന് മാറ്റണം, എന്റെ സ്വഭാവം മാറ്റണം. അപ്പൊ മറ്റേ ഏതെങ്കിലും സ്ഥലത്തോട്ട് മാറിയാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് 1984 അച്ഛൻ്റെ സഹായത്തോടു കൂടെ എന്നെ ഇവിടേക്ക് വിടുക, എവിടെ, തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാൻ. അപ്പൊ എല്ലാരും പറഞ്ഞ് ദുർഗുണ പരിപാടി ശാഖയിലേക്കാണ് കൊണ്ടുവന്നത്. കാരണം അത്രയ്ക്കും കെങ്കേമനാണല്ലോ ഞാൻ. അപ്പൊ ആൾക്കാരൊക്കെ അന്നത്തെ കുഞ്ഞുങ്ങളെ പേടിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. നിങ്ങൾ പറയുന്നത് പോലെ കേട്ടില്ലെങ്കിൽ രാജേഷിനെ പോലെ ദുർഗുണ പരിപാടശാലയിൽ പോകേണ്ടതായിട്ട് വരുമെന്ന് അന്ന് നാട്ടിലൊക്കെ ഒത്തിരി പേര് പറഞ്ഞ് കുഞ്ഞുങ്ങളെ പേടിപ്പിക്കാൻ, നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ പേടിപ്പിക്കാൻ. ഞാൻ അവിടെ ചെന്നു. കണ്ണമൂല എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ ആ സെമിനാരി, CSI സെമിനാരി ഉണ്ടല്ലോ, അതിനടുത്താണ് CSI CMS, ക്രിസ്ത്യൻ മിഷൻ സർവീസിന്റെ ചിലസ്വമാൻ സാഹിബാണ്. ഹോസ്റ്റ്കോസ്കി എന്ന് പറഞ്ഞ പപ്പയാണ് അത് നടത്തുന്നത്, ജർമ്മൻ സാഹിബാണ്. അപ്പൊ അങ്ങനെ എനിക്ക് അവിടെ ഒരു അഡ്മിഷൻ കിട്ടി. ഞാൻ ഇവരുടെ കൂടെ പഠനം ആരംഭിച്ചു. പഠനം ആരംഭിച്ചാലും ഇല്ല, വാനമ്പാടി പോലെ നടക്കുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു. കൊണ്ടുവന്ന് നമ്മളെ അതിനകത്തിട്ട് വെളിയിലൊന്നും പോകാനുള്ള ഒരു സൗകര്യമില്ല. പഠിക്കാൻ വേണ്ടി മാത്രം VHS സ്കൂളിൽ പോകണം, വരിയായിട്ട് പോകണം, തിരിച്ചു വരണം, വേറെ എങ്ങും കറങ്ങാനോ ഒന്നും പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അവിടുത്തെ ജീവിതം മടുത്ത്. കാരണം നമുക്ക് പറ്റത്തില്ലല്ലോ, അന്നത്തെ ഒരു സാഹചര്യം ഇല്ലയോ. പക്ഷേ ഈ ചൈൽഡ് ഇവാഞ്ചലിസം ചെയ്യുന്ന ഒത്തിരി ദൈവദാസന്മാർ അവിടെ വരും. അവർ മാധ്യസാറൊക്കെ ഉണ്ട്. അദ്ദേഹം വന്ന് യേശുവുള്ള പടകിൽ ഞാൻ യാത്ര ചെയ്യുന്നു, യേശുവോട് കൂടെ യേശുവുള്ള പടകിൽ ഞാൻ യാത്ര ചെയ്യുന്നു, യേശുവോട് കൂടെ ഞാൻ യാത്ര ചെയ്യുന്നു, ആൾത്തിരമ്പും കടലും ആഞ്ഞടിക്കും കാറ്റും ആഴി തന്നിലുള്ളതൊന്നും കേടു ചെയ്യില്ല, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇങ്ങനെ ഒരു 19 പാട്ട് ഉള്ളിലുണ്ട്. സ്വർഗ ജൈസ സുന്ദർ ജഗ മേരാ യേശു രഹത്താ വഹ പാപ് നഹി വഹ താപ് നഹി വഹ ഭൂക്ക് നഹി വഹ പ്യാസിനെ. അന്ന് ചെറുപ്പത്തിൽ പഠിച്ച, 7ാം ക്ലാസ്സിൽ പഠിച്ച. ഇന്നും അത് നമ്മുടെ ഹൃദയത്തിൽ വിളിച്ച്, ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റും. ഒരിക്കലും മറക്കത്തില്ല. അതുകൊണ്ടാണല്ലോ ഈ സൺഡേ സ്കൂൾ എന്ന് പറയുന്നത് ഭയങ്കര വാല്യൂള്ള ഒരു പഠനമാണ്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഏത് കേസ് കെട്ടി പോയാലും തമ്പുരാൻ പിടിച്ച് വെളി കൊണ്ടുവരും. അത് എനിക്ക് മനസ്സിലായി. കാരണം അത് നമുക്ക് മനസ്സിലായില്ല. എനിക്കൊരു പുതിയ നിയമം തന്നു. ഞങ്ങളുടെ കുടുംബം എല്ലാവരും വായനാശീലമുള്ളവരാണ്. ഭയങ്കര ഹൈലി സാഹിത്യങ്ങൾ വായിക്കുന്ന ആൾക്കാർ. എന്റെ ജ്യേഷ്ഠത്തെയൊക്കെ ഹിന്ദി ഇംഗ്ലീഷ് കേട്ട് കഴിഞ്ഞാൽ സാഹിബ്മാർ പോലും ഞെട്ടിപ്പോ. അത്രയും ഭയങ്കര വായന, ക്ലാസിക്കലായിട്ടുള്ള ഇംഗ്ലീഷ് നന്നായിട്ട് പറയും. പക്ഷേ എനിക്ക് മാത്രമേ ഉള്ളൂ ആ ഒരു ഭാഗ്യം കിട്ടാവുക. കാരണം അപ്പൻ നേരത്തെ മരിച്ചതുകൊണ്ട്. ഇത് 2 ജ്യേഷ്ഠനുണ്ട്, 4 പെങ്ങന്മാരുണ്ട് എനിക്ക്. അവർ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിയമ്മയും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പോ അങ്ങനെ വരവേ 7ാം ക്ലാസ്, 8ാം ക്ലാസ്, 9ാം ക്ലാസ് ആയപ്പോ കഷ്ടിച്ച് പറ്റാതായി. എന്നെ കൊണ്ട് വലിയ പ്രശ്നമായി. അവിടെ സ്കൂളിലും ഹോസ്റ്റലിലും എല്ലാം വലിയൊരു ഗ്യാങ് ലീഡറായി മാറി ഞാൻ.
അവിടെ. അപ്പം ഞാനെന്ന് പറയുന്നത് എല്ലാവർക്കും പേടിയായി. അപ്പം അവിടെ നിൽക്കാൻ പറ്റാതെ, വളരെ ചുരുക്കമായിട്ട് പറയാം, അവിടെ നിൽക്കാൻ പറ്റാതെ ഈ 15 രൂപ പൈസ കാർഡുണ്ടല്ലോ, അന്നത്തെ മഞ്ഞക്കാർഡ്, ഞാൻ എഴുതി അമ്മ എത്രയും പെട്ടെന്ന് വന്ന് എന്നെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഒളിച്ചോടി കളയെന്ന് പറഞ്ഞു. അപ്പൊ രാവിലെയുള്ള ഫാസ്റ്റിൽ ഓടി വന്ന് ഉള്ളൂർ ഇറങ്ങി, ഉള്ളൂരിൽ നിന്ന് കണ്ണമ്മൂല സിറ്റി ബസ് വരും, അവിടുന്ന് വന്ന് എന്നെ സാറിന്റെ അനുമതിയോടെ, സാർ പറഞ്ഞ് കൊണ്ടുപോകണം, അവൻ പഠിക്കട്ടെ, 10ാം ക്ലാസ് കഴിഞ്ഞ് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് പറ്റിയില്ല, ഞാൻ ഇൻകംപ്ലീറ്റ് ചെയ്ത് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോ നാട്ടുകാരെല്ലാം എന്നെ നോക്കി ചിരിച്ചിട്ട് പറയുന്നത് ഇങ്ങനെ, ഓ ശങ്കരൻ പിന്നെ ചെങ്ങയെ തന്നെ, എവിടെ പോയാലും ഇദ്ദേഹം ശരിയാകത്തില്ല, ഇവൻ ശരിയാകത്തില്ല. അങ്ങനെ ഞാന് 84, 85 കാലഘട്ടം തിരുവനന്തപുരത്ത് പഠിക്കുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ നമ്മുടെ അടുത്തുള്ള അകംകൊടി മർത്തോമ ചർച്ചിൽ പോകണം, അടുത്തുള്ള ആരാഴ്യ പള്ളിയുണ്ട്, ജാക്കോബ പള്ളിയുണ്ട്, അവിടെ പോകണം, പ്രാർത്ഥനയ്ക്ക് പോകണമെന്ന് പറഞ്ഞപ്പോ അമ്മ നേരെ പോയത് വിയൂരത്ത് പെന്തക്കോസ്തുകാരുടെ കൂടെ. അവിടെ ചെന്ന് പ്രാർത്ഥന ആരംഭിച്ചു, അവിടെ ആരാധന ആരംഭിച്ചു. അമ്മ നേരിയതൊക്കെ മാറ്റി, സാരിയൊക്കെ കൊടുത്തു, കമ്മലും ജിമ്മിക്കയൊക്കെ മാറ്റി, മുറുക്ക സ്വഭാവം ഉണ്ടായിരുന്നു, അതെല്ലാം മാറി. അമ്മയിൽ നിന്നൊരു പ്രത്യേക സ്വഭാവം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ ഞാൻ തിരിച്ചു വന്നു, വീണ്ടും പഴയ സുഹൃത്തുക്കള്, പഴയ രീതി, അങ്ങനെ ആയി. ഏതായാലും കൊള്ളാം, ഞങ്ങള് എന്റെ സുഹൃത്തുണ്ട് ഷൈൻ, ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരു മിമിക്രി ട്രൂപ്പിന് രൂപം കൊടുത്തു. അന്നത്തെ ഒരു കാലഘട്ടമാണ്, മിമിക്രി ട്രൂപ്പിന്റെ കാലഘട്ടമാണ്. അങ്ങനെ മിമിക്രി ആരംഭിച്ച് എല്ലാ അമ്പലങ്ങളിലും, അച്ഛന്റെ പേരുള്ളത് കൊണ്ട് എനിക്ക് അമ്പലങ്ങളിലെല്ലാം പ്രോഗ്രാം കിട്ടും. അങ്ങനെ ഞാൻ ഹരിപ്പാടിനെ മുഴുവൻ ചിരിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ എന്റെ ഓരോ പാട്ട് കേട്ടപ്പോഴേ എന്റെ മനസ്സ് പറഞ്ഞു, ഒരു കലാവാസന അകത്തുണ്ടെന്നുള്ളത്. മിമിക്രിയിൽ എന്താ ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു ആദ്യകാലങ്ങളിലെ മിമിക്രി മൃഗങ്ങളെ അനുകരിക്കുക അല്ലയോ? അമിതാഭ് ബച്ചനെ അനുകരിക്കുക, സുരേഷ് ഗോപിയുടെ അന്നത്തെ ശബ്ദം, നെടുമുടി വേണുവിന്റെ ശബ്ദം, അങ്ങനെ പിന്നെ മൃഗങ്ങളെ. ഇന്നത്തെ പോലെ കോമഡി ഷോകളോ മിമിക്രിക്കുള്ള അവസരങ്ങളോ അന്നില്ലല്ലോ. അന്നെല്ലാം സ്റ്റേജുകളിൽ, അമ്പലങ്ങൾ, പള്ളികൾ, സ്കിറ്റുകളുണ്ട്. ആ സ്കിറ്റ്, മൃഗങ്ങളുടെ ശബ്ദം, നേച്ചറിന്റെ ശബ്ദം, പിന്നെ കുറച്ച് സിനിമ നടന്മാരുടെ ശബ്ദം. എനിക്ക് പിന്നെ TKM കോളേജില്, ഞാൻ പഠിച്ച കോളേജിൽ എനിക്ക് നല്ല അവാർഡൊക്കെ കിട്ടിയതാ ഇതിന്. അപ്പോ നമുക്ക് കലയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എല്ലാവരും പറഞ്ഞ് കലയിലോട്ട്. പിന്നെ വേറൊരു അമ്മാച്ചനുണ്ട്, അമ്മാച്ചൻ ഭയങ്കര ക്ലാസിക്കൽ പഠിപ്പിക്കുന്ന ആളാണ്, RK പിള്ള എന്ന് പറയും, ഭയങ്കര ഫേമസ് ആണ്. അപ്പൊ ഹരിപ്പാട് ഭയങ്കര. പിന്നെ ഹരിപ്പാട് രാമകൃഷ്ണപിള്ള കഥകളിയിൽ, അപ്പൊ കഥകളി ഞാൻ നോക്കി, കഥകളി, കാരണം ഞങ്ങളുടെ ഒരു ഇതാണല്ലോ അന്ന്. അപ്പൊ അവിടെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് കയറി പറ്റണം, അതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു എന്റെ. ഒന്നി മിമിക്രി, അല്ലെങ്കിൽ കഥകളി, അല്ലെങ്കിൽ ക്ലാസിക്കൽ അന്നത്തെ കാലത്ത് ഇഷ്ടമില്ല, കഥകളി ഇഷ്ടമില്ല, പിന്നെ ഉള്ളത് മിമിക്രിയാണ് ഇഷ്ടം. അപ്പൊ കിട്ടിയ പൈസ മുഴുവനും മദ്യത്തിനും അതിനുവേണ്ടിയൊക്കെ അങ്ങ് ചെലവഴിച്ച് വല്ലാത്തൊരു, എന്താ പറയുന്നത്, നൂല് പൊട്ടിയ ഒരു പട്ടം, എവിടെ പോയി വീഴുമെന്ന് അറിയത്തില്ല. ആൾക്കാരെല്ലാം പറഞ്ഞിങ്ങനെ, ഞാൻ എന്റെ ഭാര്യ വിവാഹം കഴിച്ച് ഹരിപ്പാടമ്പലത്തിന്റെ ഫ്രണ്ടിലെ എന്റെ സുഹൃത്ത് രമേശിന്റെ ഒരു ചായക്കടയുണ്ട്, അപ്പനും അമ്മയും അവിടുത്തെ ജോലി അവരെ. അപ്പൊ ഞങ്ങൾ ചായ കുടിക്കാൻ അവിടെ ചെന്നിരിക്കുമ്പോഴത്തേക്ക് അവിടുത്തെ രമേശിന്റെ അമ്മ വന്ന് ജിജിയോട് എന്റെ ഭാര്യയോട് പറയാണ്, എന്റെ മോളെ, ഞങ്ങൾ വിചാരിച്ചു ഇവൻ ഒന്നീ പൂജപ്പുരയോ അല്ലെങ്കിൽ കണ്ണൂരോ, ഇങ്ങനെ ഒരിക്കലും എത്തുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല, ഇത് ഭയങ്കര അത്ഭുതമാണ്. അപ്പൊ ജിജി എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഗുണ്ടയായിരുന്നോ? നിങ്ങളിപ്പോ കണ്ട ഗുണ്ടെന്നൊന്നും, നമ്മളിപ്പോ ഗുണ്ടയുടെ അപ്പിയറൻസ് ആണ് നമുക്ക്. കർത്താവ് നമ്മുടെ അപ്പിയറൻസ് മാറ്റി, കർത്താവ് പത്രോസിന്റെ ആക്സൻസ് മാറ്റി എന്ന് പറഞ്ഞ പോലെ ആ വാക്ക്, എന്റെ വായിക്കകത്ത് എപ്പോഴും അശ്ലീല പദങ്ങൾ മാത്രമേ ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് വരത്തുള്ളൂ. പക്ഷെ ബൈബിള് വായിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ ഉള്ളിലെ ആ വാക്കുകളെല്ലാം പോയിട്ട് കർത്താവ് ആക്സൻസും മാറ്റി, ലൈഫ് സ്റ്റൈലും മാറ്റി. മിഥുൻ ചക്രവർത്തിയുടെ ഒരു സ്റ്റൈലാണ്, ഈ മുടിയൊക്കെ പുറകോട്ട് നടത്തി, ഭയങ്കര ജീൻസ് ഒക്കെ ഇട്ട്, ഭയങ്കര ലൂസായിട്ടുള്ള ഷർട്ടൊക്കെ ഇട്ട്, ഭയങ്കര കോളേജിലൊക്കെ ചെല്ലുന്ന ഭയങ്കര ഹീറോ ആയിട്ടാണ് ചെല്ലുന്നത്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ എല്ലാവർക്കും പേടിയുമാണ്, ഹീറോയുമാണ്. വലിയൊരു ഗ്യാങ് ഉണ്ട്, ഞങ്ങൾക്ക് പറയും 4-5 ഗ്രൂപ്പ് കൂടിയ ഒരു ഗ്യാങ് ഉണ്ട്. അപ്പൊ അനീതിക്കും അക്രമത്തിനും എല്ലാം. പിന്നെ ഒരു ഉള്ളിലേ എന്താ പറയുന്നത്, പെൺകുട്ടികളെ സംരക്ഷിക്കണം, തെറ്റായ വഴി കൊണ്ടുപോകാൻ പാടില്ല, മിസ്യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഇതുവരെയൊക്കെ ഞങ്ങൾ ഓടിച്ചിട്ട് പ്രഹരിക്കുവാൻ ഈ കോളേജിനകത്തിട്ട്. അങ്ങനെ ഒരു ത്വര ഉള്ളി കിടപ്പുണ്ട്. ഈ തെറ്റ്, ധാർമ്മിക രോഷം ഉണ്ടായിരുന്നു, ഒരു നീതിബോധം ഉണ്ടായിരുന്നു, അതാണ് നമ്മുടെ ഉള്ളി കിടക്കുന്നത്. ആ ഒരു ധാർമ്മിക രോഷത്തെയാണ് ദൈവം ഈ ചാരിറ്റി ഫീൽഡിലേക്ക്, സുവിശേഷ ഫീൽഡിലേക്ക് എന്നെ കൊണ്ടുവന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം എന്താ പറയുക, ഞാനങ്ങനെ ഒരു വീട് കയറി ആക്രമിക്കുകയോ പാവങ്ങളെ കൊല്ലുകയോ തല്ലുകയോ ഒന്നും ചെയ്യത്തില്ല.
ഈ അടിക്കുന്നതൊക്കെ ഭയങ്കര നമ്മളെക്കാട്ടി ഡബിൾ ശക്തന്മാരെ ആയിരിക്കും. അവരുമായിട്ടാണ് പിന്നെ ഈ ബലാബലം കൂടാനായിട്ട് ഇഷ്ടം. പിന്നെ ഈ പാവങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരെയൊന്നും നമ്മൾ തുടർത്തുന്നു. അങ്ങനെയാണ് എന്റെ സ്റ്റൈൽ, അങ്ങനത്തെ ഒരു സ്റ്റൈലായിരുന്നു. ഏതായാലും കൊള്ളാം, ഞാൻ നാട്ടിൽ വന്നപ്പോ അമ്മ പെന്തക്കോസ്തിലായി. അമ്മ പ്രാർത്ഥന ആരംഭിച്ചു. ദൈവത്തിൽ നിന്ന് ദൈവമക്കൾ കടന്നു വന്ന് പ്രാർത്ഥന, വീട്ടിൽ ഭയങ്കര പ്രാർത്ഥന. അതോ ഈ പൂരസിലും നമ്മുടെ തെങ്ങിലും ഒക്കെ കോളാമ്പി കെട്ടിയിട്ടേ അക്കരയ്ക്ക് യാത്ര. ആദ്യമായിട്ട് 1984 ആരുണ്ട് ഹരിപ്പാട് പെന്തക്കോസ്തുകാർ? ആരുമില്ല. അമ്മ അങ്ങോട്ട് പ്രാർത്ഥന പറയുമ്പോ ആൾക്കാർക്കൊക്കെ ഞെട്ടിപ്പോയി. ഇതെന്തോയി ഈ ശബ്ദം, ഇതാരാ പെന്തക്കോസ്തുകാര്? നോക്കിയപ്പോ പാസ്റ്റർമാരൊക്കെ വന്ന് ഡ്രമ്മൊക്കെ വെച്ച് അങ്ങ് പാട്ടും ആരാധനയാ. ഇവര് കല്ലൊക്കെ എറിഞ്ഞു, ഒത്തിരി കല്ലെറിഞ്ഞ് ഭയങ്കര പ്രശ്നമാക്കി. ഇവിടെ പറ്റത്തില്ല, പാസ്റ്ററെ അടിക്കാൻ പിടിച്ചു. അങ്ങനെ അമ്മ ബൈബിള് വായിക്കാൻ തുടങ്ങി. ബൈബിള് മഹാഭാരതം വീട്ടിൽ വായിക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ നാട്ടില് എല്ലാ വീട്ടിലും മഹാഭാരത വായന ഉള്ളതുപോലെ ബൈബിള് ഭയങ്കര ഉച്ചത്തിലെ വായിക്കുന്നു. അതൊരു ജംഗ്ഷൻ, ചെറിയൊരു ജംഗ്ഷൻ ഞങ്ങളുടെ വീട്. ഈ അവിടെ ചായ കുടിക്കാൻ വന്നിരിക്കുന്നവർക്കെല്ലാം കേൾക്കാൻ ഞങ്ങളുടെ ബൈബിൾ വായന. അമ്മ വായിക്കും, ഞാനത് കേൾക്കും. അപ്പൊ ഞാനിങ്ങനെ ഉറക്കത്തിൽ കിടക്കുമല്ലേ, മിമിക്രിയും കഴിഞ്ഞ് രാത്രി 2 മണിയും 1 മണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തത്തുള്ളേ. 3 മണിയൊക്കെ വെളുപ്പിനെയാവും. അപ്പോഴത്തേക്ക് അമ്മ ബൈബിൾ വായിച്ച് എന്നെ എങ്ങനെങ്കിലും, പുള്ളിക്കാരി അങ്ങ് പിന്നെ കട്ടിലിൽ താഴെ ഇറങ്ങിയിരുന്ന് മുട്ടിമ്പേരുന്നൊക്കെ പ്രാർത്ഥിക്കുക, കർത്താവേ. ഞാൻ പോകുമ്പോ എന്നോട് പറയും, നീ മിമിക്രിക്കാരനല്ല മോനെ, നീ ആമേൻ ഒരു ദൈവദാസനായി മാറും. ഞാൻ ഈ അമിതാഭ് ബച്ചന്റെ ഭാഷ പറയും, പ്രേം നസീറിന്റെയൊക്കെ ഭാഷ പറയും, മണ്ടി പെണ്ണെ, നീ പ്രാർത്ഥിക്കുന്നൊന്നും നടക്കത്തൊന്നുമില്ല, പെണ്ണുങ്ങളായാൽ ചിരിക്കണം എന്ന് പറഞ്ഞിങ്ങനെ പരിഹസിച്ച് ഞാൻ പോവായിരുന്നു. പക്ഷേ ചോദിച്ചോട്ടെ, ഈ അമ്മയിൽ ഇത്ര വലിയ വ്യത്യാസം ഉണ്ടായത് കാരണം അത്ര വലിയ ആഴത്തിലുള്ള ഒരു ഭക്തിയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഇത്ര ഭയങ്കരമായിട്ട് അമ്മ എങ്ങനെ മാറിയത്? കാരണം പാസ്റ്റർ പറയുന്നുണ്ട് ഒരു പ്രാവശ്യം തിരിച്ചു വന്നപ്പോൾ മാറിയ അമ്മയാ കാണുന്നത്. അപ്പം അമ്മയുടെ ജീവിതത്തിലുണ്ടായ അനുഭവം എന്തുവാ, ഒരു എൻകൗണ്ടർ എന്തുവാ? അമ്മയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടില് 2 സുവിശേഷന്മാര് പായ്പാട്ടുന്നേ ആദ്യമായിട്ട് ബൈബിൾ ട്രാക്ട് കൊടുക്കാൻ. അവര് അമ്മ വിഷമിച്ചിരിക്കുന്ന കണ്ടപ്പോ ഞാനില്ലേ തിരുവനന്തപുരം മൊത്തം അടിച്ചു പൊളിക്കുകയോ എന്തോ ആവുമെന്ന് അറിയത്തില്ല. അപ്പോ അവര് പറഞ്ഞു, അമ്മ എന്താ വിഷമിച്ചിരിക്കുന്നത് ചോദിച്ചു. പറഞ്ഞു, എനിക്കൊരു മോനുണ്ട് ഭയങ്കര ചട്ടമ്പി, അവൻ എങ്ങനെങ്കിലും നിങ്ങളുടെ ദൈവത്തിന് അവനെ സൗഖ്യമാക്കാൻ കഴിയുമോ, വിടിവിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം ചോദിച്ചു. അവര് പറഞ്ഞു, അമ്മയെ വിശ്വസിക്കുക കർത്താവിന്റെ യേശുവിനെ, അമ്മയുടെ മകൻ ഇതുപോലെ നല്ലൊരു ഭാവിയിലേക്ക് വരുന്നത് അമ്മ കാണുമെന്ന് പറഞ്ഞു. അമ്മ അന്ന് എന്താ പറഞ്ഞത്, സാഷ്ടാംഗം ഈ ദൈവത്തെ അങ്ങ് സ്വീകരിക്കുകയായിരുന്നു, കണ്ണടച്ച്. ഇനിയും വേറെ ഒന്നുമില്ല എന്നും പറഞ്ഞ അമ്മ ഇറങ്ങുന്നത്. അമ്മ ഈ ബൈബിളുമായിട്ട് കുരിശുംപൂട്ടിന്റെ അവിടെ വരെ നടന്നു പോകണം. അവിടെ നിൽക്കുമ്പോൾ ആൾക്കാർ പറയും, ചുമ്മാ കാർത്തിയാനിക്ക് വേറെ ജോലിയൊന്നുമില്ല, ഭക്തിയായിട്ട് അമ്പലത്തിൽ നടന്ന ആളാ, ഇപ്പൊ കണ്ട ബൈബിളും പൊക്കി പിടിച്ച് നടക്കുക. നിങ്ങളെ മോനെ ഒരിക്കലും ശരിയാൻ പോകുന്നില്ല, കാരണം അവൻ ഈ ഭാഗത്ത് വരുമെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട, വെറുതെ ഈ ബൈബിൾ എടുത്തുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു, എന്റെ ദൈവം ജീവനുള്ള ദൈവമാ. ചന്ദ്രക്ക് മേശക്ക് അഭിനന്ദനമോ പറഞ്ഞതുപോലെ രക്ഷിച്ചാലും രക്ഷിച്ചില്ലെങ്കിലും ഇതിനകത്ത് നല്ലൊരു ദൈവത്തെ കണ്ടു. ഇനി ഈ ദൈവത്തെ ഞാൻ മരിച്ചാൽ പോലും ഞാൻ വിട്ടുമാറുന്ന പരിപാടിയില്ലെന്ന് അമ്മ ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരു അമ്മയെ. കാരണം ഒറ്റയ്ക്ക് വിധവയില്ലായിരുന്നു. അവിടെയുള്ള പുരുഷന്മാരെയൊക്കെ അന്നത്തെ കാലത്ത് ചലഞ്ച് നേരിടണമെങ്കിൽ അമ്മയും അച്ഛനെ അഭ്യാസം പഠിപ്പിച്ചു. അച്ഛന് ഭയങ്കര അഭ്യാസമായിരുന്നു. അപ്പൊ അമ്മയെ കുറെ അഭ്യാസം പഠിപ്പിച്ചിട്ടുണ്ട്. ചില എന്താ പറയുന്നത്, നമ്മൾ പറയുന്നില്ലേ, എന്താ ഈ സ്വയരക്ഷയ്ക്കുള്ളത് വർമ്മങ്ങൾ അറിയായിരുന്നു അമ്മയ്ക്ക്. അതുകൊണ്ട് അമ്മയുടെ കാര്യം അത്ര അങ്ങോട്ട് വന്ന് പെട്ടെന്ന് മുട്ടത്തില്ല അമ്മയായിട്ട്. അത്രയ്ക്ക് ഭയങ്കര ഒരു 2 മനുഷ്യന്റെ ശക്തിയായിരുന്നു അമ്മയ്ക്ക്. അങ്ങനത്തെ കരുത്തായിരുന്നു അന്നത്തെ കാലത്ത്. കാരണം അതുകൊണ്ട് അമ്മ പറഞ്ഞ് ഈ ദൈവത്തെയാ. അപ്പൊ ഇതാണ് അമ്മയുടെ തീക്ഷ്ണത. ഒറ്റയ്ക്ക് ഇറങ്ങി പ്രാർത്ഥനയ്ക്ക് അമ്മ അവിടെ ഇറങ്ങി കുറെ നാള് നാട്ടുകാരുടെയും മൊത്തം വീട്ടുകാരുടെയും ഒത്തിരി. ഒരു അമ്മാച്ചൻ ഉണ്ടായിരുന്നു. ഈ അമ്മാച്ചനാണ് ഭയങ്കര അമ്മാച്ചൻ. അമ്മ ഇപ്പൊ തന്നെ കൊല്ലുമെന്നും പറഞ്ഞാ നടക്കുന്നത്. നീ ഇനിയും പെന്തക്കോസ്തിൽ പോയാൽ. ഈ അമ്മാച്ചൻ 10 വർഷം മുമ്പ് ഇവിടെ വന്ന് ഞങ്ങളുടെ കൂടെ താമസിച്ച് 15 ദിവസം കഴിഞ്ഞ് നാട്ടിൽ ചെന്നിട്ട് പുള്ളി പറഞ്ഞ്, എടാ ഞാനും ഭാര്യയും നിന്റെ അമ്മാവി സ്ഥാനപ്പെടാൻ പോവാന്ന്. നോക്കിക്കോണം. പുള്ളിക്കാരൻ അമ്പലത്തിന്റെ സെക്രട്ടറിയാണ്. അപ്പൊ അദ്ദേഹം ഇവിടെ വന്ന് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഞങ്ങൾക്ക് ചെറിയ ഓർഫനേജ് ഉണ്ട്, പിന്നെ കുഷ്ഠരോഗ ഏരിയയിൽ നമ്മൾ പോയി ശുശ്രൂഷിക്കുകയും അവരെ സ്നേഹിക്കുകയും നമ്മൾ മിനിസ്ട്രി ഉണ്ട്. ഇതെല്ലാം കണ്ട് അവർ ഞെട്ടിയിട്ട് നാട്ടിൽ പോയിട്ട് എന്നെ ഏറ്റവും കൂടുതൽ അടിക്കുന്ന അമ്മാവന്റെ എന്നുള്ള അടിയാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. കാരണം സിഗരറ്റൊക്കെ വലിച്ചുകൊണ്ട് പോകുമ്പോഴത്തെ ആൾക്കാർ പറയും, അമ്മാവനിലെ പൂവരസിന്റെ വടിയൊക്കെ വെട്ടി ഒരു വരവുണ്ട് എന്നെ. അപ്പൊ എന്നെ അടിക്കുന്നത് കാണാൻ തന്നെ നാട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ ലാത്തി ചാർജ് എന്നൊക്കെ പറയുന്നത് പോലീസ് സ്റ്റേഷനിലെ കണ്ടിട്ടുള്ളൂ. പക്ഷെ അമ്മാവൻ എന്നെ ശരിക്കും പ്രഹരിക്കുവാൻ. അന്ന് അമ്മാവന്റെ കാലമുണ്ട്. അമ്മാവൻ എന്ന് പറയുമ്പോൾ
നമ്മൾ കിടുകിടാ പിറയ്ക്കുവാൻ. ഏതായാലും കൊള്ളാം, അമ്മാവൻ രക്ഷപ്പെട്ടു. അതിന്റെ അർത്ഥം ആൾക്കാരെന്താ വിചാരിച്ചെന്നറിയോ? ഈ രാജേഷും അമ്മയും കൂടെ, രാജേഷ് ഒറീസ വെച്ച് രാജേഷ് അവിടെ ജീവിച്ച് അവിടുത്തുകാരനായി മാറും. പിന്നെ ഈ അമ്മയും മരിച്ചു പോകും. പിന്നെ ഇവിടെ പെന്തക്കോസ്തുകാർ കാണത്തില്ലെന്ന് വിചാരിച്ചു. പക്ഷെ അമ്മ എന്നും രാവിലെ എഴുന്നേറ്റ് 4 മണിക്ക് എഴുന്നേറ്റ് KP യോഹന്നാന്റെ ആത്മീയാത്ര ആരംഭിച്ചു കഴിഞ്ഞാൽ 6 മണി വരെ പ്രാർത്ഥനയും പാട്ടുമാ. ആ പാട്ട് അമ്മയുടെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും എല്ലാം വേണ്ടി പ്രാർത്ഥിക്കും. ലോകത്ത് ഉള്ളവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കും. അവര് വിചാരിച്ചില്ല അമ്മ അച്ഛൻ ഇങ്ങനെ രക്ഷയിലേക്ക് വരുമെന്ന്. അവരെല്ലാം പോയി. ഇന്ന് നമ്മുടെ IPCയിലെ ഹരിപ്പാട്ട് IPCയിലെ സ്ട്രോങ് വിശ്വാസിയാണ് എന്റെ അമ്മാവി. ദൈവത്തിന് അവർക്ക് മക്കളില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോ അമ്മയുടെ ആ വിശ്വാസം അത് ഒത്തിരി പേരെ ഇൻഫ്ലുവൻസ് ചെയ്യും. മറ്റൊരു അമ്മാവനും മോനും. ആമേൻ. അത് ചോദിച്ചാല് ഞാനിപ്പം വളരെ നമ്മൾ സിസ്റ്റമാറ്റിക്കലി വരാം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1990 കൊല്ലത്ത് നിന്ന്, പെരുന്നാട് നിന്ന് ഈ കരുവാറ്റ ബെത്ലഹേം എഡ്യൂക്കേഷനില് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരു കർത്താവിന്റെ ദാസൻ 90കളിൽ ഹരിപ്പാട്ട് നെടുന്തറയിൽ വന്ന് ഒരു സഭ ആരംഭിക്കുക IPC. അപ്പൊ പിന്നെ അമ്മയ്ക്ക് വിയൂരത്ത് പോകണ്ട. വിയൂരത്തുകാർ പറഞ്ഞു അങ്ങോട്ട് പ്രാർത്ഥനയ്ക്ക് പൊക്കളാൻ പറഞ്ഞു. അങ്ങനെ അമ്മയ്ക്ക് വലിയ സന്തോഷമായി. പാസ്റ്ററും കുടുംബം എപ്പോഴും ഉണ്ട്. എന്നെ ക്യാൻവാസ് ചെയ്യാനും എന്നെ എന്താ പറയുന്നത്, ഇവാഞ്ചലൈസേഷന് വേണ്ടി അദ്ദേഹം വരുമ്പോ എന്റെ കൂട്ടുകാര് അദ്ദേഹം വരുമ്പോഴേ പറയും, ഇവിടെ ഓടിക്കോ, പാസ്റ്റർ വരുന്നുണ്ടോ എന്ന് പറയും. ഞാനപ്പം വീട്ടിൽ പുറകെ കൂടെ ഒക്കെ ഇറങ്ങി ഓടി രക്ഷപ്പെടും. കാരണം നമുക്കറിയാം ഇദ്ദേഹം നമ്മൾ നല്ലവനാക്കാൻ വരുവാന്ന്. അപ്പൊ നമുക്ക് നല്ലവനാകണ്ട, ഇതാണ് നമ്മുടെ പരിപാടി. അപ്പോ ആൾക്കാർ വന്നിട്ട് ഇദ്ദേഹം പല പ്രാവശ്യം ശ്രമിച്ച് നടക്കുന്നില്ല. അപ്പോ എന്താ പറയുന്നത്, ഈ ചെന്നിത്തല IPCയില് ബീന എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുണ്ട്. ബീന TKM കോളേജിലെ ICBFന്റെ സ്റ്റാഫാണ്, ഡിഗ്രിക്ക് പഠിക്കുക. നമ്മുടെ ലാസറി മാത്യുവിന്റെ ആരാ വിവാഹം കഴിച്ചിരുന്നത് അവരെ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ പെൺകുട്ടി ആ സഹോദരി വന്ന് എന്നോട് പറയും, രാജേഷ് പ്രാർത്ഥനയ്ക്ക് വരാം. അപ്പൊ എന്നെ കാണുന്നതെല്ലാം ഭയങ്കര അടിപിടിയുടെ, കോളേജിനകത്തുള്ള വലിയ അടിപിടിയുടെയും അനിശ്ചിത കാലത്തേക്ക് അടച്ചിടുക. അതാണ്. പിന്നെ പോലീസ് കേസായി. അളിയൻ NS പിള്ളയുണ്ട്, അതുപോലെ രാഷ്ട്രീയ പ്രവർത്തനം ഉള്ളതുകൊണ്ട് എന്നെ പോലീസ് കേസിൽ നിന്നെല്ലാം ഊരി എടുത്തുകൊണ്ട് വരും. അപ്പൊ അങ്ങനെ ഈ പെൺകുട്ടി പല പ്രാവശ്യം വിളിച്ചു. അന്ന് ഒരു സെക്കൻഡ് ഇയർ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സോടെ ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് അങ്ങ് പോവാ. സമയമായി. അത് പ്രാർത്ഥനയ്ക്ക് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. ആ ലിമിറ്റ് ആകുമ്പോഴത്തേക്ക് അത് ഫുൾഫിൽ ആയി കഴിഞ്ഞു. അപ്പൊ അമ്മയുടെ കണ്ണുനീര് അത് കുറെ തുരുത്തിയാൽ എനിക്ക് തോന്നുന്നു നിറഞ്ഞ് കവിഞ്ഞു കഴിഞ്ഞു. കാരണം തുരുത്തിക്കാത്തൊരു കപ്പാസിറ്റി ഉണ്ടല്ലോ. ഇതിപ്പോ അച്ഛൻ മരിച്ചതിന് ശേഷം ഉള്ള കണ്ണുനീര് മുഴുവനും ഇങ്ങനെ തുളുമ്പി ദൈവത്തിന്റെ തുരുത്തി നിറഞ്ഞു. പെട്ടെന്ന് തന്നെ ഞാൻ മനസ്സോടെ ഈ മീറ്റിംഗിലേക്ക് പോവുക. അവിടെ കയറിയിരുന്നപ്പോ എന്റെ കൂടെ പഠിക്കുന്നവർ ഒത്തിരി പേരുണ്ട് അതിനകത്ത്. ഇവരൊന്നും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്നെ പേടിയാ എല്ലാവർക്കും. ഐ ഫെൽറ്റ് ക്രൈങ്. ഞാൻ കരയാൻ ആരംഭിച്ചു. ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ വചനം പോലും വേണ്ടെന്ന് കരയാൻ തുടങ്ങും. ഞാൻ അങ്ങനെ കരഞ്ഞ് ഇവർക്കെല്ലാവർക്കും ഭയങ്കര, കാരണം എന്റെ ഉള്ളില് സ്വർഗജേസ സുന്ദരജേക യേശു എന്താ പറയുന്നത്, സ്വർഗരാജ്യ സുന്ദരമേ യേശുരാജൻ വാഴും സ്ഥലം, പാപമില്ല, ഒരു താപമില്ല, ദാഹമില്ല, നിത്യം നരകമില്ലെന്ന് പറഞ്ഞ് കിടക്കുന്ന ഹൃദയമല്ലേ ഇത്. ആ ഹൃദയത്തിനകത്തുനിന്ന് പെട്ടെന്നാണ് ഒരു ഡാം പൊട്ടുന്ന പോലാണ് എന്റെ ഹൃദയം അങ്ങോട്ട് പൊട്ടിട്ട് ദുടുദുടുദുട കണ്ണുനീര് ചാടുക. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ കരയാൻ തുടങ്ങി ദൈവസന്നിധിയിൽ. കാരണം എനിക്കറിയാം നല്ല കാര്യങ്ങളാണ് ഞാൻ പഠിച്ചത്, പക്ഷെ തെറ്റായ കാര്യങ്ങളിലേക്കാണ് ഞാൻ പോയത്. എനിക്ക് ഒത്തിരി വിഷമമായി. ഞാൻ കരയാൻ തുടങ്ങി. അവർക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന് വലിയ പരിവർത്തനം വന്നിട്ടുണ്ട്. അന്ന് ആ വൈകുന്നേരം ICBFന്റെ ഒരു മീറ്റിംഗ് അവിടെ വെച്ച് നടക്കുന്ന ആ കോളേജ് ക്യാമ്പസിനടുത്ത് ഒരു വീട്ടില് ഞാൻ അവിടെ ചെന്നു, പ്രാർത്ഥനയിലിരുന്നു. ഈ കർത്താവദാസൻ ഡോക്ടർ മുരളീധരൻ യൗവനക്കാരാ, നിന്റെ യൗവനപ്രായത്തിൽ നിന്റെ സ്രഷ്ടാവിനെ ഓർത്തുകൊള്ളുക എന്ന് വചനത്തെ ആസ്പദമാക്കിയ ഒരു പ്രസംഗം. ഞാൻ അവിടെ നിന്ന് തകർന്ന് ഒരു എന്താ പറയുന്നത്, ബർത്ത് ഉണ്ടാകുക എനിക്ക് അവിടെ വെച്ച്. രക്ഷിക്കപ്പെടുകയാണ് ഞാൻ. കണ്ണുനീരോടുകൂടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് എന്നെ ഒത്തിരി പേര് കൺഗ്രാറ്റുലേഷൻ ഒക്കെ തന്ന് ഞാൻ വീട്ടിൽ ചെന്ന്, വീട്ടിലോട്ട് പോയില്ല, എനിക്ക് വേണ്ടി ഓടിയ ഒരു പാസ്റ്ററുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു പാസ്റ്ററുണ്ട്, ആ നിന്ദിതനായി മാറിയ ഒരു പാസ്റ്ററുണ്ട്. അതിന്റെ സുഹൃത്തുക്കൾ പറയും, ഇയാൾ വെറുതെ അവന്റെ പുറകെ നടക്കാം, അവൻ ഒരിക്കലും നിങ്ങളുടെ വഴിയിൽ വരുത്തില്ല. ആ ദൈവദാസന്റെ മുമ്പിൽ ഒരു കുഞ്ഞാടിനെ പോലെ ഞാൻ നിൽക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം കരഞ്ഞോട്ട്. ജീവിതത്തിന്റെ കൺവേർഷൻ ആയിരുന്നു അത്. ഞാൻ പറഞ്ഞു, വേള ഞാൻ തെറ്റിലേക്ക് പോകത്തില്ല പാസ്റ്റർ എന്ന് പറഞ്ഞു. അന്ന് സിഗരറ്റ് വലിയ, മദ്യപാനം, ഈ സിനിമാ തിയേറ്റർ, ഞങ്ങളുടെ നേരെ നാലുകെട്ടിന്റെ ഫ്രണ്ടിലാ സുരേഷ് തിയേറ്റർ, എല്ലാവർക്കും അറിയാം.
വീട്ടിൽ കിടന്നാൽ തന്നെ ശബ്ദം കേൾക്കും എല്ലാവർക്കും. ഞാൻ എന്നും എന്താ പറയുന്നത്, തെങ്ങിലെ തേങ്ങ മുഴുവനും മോഷ്ടിച്ച് നമ്മുടെ വീട്ടിലെ പത്തായത്തിനകത്ത് കിടക്കുന്ന നെല്ലെല്ലാം കൊണ്ടുവന്ന് സുഹൃത്തുക്കളെ കൊടുക്കും. അവർ കൊണ്ടുപോയി വിറ്റ് ആ പൈസ കൊണ്ടുവന്ന് ഇങ്ങനെ അല്ലാതെ വേറെ സോഴ്സ് ഇല്ലല്ലോ നമുക്ക്. ചോദിച്ചാൽ പോലും പൈസ തരത്തില്ലല്ലോ, അങ്ങനത്തെ കാലഘട്ടമല്ലേ. അപ്പോ അങ്ങനെയൊക്കെ ചെയ്ത ഒരു വ്യക്തി, എന്റെ ജീവിതത്തെ ദൈവം മാറ്റി. ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ദാനിയേൽ പ്രവചനവും ഈ ഒരു നൂറ്റാണ്ടുമായിട്ടുള്ളൊരു കമ്പയർ ചെയ്തിട്ടുള്ള ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അത് വായിച്ചു 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 ഒരു 10-20 ആവർത്തി പുതിയ നിയമം വായിച്ച് ദൈവമായിട്ടൊരു ഭയങ്കര ടേംസ് ആൻഡ് കണ്ടീഷനിലേക്ക് അങ്ങ് എത്തിയ. അപ്പൊ എന്റെ കൂട്ടുകാര് വരുമ്പോ എന്റെ ജീവിതത്തിന്റെ രീതി കണ്ടപ്പോഴേ അവർ പതുക്കെ പതുക്കെ മാറാൻ തുടങ്ങിയത്. ഇവന് സിഗരറ്റ് കൊടുത്താൽ വലിക്കത്തില്ല. അപ്പൊ എല്ലാവരും പറഞ്ഞു, മൂത്ത മാനസാന്തരം 3 മാസമേ ഉള്ളൂ, 3 മാസം കഴിയുമ്പോൾ അവർക്ക് പോരുമെന്ന് വിചാരിച്ചു. 3 മാസം കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞു, 9 മാസം കഴിഞ്ഞു, വർഷങ്ങൾ പലത് കഴിഞ്ഞു. ആമേനെ അഭിഷേകം നമ്മുടെ കർത്താവിന്റെ ദാസനെ കോട്ടയത്തുള്ള മാങ്ങാനം ജോസഫ് എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ പക്ഷെ എമ്മിയൂർ സമ്പത്തിനാൽ ഞാൻ സ്നാനപ്പെട്ടു, പമ്പയാറ്റി വെച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൽ നിന്ന് ഈ ചെന്നിത്തല ആക്ച്വലി ബീനയുടെ ചർച്ചിൽ ഒരു മീറ്റിംഗ് ഞാൻ അവിടെ കടന്നുപോയി. അവിടെ ചെന്ന് ഞാൻ സൈക്കിളിൽ ഓട്ടി എന്നോട് അമ്മ പറഞ്ഞു, മോനെ അവിടെ ചെല്ലു, കാരണം കർത്താവിന്റെ ദാസൻ വന്നിട്ടുണ്ട്. ഞാൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, തമ്പുരാന്റെ മകൻ. അപ്പം ഇതാണ് ആ പുസ്തകം. ഇത് വത്സിതാനാണിത് ജീവിതാനുഭവങ്ങളാണോ? അതെ അതെ അതെ, മൊത്തം അതെ. ജീവിതാനുഭവം. ഇത് എവിടെ പാസ്റ്റർ അവൈലബിൾ ആയിട്ടുള്ളത്? ഇത് തീർന്നു, 1000 കോപ്പി ആയിരുന്നു. കുമ്മരാണ്ട് കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുത്തു. അപ്പം ഫോർമാറ്റ് ഉണ്ടോ? ഉണ്ട്, ഞാൻ അയച്ചാൽ. അതെ, ആരെങ്കിലും പ്രേക്ഷകർ ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാമല്ലോ അല്ലേ? തീർച്ചയായും തീർച്ചയായും. അതെ, ഇത് അതിനകത്ത് ഭയങ്കര രസമാണ്. ആൾക്കാർ തുടങ്ങിയത് കഴിഞ്ഞാൽ തീരുന്നവരെ ഇത് വായിച്ചു തീർക്കുമെന്ന് പറയുന്നത്. അത്രയ്ക്കും എന്താ വിപുലമായ സംഭവങ്ങളുടെ നീണ്ട പരമ്പര തന്നെ കിടക്കുന്ന ഒരു വളരെ ചെയിനായിട്ടുള്ള ഒരു സംഭവമാണിത്. ഓക്കെ, അപ്പം ഞാൻ പുറകെ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ ഞങ്ങൾ പുതിയതാണല്ലോ, കർത്താവ് ഈ അഭിഷേകമൊക്കെ നമുക്ക് തരുമോ എന്നുള്ളൊരു ചിന്തയാണ്. എങ്കിലും ഞാൻ ഇത് കിട്ടാനുള്ള ആഗ്രഹത്തിൽ പറഞ്ഞു, അങ്ങനെ എനിക്കിത് തന്നാൽ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചതും ഈ വാക്കുകൾ ഉരുവിട്ട് കഴിഞ്ഞപ്പോൾ മാങ്ങാനം ജോസഫ് എന്ന് പറഞ്ഞ അഭിഷേക്തം വന്ന് എന്റെ തലയെ കൈവെക്കുകയും ഒരു വലിയ ട്രാൻസ്ഫോമർ കയറി പിടിക്കുന്ന അനുഭവം എനിക്ക് ഉണ്ടായത്. പ്രൈസലോട് ഞങ്ങളല്ലേ ജ്യോതിഷന്മാരുടെയും പിന്നെ എന്താ പറയുന്നത് നമ്മുടെ വെളിച്ചപ്പാടന്റെ ഒക്കെ എടുക്കാൻ പോയിട്ടുണ്ടല്ലോ. പക്ഷെ ഈ ഒരു അനുഭവം ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ അവിടെ നിന്ന് അന്യഭാഷ കിട്ടി. ആമേനെ വള്ളം തുഴയുന്ന പോലെ, നമ്മുടെ എന്താ പറയാ അനാലി പായ്പാട് ചുണ്ടനൊക്കെ ഉണ്ടല്ലോ, ഈ തുഴയുന്ന പോലെ ഒരു അനുഭവം. തുഴഞ്ഞ് അങ്ങ് ആ പുൽപ്പിന്റെ അവിടെ കണ്ണു ചെന്ന് തുറന്നു നോക്കുമ്പോൾ പുൽപ്പിന്റെ അവിടെ ഇടിച്ചു നിൽക്കുക. അത്രയ്ക്ക് ഭയങ്കര, കാരണം ഇനി മേലെ ഈ ദൈവത്തെ വിട്ട് പോകാൻ പാടില്ല. തമ്പുരാന്റെ ഭയങ്കര ഒരു അഭിഷേകത്തിന്റെ ശക്തി അതായിരുന്നു. ഏതായാലും ഭയങ്കര സന്തോഷമായി, ആത്മീയ ശക്തിയായി അനേക സ്ഥലങ്ങളിൽ ഈ കർത്താവിന്റെ ദാസൻ ബാബു ഡി ബാബു എന്ന് പറഞ്ഞ കർത്താവിന്റെ ദാസനാണ്. അദ്ദേഹത്തിന് ഭയങ്കര ഒരു ഇവാഞ്ചലിസത്തിന്റെ ഭയങ്കര ആത്മാവ്. ഒരു ദിവസം 4-5 സ്ഥലങ്ങളിലെങ്കിലും നിന്ന് സുവിശേഷം പ്രസംഗിച്ചില്ല, അദ്ദേഹത്തിന് ഉറക്കം വരത്തില്ല. അതുപോലെ എന്നെയും കൂടെ കൂട്ടിയില്ല, അദ്ദേഹത്തിന് ഉറക്കം വരത്തില്ല. ഞങ്ങള് ഈ അരിപ്പാടിന്റെ മുക്കിലും മൂലയിലും, കാർത്തിപ്പള്ളി താലൂക്കിന്റെ മുക്കിലും മൂലയിലും എന്നെ കൊണ്ട് സാക്ഷ്യം പറയാൻ അദ്ദേഹം പ്രസംഗിക്കും. കാരണം എനിക്ക് പ്രസംഗിക്കാന്ന് അറിയത്തില്ല. സാക്ഷ്യം ഇപ്പൊ 2 കാര്യമുണ്ട്. ഒന്ന്, അദ്ദേഹത്തെ ആരും അടിക്കത്തില്ല. 2, എന്നെ ഒരു സുവിശേഷകനാക്കി മാറ്റാം. ആൾക്കാർക്ക് പറയണം, ഇവരെങ്ങനെയാണ് ഇതിനകത്ത് വന്ന് നിൽക്കുന്നത്, ഇങ്ങനെ ചുണ്ടിൽ ഇങ്ങനെ മൂക്ക് കൈവച്ച് ഇങ്ങനെ നിൽക്കും ഓരോരുത്തര്. ചിലര് വന്നിട്ട് ഷാപ്പിന്റെ ഒക്കെ ഫ്രണ്ടിൽ നിന്നാ ഞങ്ങള് പിന്നെ പരിശോധന നടത്തുന്നത്. കാരണം ആരും അടിക്കത്തില്ല, ഞാൻ ആ ഷാപ്പിൽ അക്കൗണ്ടുള്ള ആളായിരുന്നല്ലോ, അതുകൊണ്ട് അവർക്കറിയാം. അപ്പൊ അവിടെ കയറുന്നവർ എന്റെ കൈ വന്നില്ലേ, തിരുവനിമാരുടെ കൈ വന്ന് മൊത്തം ചെയ്തിട്ട് പറയും, നീ പറയുന്നത് ശരിയാ, നീ പറയണം, അതാണ് ശരി എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വലിയ ഭയങ്കര സ്നേഹമാണ്. അപ്പോ അങ്ങനെ വരവേ എന്നെ പല ദർശനങ്ങൾ ദൈവം കാണിച്ചു. കർത്താവിന്റെ വേലയാണ്. അപ്പോ പല ദൈവദാസന്മാര് സഭയിൽ കടന്നു വരുമ്പോൾ തലയിൽ കൈവച്ച് അഭിഷേകം പറയുവാൻ പ്രവചനം പറഞ്ഞു. നീ കർത്താവിന്റെ വേലയല്ലാതെ വേറൊന്നും വരത്തില്ല, നിങ്ങൾക്ക് ലഭിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനിടയ്ക്ക് ഞാൻ ഒത്തിരി ജോലിക്കൊക്കെ വേണ്ടി റിക്രൂട്ട്മെന്റിനൊക്കെ പോയി. അപ്പൊ സമയം നമ്മൾ ഒത്തിരി സമയം എടുക്കും, അതുകൊണ്ട് ഞാനങ്ങ് ചുരുക്കി വരികയാണ്. അപ്പോ ഒരു വലിയ ദർശനം ദൈവനെ കാണിച്ചു. കർത്താവിന്റെ 2ാമത്തെ വരവും മഹത്വ പ്രത്യക്ഷനും അത് ഞാൻ കണ്ട് ഞാൻ അതിശയിച്ചു പോയി. ഞാൻ ദൈവസന്നിധിയിൽ എന്നെ തന്നെ താഴ്ത്തി. അത് കഴിഞ്ഞ് 2ാമത് എമ്മിയൂർ സമ്പച്ചനും അതുപോലെ ദൈവദാസന്മാരുടെ കൂടെ വയലേലകളിൽ നിന്ന് വിത്ത് വിതയ്ക്കുന്ന ഒരു ദർശനം എന്നെ കാണിച്ചു. അപ്പോ ഇതിപ്പോ 4ാമത്തെ കാര്യമാണ്. കാരണം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച കർത്താവിന്റെ വേലയ്ക്ക് പോക്കോളെന്ന് പറഞ്ഞു.
പിന്നെ ദർശനം കിട്ടി, പിന്നെ വിത്ത് വിതയ്ക്കുന്ന കാണിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് ഒരു അനുഭവം കൂടെ വേണം. അപ്പം ഞങ്ങളുടെ ഭാഷ പറഞ്ഞു, പെട്ടെന്ന് കർത്താവിന് വേലയ്ക്ക് പോക്കണോ, അല്ലെങ്കിൽ അടി കിട്ടും. അടി കിട്ടിയാൽ പിന്നെ അത് എന്നെ പോലെ, കാരണം കർത്താവിന്റെ ദാസൻ പല വിളി ഉണ്ടായിട്ട് പോകാഞ്ഞിട്ട് പല ബിസിനസ്സുകൾ അദ്ദേഹത്തിന് തകർന്ന്, ഒരു പ്രാവശ്യം ഒരു സോഡാ കുപ്പി കാലിന്റെ എന്താ പറഞ്ഞത്, കുതികാലിനകത്ത് കയറിയിട്ട് ഞരമ്പ് കട്ടായി പോയി. അതുകൊണ്ട് കർത്താവ് വിളിക്കുമ്പോൾ പൊക്കോണെന്ന് പറഞ്ഞു, അത് നല്ലതെന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ നാട്ടിൽ അപ്പർക്കുട്ടനാടാണല്ലോ, വെള്ളം പോകുന്ന സമയത്ത് അമ്മയ്ക്കൊരു ആമവാദം ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അതിനുശേഷം ആദ്യമായിട്ട് വരികയാണ് അമ്മ. ഇങ്ങനെ 2 ആഴ്ച കട്ടിലിൽ തന്നെ കിടക്കുകയാണ്. അമ്മ പറഞ്ഞു, മോനെ ഞാൻ ക്ഷീണിതനായി പോയല്ലോ, എനിക്ക് പറ്റുന്നില്ലല്ലോ എഴുന്നേക്കാൻ. അപ്പൊ എനിക്ക് അമ്മ എഴുന്നേക്കാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായി. ഞാനത് രാത്രിയില് അമ്മ അറിയാതെ ദൈവസന്നിധിയിൽ കരയാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അമ്മയുടെ കട്ടിൽ അപ്പുറവും എന്റെ കട്ടിൽ ഒരേ മുറി തന്നെ ഇപ്പുറമാണ്. ഞങ്ങൾ രണ്ടുപേരും ഉള്ളു വീട്ടിൽ. ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവേ, എന്റെ അമ്മയ്ക്ക് അങ്ങ് സൗഖ്യം തന്നാൽ ഞാൻ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി പോകും. ഇനിയും ഒരു ടെസ്റ്റിങ്ങും ഇല്ല അങ്ങേ. എനിക്കൊരു സാക്ഷ്യം വേണം. കർത്താവ് സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞു, ദൈവദാസനെ, ഒരു ഭയങ്കര പ്രകാശം ഞങ്ങളുടെ ഭവനത്തിൽ ഇറങ്ങി വരിക. മകളെ, നീ സൗഖ്യമായി എന്ന് പറയുകയും എന്റെ അമ്മ ചാടി കട്ടിൽ എഴുന്നേറ്റ് അവൻ കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കുക, അന്യഭാഷ പറയുകയും ചെയ്യുക. ഇത് എന്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു ടേണിംഗ് പോയിന്റാ. സൗഖ്യദായകനായ ഒരു ദൈവം ജീവിക്കുന്നു എന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. അതോടുകൂടെ അമ്മ ബാക്കിയുള്ള കട്ടയും പടമെല്ലാം ഞാൻ മടക്കി. അമ്മേൻ പ്രൈസലോട്. അമ്മേനെ എനിക്ക് കുമ്പനാട് ദൈവവചനം പഠിക്കാൻ അവസരം ലഭിക്കുക. 1993 ഞാൻ അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്ന് 2 മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭയങ്കര പാടാ. ഭക്ഷണമൊന്നും അന്നത്തെ കാലത്ത് വേണ്ട രീതിയിൽ ഇല്ലല്ലോ. അതിൽ പാസ്റ്റർ ടി. എസ്. എബ്രഹാമിന്റെ ഭാര്യ മമ്മി, നമ്മളില്ലേ ന്യൂസ് പേപ്പറിൽ അല്ലെങ്കിൽ മാഗസിനിൽ കാണുന്നവരെയൊക്കെ അവിടെ കാണാൻ നമുക്ക് പറ്റുമല്ലോ. കാരണം ഈ ഗുഡ് ന്യൂസിലും അന്നത്തെ സാംകുട്ടി ഒക്കെ എഴുതുന്ന പിന്നെ അല്ലുലിയായാലും അതുപോലെ തന്നെ ഒത്തിരി അവരെയൊക്കെ നമ്മൾ അടുത്ത് കാണുക. അപ്പോ തന്നെയല്ല, അവിടുത്തെ ഫുഡ് ഞാനെപ്പോഴും പറയില്ല, ബൈനോക്കുലർ വെച്ച് നോക്കണം കഞ്ഞിക്കകത്ത് ചോറ് കിടപ്പുണ്ടോന്നേ. അപ്പം ബൈബിൾ കോളേജിലെ കാര്യമില്ലല്ലോ. വിശപ്പ് കാരണം ഭയങ്കര പാടായി. ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയേക്കാം, കാരണം ബൈബിൾ കോളേജ് പഠിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ഈ TKM കോളേജിലെ ഇഡ്ഡലി തീറ്റിൽ ഞാനും പ്രേമേന്ദ്രനും 2 സുഹൃത്തൊക്കെ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും 56-57 ഇഡ്ഡലിയൊക്കെ കഴിച്ചവരാ. ഇവിടെ വന്നിട്ട് ഈ ഒരു അവസ്ഥ എങ്ങനെ ഈ 3 വർഷം മുമ്പോട്ട് പോകുമെന്നുള്ളത് ചിന്തിച്ച് മത്സരത്തിന് ജയിച്ച് നിൽക്കുമ്പോഴാ ബൈബിൾ കോളേജിൽ പോയി നമ്മള് വളരെ എന്തോ ലഘുവായ രീതിയിലുള്ള എണ്ണി തരുന്ന ഇഡ്ഡലി കഴിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഷാജി എപ്പോൾ കർത്താവിദാസനെ അറിയാമല്ലോ, പവർ വിഷനിൽ ശക്തമായി. ഞങ്ങൾ രണ്ടും ഒരേ ഇയർ പഠിച്ചതും, ഞങ്ങള് 2 സതീർത്ഥ്യന്മാരാണ്. ഞങ്ങള് രണ്ടും എവിടെ നോക്കിയാലും ഞങ്ങൾ രണ്ടും ആയിരുന്നു ആ സമയത്ത്. അപ്പോ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, പാസ്റ്റർ ടി. എസ്. എബ്രഹാം നമ്മളെ അവരുടെ സ്റ്റാഫായിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്തു. നമുക്ക് പഠനത്തോടു കൂടെ നമുക്ക് ഒരു ചെറിയ ശമ്പളം നമുക്ക് ലഭിക്കും. നീ അതിന് തയ്യാറാണോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തയ്യാറാ. കാരണം നമുക്ക് ഒരു വഴിയില്ലാതിരുന്നപ്പോഴല്ലേ കുമ്പനാട്ടിൽ നിന്ന് അകത്തു നിന്നൊരു വഴി തുറക്കുന്നത്. അന്നാ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഡോർമെട്രിയിൽ നിന്ന് സാധനമൊക്കെ എടുത്തു, നമുക്ക് ഒരു സ്പെഷ്യൽ റൂം വന്നിട്ടുണ്ട്, അങ്ങോട്ട് മാറാന്ന് പറഞ്ഞു. അങ്ങനെ 3ാമത്തെ മാസമായപ്പോൾ ഞങ്ങൾ രണ്ടും ഞങ്ങളുടെ ചെറിയ പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് പതുക്കെ ബംഗ്ലാവിന്റെ സൈഡിലേക്ക് മാറുകയാണ്. ഞങ്ങൾക്കൊരു സ്പെഷ്യൽ റൂമ്, നല്ല കിടക്ക, നല്ല സൗകര്യം. അതിനകത്ത് ഞങ്ങൾ 5 പേര് സ്റ്റാഫ് മാത്രമേ ഉള്ളൂ. ശമ്പളമുണ്ട്. പപ്പയുടെയും മമ്മിയുടെയും കാര്യങ്ങൾ നോക്കാൻ. കാരണം മത്സ്യച്ചായനും സഹോദരിയും മേശമാമയും അന്ന് പട്ടാളത്തിലാണ്, ലൂക്കോച്ചായനും എല്ലാവരും. അതുപോലെ തന്നെ ഷായിച്ചാനും മോളിമാമയൊക്കെ അങ്ങ് കുവൈറ്റില്ല. ഇവിടെ ആരുമില്ല ഇവർ നോക്കാൻ. അപ്പൊ ഇവർ നോക്കണം, ഇവരുടെ കൂടെ പോകണം. വലിയ വലിയ സായിപ്പുമാര് അവരെ കൊണ്ടുവരണം. പിന്നെ അവർ പോകുമ്പോൾ നമുക്ക് $, സ്പ്രേ, ഷാമ്പു, അതുപോലെ തന്നെ നല്ല ഫുഡ് മസ്കറ്റ് ഹോട്ടലിൽ കൊണ്ടുപോകും മത്സ്യച്ചാൻ. അവിടെ ഞങ്ങൾക്ക് നല്ല ഭക്ഷണം മേടിച്ചു തരും, നല്ല കുശാല. അപ്പൊ ഈ 3 വർഷം ബൈബിൾ കോളേജ് പഠിക്കുന്നവരുടെ 5 കിലോ വെച്ച് കുറയും, 15 കിലോ കുറയും 1 വർഷമാകുമ്പോ, 3 വർഷമാകുമ്പോ. എനിക്ക് 15 കിലോ കൂടി. നല്ല പാല്, നല്ല മൃഷ്ടാന ഭോജനം. പപ്പയുടെയും മമ്മിയുടെയും കൂടെ, പാസ്റ്റർ ടി. എസ്. എബ്രഹാമിന്റെയും മമ്മിയുടെയും കൂടെയുള്ള പ്രാർത്ഥന, രാവിലെ എഴുന്നേൽക്കണം, അത് കണിശമാണ്. ബാക്കിയുള്ള ഡ്യൂട്ടികൾ വിശ്വസ്തമായ രീതിയിൽ. നല്ല വാഹനം, ഒരു പുതിയ വെസ്പ സെലക്ട് ചെയ്തു. ഞങ്ങൾ ഓർക്കും, ഞങ്ങൾ ഓടിക്കാൻ മേടിച്ചു തന്നു. ഞങ്ങൾ അങ്ങനെ അവിടുത്തെ മക്കൾ, അവരുടെ മക്കൾ ആരുമില്ല, അവരുടെ മക്കളെ പോലെ ഞങ്ങൾ ജീവിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിൽ പോകും. മലയാളം ക്ലാസ്സാണ് ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ പഠിച്ച്
പപ്പ ഞങ്ങൾ എത്തിയെന്നറിയോ, IPC പെരിയൽ ചർച്ചിലെ അസിസ്റ്റന്റ് പാസ്റ്റർമാരാക്കി നിയമിച്ചു. അത് കഴിഞ്ഞാൽ പപ്പയുടെ ആളായതുകൊണ്ട് വീണ്ടും നമുക്ക് സഭ കിട്ടാൻ പോവാ. വലിയ സഭയിലേക്ക്, കുമ്മനാട് ഡിസ്ട്രിക്റ്റിലേക്ക് നമ്മൾ കയറും. അങ്ങനെയാണ് വിശ്വസ്തന്മാരെ അവർ ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാമായി വലിയ ഒരു ഭയങ്കര കണക്കൂട്ടില്ല. പൈസയൊക്കെ ആകും, പിന്നെ വലിയ ആളാകണം, നല്ലൊരു ഭാര്യ വിവാഹം കഴിക്കണം, നല്ല വീടൊക്കെ കുമ്മനാട്ട് മേടിച്ച് വെക്കണം ഒക്കെയുള്ള ഒരു കുമ്മനാട്ട് ചെല്ലുമ്പോൾ അങ്ങനെ നമുക്ക് തോന്നുവേ. കാരണം അത് സഹജമാണ്, അങ്ങനത്തെ സിസ്റ്റമാണ് അന്നത്തെ. അപ്പോഴാണ് ജേക്കബ് ജോണച്ചായനും അദ്ദേഹത്തിന്റെ വലിയൊരു ടീമും ഹിമാചൽ പ്രദേശത്ത് നിന്ന് ഈ കുമ്പനാട് കൺവെൻഷന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഒരു 40 ദിവസം ഉപവാസ പ്രാർത്ഥനയുണ്ട് ഹെബ്രോൻ ചാപ്പലിൽ, ഹെബ്രോൻ സഭയ്ക്കകത്ത്. ഞങ്ങളിങ്ങനെ ഓടി ഓടി പോയാലും ഈ പ്രാർത്ഥനയിൽ പോയി ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച്, അന്ന് ഞാൻ ശക്തമായി ഭയങ്കര ശബ്ദത്തിലേ പ്രാർത്ഥിക്കത്തുള്ളൂ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്കൂടെ മേളിലൂടെ ഒരു പ്രവചന ശബ്ദം വന്ന് വീഴുക. ഈ ശബ്ദത്തിന്റെ ഉടമ ഇനിയും ഇവിടുന്ന് 3 മാസം കഴിയുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി ചില വഴികൾ തുറക്കും, നോർത്ത് ഇന്ത്യയിലേക്ക് പൊക്കോണം, അല്ലെങ്കിൽ നിന്റെ സ്പിരിച്വാലിറ്റി തകർന്നു പോകുന്നു, പോയിക്കോണം. ഞാൻ ഇടിവെട്ടേറ്റതുപോലാണ് ഈ ശബ്ദം സ്വീകരിച്ചത്. അപ്പൊ എല്ലാവരും പറഞ്ഞ് കർത്താവ് പറഞ്ഞ പോലെ കേട്ടോണം. അപ്പൊ ഞാൻ ഇടയ്ക്ക് മേപ്ര IPC സഭ അവിടുത്തെ ബിൽഡിങ്ങിന്റെ പുതിയ ബിൽഡിങ്ങിന്റെ ഡെഡിക്കേഷനും ഒക്കെ ആയിട്ട് നമ്മുടെ ക്യാപ്റ്റൻ ശമുവേൽ, കർത്താവിന്റെ ദാസൻ, അവിടെ വിളിച്ചുകൊണ്ട് വന്ന് അദ്ദേഹം 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ 21 ദിവസം അദ്ദേഹം പ്രസംഗിച്ചത്. ഈ 21 ദിവസത്തെ പ്രസംഗം ഞാൻ കേൾക്കാൻ പോയി. അങ്ങനെ എനിക്ക് നോർത്ത് ഇന്ത്യയെ കുറിച്ചുള്ള ഒരു വലിയ പേടം, ദൈവമേ ഇവിടാണ് എന്തുമാത്രം ക്രൈസ്തവരാ, അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പറയത്തില്ലേ, കുമ്മനാട് ഒരു കരിയില പൊക്കിയാൽ 50 പാസ്റ്റർമാർ ആ കരിയിലെ അടിയിലുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ നോർത്ത് ഇന്ത്യയിൽ ഒരു പാസ്റ്റർമാരും ഇല്ല, ആരുമില്ല, കഷ്ടപ്പെടുക. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങ് പ്രാർത്ഥിച്ച്, കർത്താവ് എന്നെ നോർത്ത് ഇന്ത്യയിലേക്ക് അയക്കണമേ, ഞാൻ അങ്ങയുടെ മിഷണറി ആയി പോയിക്കോളാം. അവിടെ മുതൽ കർത്താവ് നമ്മളെ കാണുക. അപ്പോ കുമ്മനാട് ഗ്രാജുവേഷൻ കഴിഞ്ഞു. ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം ഞങ്ങളെ ഗ്രാജുവേഷനെല്ലാം കൺഗ്രാജുലേഷൻ ചെയ്തപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞ ഇങ്ങനെയാണ്, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൗൺസിലിൽ വരുമ്പോൾ നിങ്ങൾ ഇവിടെ കാണുമല്ലോ, ഇവിടെ ഹെബ്രോനിൽ കാണുമല്ലോ, അപ്പൊ നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞിട്ട് ഇവര് ഞങ്ങൾക്ക് കൈ തന്ന് തിരിച്ചുപോയി. പക്ഷേ ദൈവം അവിടെ ഒരു വഴി തുറന്നു. എനിക്ക് സാജു മാത്യു ജോൺ എന്ന് പറഞ്ഞ സായിച്ചാനെ കാണാൻ ഒരു അവസരം കിട്ടി. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് നോർത്ത് ഇന്ത്യയിൽ വിളിയാ. അപ്പൊ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, കുറിയന്നൂരിലോട്ട് പോരെ, നമുക്ക് അവിടെ സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പൊ അവിടുത്തെ ബൈബിൾ ക്ലാസ്സിൽ ഒരാഴ്ച ഞാൻ അറ്റൻഡ് ചെയ്ത്, അപ്പൊ അവിടെ നമ്മള് പഠിപ്പിച്ച യേശുവിന്റെ ശിഷ്യന്മാരാരാ, നമ്മള് വസ്തുവകകളെല്ലാം സമ്പാദിക്കണമെന്ന് ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ സായിച്ചാൻ പഠിപ്പിച്ച സായിച്ചാന്റെ ഒരു ടീച്ചിങ് ഉണ്ട്, അപ്രസക്തരാകുക ദൈവത്തിന് വേണ്ടി. ആമേൻ. ഫേമസ് ആയ മോഹമില്ലാതാകുക. എവിടെയെങ്കിലും കുഗ്രാമങ്ങളിൽ പോയി കർത്താവിന് വേണ്ടി ജീവിക്കുക, അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാം. ഈ ഒരു ടീച്ചിങ് എന്നെ ഭയങ്കര ആകർഷിച്ചു. ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷമായി. കാരണം തന്നെയല്ല എന്റെ ആഗ്രഹം, എന്നോട് ടി എസ് അബ്രഹാം അദ്ദേഹത്തിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എന്നെ ഷാജി പാസ്റ്റർ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളെ മരിക്കുന്നവരെ ഞങ്ങളുടെ പേര് അദ്ദേഹം എപ്പോഴും വിളിക്കുവാൻ, ഞങ്ങളെ കാണുമ്പോൾ തന്നെ അദ്ദേഹം വിളിക്കും. അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിവാഹം കഴിക്കാത്ത സമയത്ത് മിമിക്രിയൊക്കെ കാണിച്ചു കൊടുക്കും പുള്ളിക്ക്. പുള്ളി ഭയങ്കരമായിട്ട് ചിരിക്കും, ഭയങ്കര രസമാണ്. ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് ഒത്തിരി സമയം കിട്ടിയിട്ടുണ്ട് അദ്ദേഹമായിട്ട് ഇടപെടാനും സംസാരിക്കാനും ഒക്കെ. അപ്പൊ എന്നോട് പറഞ്ഞു, പോകണ്ട, ഈ നോർത്ത് ഇന്ത്യയിലോട്ട് എല്ലാവരും തിരുവല്ലയിൽ നിന്ന് കുമ്പനാട്ടോട്ട് വരാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നീ കുമ്പനാട്ട് നിന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്നു, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറഞ്ഞു. നിനക്ക് ഇതിനെക്കുറിച്ച് ഭാവിയെ കുറിച്ചൊന്നും ഒരു ചിന്തയില്ല എന്നോട് ചോദിക്കുക. വളരെ പേഴ്സണലായിട്ട് സ്നേഹിക്കുന്നതുകൊണ്ട് എന്നോട് ചോദിച്ചതാണ്. ഞാൻ പറഞ്ഞു, കുഞ്ചാന്നാ വിളിക്കുക, ഞങ്ങൾ സ്നേഹമുള്ളവര്, ഏറ്റവും അടുത്തുള്ളവര്, പസറ്റീസ് പറഞ്ഞു. അപ്പോൾ കുഞ്ചാ ഞാൻ പോയിട്ട് കഷ്ടമാണ് തിരിച്ചു വരാനേ, അപ്പൊ പ്രാർത്ഥിച്ചെന്നെ അയക്കണം. അപ്പോഴേ ഭാര്യയെ കുറിച്ച് മെൻഷൻ ചെയ്തുകൊണ്ട് ചോദിക്കുക, ആ സമയങ്ങളായപ്പോഴത്തേക്ക് വിവാഹമൊക്കെ കഴിഞ്ഞിരുന്നോ? വിവാഹത്തെ കഴിഞ്ഞില്ല. ആ ഭാഗത്തേക്ക് വരുമല്ലോ അല്ലേ? ആ ഭാഗത്തേക്ക് വരും. അത് എന്താ പറയുന്നത്, ജിജി അവിടെ ബൈബിൾ കോളേജ് പഠിക്കാൻ വന്ന എന്റെ ഭാര്യ. അപ്പൊ എന്നോട് മമ്മി ചോദിച്ചു, മമ്മി പറയും, ഞങ്ങൾ രണ്ടുപേരും വിശ്വസ്തന്മാരായതുകൊണ്ട് ഞാനും പാസ്റ്റർ ഷാജിയും പോലും, നിങ്ങൾക്ക് ഈ പഠിക്കാൻ വരുന്ന പെൺകുട്ടികൾ ആരെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ പറയണം, അവരുടെ മാതാവിനെയും പിതാവിനെയും നമുക്ക് വിളിച്ചു വരുത്താം, വിവാഹം ആലോചിക്കാം. അപ്പൊ അങ്ങനെ ജിജിയുടെ പിതാവിനെ വിളിച്ചു വരുത്തി. ജിജുവായിട്ടുള്ള വിവാഹ ബന്ധത്തെ കുറിച്ച് ആലോചിച്ചപ്പം ഇവരില്ലേ പാലാ ക്രിസ്ത്യൻസാ, ഞാനില്ല നായർ, അവരെ നമ്മള് പിള്ളേര്. അപ്പൊ അപ്പൻ എന്നെ അങ്ങോട്ട് അത്ര അങ്ങോട്ട് പിടിച്ചില്ല. അപ്പം പറഞ്ഞ് ഞങ്ങളുടെ കുരുമുളകൊക്കെ കരിഞ്ഞു കിടക്കുക, ഇച്ചിരി കടഭാരമാണ്, വിവാഹം നടത്താൻ പറ്റത്തില്ല, പിന്നെ ചിന്തിക്കാം മമ്മി എന്നും പറഞ്ഞ് പപ്പിക്കും ആഗ്രഹമാണ്. അങ്ങനെ അതങ്ങ് പോയി. ഈ പെൺകുട്ടി അവിടുത്തെ ഒരു വർഷത്തെ
പഠനം കഴിഞ്ഞ് തിരിച്ച് പാലക്കാടിന് പോയി. പിന്നെ യാതൊരു വിവരവും ഇല്ല, അറിവുമില്ല. ഞാനാണെങ്കിൽ അവിടുന്ന് സായിച്ചാന്റെ കൂടെ മധ്യപ്രദേശിലും പോയി. ഞങ്ങൾ അവിടെ ചെന്നാണ് മിഷണറി അനുഭവത്തിന്റെ ഈ ABCD പഠിക്കുന്നത്. എന്നെ വിട്ടത് ജോർത്തല രാജകൊട്ടൻ എന്ന് പറഞ്ഞൊരു 35 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ വീട്ടുകാരുടെ കൂടെ, അവരുടെ ഗ്യാങ്ങിന്റെ കൂടെ നമ്മൾ താമസിപ്പിക്കത്തില്ല. പുറത്തുനിന്ന് വന്നവരെപ്പോഴും പുറത്താ. ഒരു കട വാടകയ്ക്ക് എടുത്ത് സിമെന്റ് ഒക്കെ ഇട്ട്, ബീഡി കമ്പനിയായിരുന്നു, അത് ബീഡിയെല്ലാം എടുത്ത് ഞങ്ങൾ ദൂരെ കളഞ്ഞ് കത്തിച്ച് ഞങ്ങൾക്ക് ആ കട തരിക താമസിക്കാൻ. തന്നെയല്ല, ഈ എന്താ പറയുക, കടുകെണ്ണ ആദ്യമായിട്ട് ഉപയോഗിക്കുക. ഈ കടുകെണ്ണ നമുക്കില്ലേ ഭയം, ഇവർക്ക് നമ്മുടെ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞ പോലെ നമുക്ക് കടുകെണ്ണ അങ്ങോട്ട് കഴിക്കാനും പറ്റത്തില്ല, ഛർദ്ദിക്കാനും തുടങ്ങി. പ്രഭാത കൃത്യത്തിന് രാവിലെ 4 മണിക്ക് എഴുന്നേക്കണം, അല്ലെങ്കിൽ ഒരു മല പോലുള്ള സ്ഥലമാണ്, ആൾക്കാരെല്ലാം എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ പറ്റത്തില്ല. വെള്ളത്തിന് ഒരു 5 കിലോമീറ്റർ ദൂരെ പോയിട്ട് കിണറില് സ്റ്റെപ്പായിട്ട് ഇറങ്ങി അവിടെ ചെന്ന് താഴ്ച ചെന്ന് വേണം കുടവും വെള്ളം എടുത്തോണ്ട് വരാം. ഞങ്ങൾ 3 പേരാ പോകുന്നത്. ഞാനും ഇപ്പൊ ഓസ്ട്രേലിയയിലുള്ള പിന്നെ സുഭാഷ് ഭയ്യ, അത് തിരിച്ച് പോകാൻ തോന്നുന്നു, പിന്നെ ഹോർലാൽ ഭയ്യ, മനോഹർ ഭയ്യ. ഇവര് ബുന്ദേൽഖണ്ഡ്, ഈ കുച്ചനഹിക്ക് കച്ചുൻ എന്നാ പറയുന്നത്, ബുന്ദേൽഖണ്ഡ് ഏരിയ തികച്ചും ഠാക്കൂറന്മാരുടെ റൂളുള്ള സ്ഥലമാണ്. ഇവര് നമ്മള് ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് തോക്കെടുത്ത് വെടിവെച്ച് കൊന്നുകളയും, അങ്ങനെ ഇടിച്ചു കൊന്നുകളയും. അങ്ങനത്തെ ആൾക്കാർ. ഞങ്ങളുടെ അവിടെ താമസിച്ചുകൊണ്ടിരുന്ന അയൽക്കാർ അവിടെ സിറ്റി പോയി എന്തോ വഴക്കുണ്ടാക്കി ഒരുത്ത് തോക്കെടുത്ത് വെടിവെച്ചു. രാവിലെ പോയതാ, ഉച്ചയായപ്പോ ഒരു റിക്ഷയ്ക്കകത്ത് ഡെഡ് ബോഡിയാ വരുന്നത്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് മധ്യപ്രദേശ് ദമോഹ് എന്ന് പറഞ്ഞ ആ സ്ഥലം. ഞങ്ങൾ താമസിക്കുന്നത് ജൈനന്മാരുടെ വീട്ടിലാണ്. അതാ രസം. മുട്ട പാടില്ല, ഇറച്ചി പാടില്ല. ഇറച്ചിക്ക് അന്ന് 12 രൂപയുള്ളൂ കിലോയ്ക്ക്. തൊടാൻ പറ്റുന്നില്ല. അവരുടെ വീട്ടിൽ താമസിക്കരുത് നമ്മള്. മുട്ട കഴിക്കാൻ പറ്റത്തില്ല. ഞങ്ങള് ഏതെങ്കിലും വിശ്വാസിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കും, കർത്താവേ ഒരു മുട്ടയെങ്കിലും ഒരു തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. 5 പൈസ ഇല്ല, ഞങ്ങൾക്ക് സപ്പോർട്ടില്ല. സായിച്ചാൻ വീടും സ്ഥലവും വണ്ടിയൊക്കെ വിറ്റിട്ടാ അടുത്ത മാസത്തേക്കുള്ള പൈസ ആയിട്ട് വരും. ഞങ്ങൾ സായിച്ചാൻ ഇങ്ങനെ കാത്തിരിക്കും, സായിച്ചാൻ വരുന്നുണ്ടോ ഇല്ലയോ, സായിച്ചാൻ വരുന്നുണ്ടോ ഇല്ലയോ, ഇങ്ങനെ കാത്തിരിക്കും. എന്നിട്ട് ഞങ്ങള് അതിരാവിലെ ഒരു പിന്നെ എന്താ പറയുക 7 മണിയോടെ ഇറങ്ങും വെളിയിൽ. 10 മണിയാകുമ്പോൾ തിരിച്ചു വരണം. ഭയങ്കര ചൂടല്ലേ, അതിഭയങ്കര ചൂടാ. അപ്പൊ ട്രാക്ട് എല്ലാം വിതരണം ചെയ്ത് കള്ളുഷാപ്പിന്റെ അവിടെ ആ ഭാഗങ്ങളിലും എല്ലാം കൊടുത്ത്, സിറ്റിയിലെല്ലാം കൊടുത്ത്. അന്ന് ട്രാക്ട് ഡിസ്ട്രിബ്യൂഷനാണ്, ശരാബ് സെ ബർബാദി എന്ന് പറഞ്ഞ അന്നത്തെ ഒരു ട്രാക്ട് ഒക്കെ ഉണ്ട്. അതെല്ലാം കൊണ്ട് കൊടുത്ത് ആ ട്രാക്ട് അവിടുത്തെ MLA-യുടെ പിന്നെ ആൾക്കാർ എന്തെന്നറിയോ, മദ്യത്തിനകത്ത് പൊതിഞ്ഞു കൊടുത്തു. ഞങ്ങളുടെ ഇത് മേടിച്ചിട്ട് ഒരു ബണ്ടിൽ. ഞങ്ങളത് MLA പോയി അത് കംപ്ലൈന്റ് ചെയ്തു. ആ പൊതിഞ്ഞു കൊടുത്തവരെ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് അദ്ദേഹം ക്ഷമ ചോദിപ്പിച്ചു. ഒരിക്കലും പാടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഞങ്ങൾ ക്ഷമ ചോദിച്ചു. അപ്പൊ അങ്ങനെയൊക്കെ ഭയങ്കര ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അവിടെ. അത് തന്നെയല്ല, അവിടെ എന്താ പറഞ്ഞേ, ഞങ്ങള് അമേരിക്കയിലുള്ള ജെയിംസ് ജോൺ എന്ന് പറയും, അമേരിക്കയിൽ അദ്ദേഹത്തിനാണ് ദമോയെ കുറിച്ചുള്ള ദർശനം കിട്ടിയത്. സായിച്ചാന്റെ ശിഷ്യനാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു പിന്നെ അവര് പ്രാർത്ഥിക്കുകയായിരുന്നു, ഒരു ക്രിസ്ത്യാനി പോലും ഇല്ലാത്ത ഒരു സ്ഥലം അല്ലേ? അതെ, അപ്പോഴാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര് വെളിപ്പെടുന്നത്. അതെ, ഞങ്ങൾ അവിടെ ചെന്നു. അതെ, കറക്റ്റ്. ആമേൻ. അപ്പോ ഈ അടുത്തൊരു ഗ്രാമത്തിൽ ചെന്ന് ചോദിച്ചു, യേശു ബാരമേ ജാൻതാ ഹേ? യേശു ശബ്ദിയേക്കാ? ഇങ്ങനെ ചോദിക്കുന്നത്. എന്താ യേശു എന്നൊരു പച്ചക്കറിയാണോ എന്നാ ചോദിച്ചത്. ഞങ്ങൾ ഞെട്ടിപ്പോയി. ദൈവമേ, നമ്മൾ വിചാരിച്ചെന്തുവാ, KP വലാൻ ഇവിടെ എല്ലാം മൊത്തം പ്രൈസലോട് സുശേഷവൽക്കരിച്ച് എല്ലാവർക്കും യേശുവിനെ അറിയാം എന്നുള്ള ചിന്തയിൽ നമ്മൾ ചെല്ലുന്നേ. മറ്റൊരു ഗ്രാമത്തിൽ ചെന്ന് ചോദിച്ചപ്പോൾ യേശുവിനെ കുറിച്ച് അറിയുന്ന ചോദിച്ചപ്പോൾ അവർ പറയാണ്, അതേ ഇവിടെ ഉണ്ടായിരുന്ന വാടക ഇപ്പൊ 2 മാസമായിട്ട് മാറിപ്പോയത്. അപ്പൊ നമുക്ക് അവരെ കുറിച്ചുള്ള യേശുവിനെ കുറിച്ച് അണ്ടർസ്റ്റാൻഡിങ് പിടിയിട്ട് ഞങ്ങൾ സായിച്ചാന് റിക്വസ്റ്റ് ചെയ്തു, എത്രയും പെട്ടെന്ന് ICPF-ന്റെ ഏഞ്ചലോസ് എന്ന് പറഞ്ഞൊരു വാഹനമുണ്ട്, ആ വാഹനം കൊണ്ടുവന്നു ബുന്ദേൽഖണ്ഡ് ലാംഗ്വേജിൽ മുക്കിലും മൂലയിലും ജീസസ് ഫിലിം ഞങ്ങൾ കാണിച്ചു. അങ്ങനെ ഒത്തിരി പേര് യേശുവിനെ അറിയുവാനുള്ള ആ ഭാഗ്യം. അന്നത്തെ ചെറുപ്പമല്ലയോ, അങ്ങനെ രക്തം തിളച്ചു നിൽക്കുന്ന സമയമാണ്. എല്ലാ സ്ഥലങ്ങളിലും ഓടി ഒത്തിരി കഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തു. ഞങ്ങള് അതുമായിട്ട് ഞാനും പിന്നെ ജയ്സ്വായും ഹോർലാൽ ഭയ്യ, മനോഹർ ഭയ്യ ആദ്യത്തെ ഒരു മലയുടെ മേളിലുള്ള ഒരു വീട്ടിൽ ട്രാക്ട് കൊടുക്കാൻ നിൽക്കുക. ഞങ്ങളെ കണ്ടിട്ട് ഈ സഹോദരിക്ക് ഭൂതം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് അറിയത്തില്ല. ഈ സഹോദരി പെട്ടെന്ന് സ്വഭാവം എല്ലാം മാറി. ജൂതാ ചോടുതോ ഇങ്ങനെ പറയുന്നത്, ജൂതാ ചോടുതോ. അപ്പം എന്നോട് ജെയിംസ് ഭായി പറഞ്ഞപ്പോ എനിക്ക് ഹിന്ദി ഒന്നും അറിയത്തില്ലല്ലോ, ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലേ. എന്നോട് പറഞ്ഞ് നമുക്ക് ഭൂതവാ, രക്തത്തിൽ ആശ്രയിച്ചെന്നോളം പറഞ്ഞു. അപ്പം ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഹോർലാലും മനോഹരമായി ഓടാനായിട്ട് ശ്രമിക്കുക ഇത് കണ്ടിട്ട്. അവിടെ ഞങ്ങൾ പിടിച്ചു നിർത്തി യേശുവിന്റെ രക്തം പറയാൻ പറഞ്ഞു. യേശുവിന്റെ രക്തം പറഞ്ഞപ്പോ അവൾക്ക് അവിടെ നിൽക്കാൻ സാധിക്കുന്നില്ല, അവിടെ കാല് മുഴുവൻ പൊള്ളുക. അവള് ചാട്ടമോ
കുതിച്ചു ചാടും, നമുക്ക് നിൽക്കാൻ പറ്റുന്നത്. എന്നിട്ട് നമ്മളോട് പറയാ ആമേ ജൂത ചോടുന്നു. അപ്പൊ യേശുവേ പറഞ്ഞു ആമേ പരമേശ്വർ കാ ദാസ്ലോ ഹേ ആമേ ജിസു കാ നാം ഹേ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോ ഇവളൊരു പാമ്പിനെ പോലെ എഴഞ്ഞ് ഇവിടെ വീട്ടിനകത്തോട്ട് കയറിപ്പോയി. ഞങ്ങൾ അടുത്ത വീട്ടിൽ ചെന്ന് ചോദിച്ചു, എന്ത് പറ്റി ഈ സഹോദരിക്ക്? ഞങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് വല്ലാത്തൊരു വിഭ്രമം പോലെ തോന്നിയല്ലോ എന്നിങ്ങനെ അറിയാതെ പറഞ്ഞപ്പോ പറഞ്ഞ്, ആ കർത്തവാവിനൊക്കെ ഉണ്ടാകുന്ന സംഭവമാണ്, എന്താ ഇപ്പൊ ഉണ്ടായെന്നൊരു പിടുത്തമില്ലെന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഞങ്ങള് സാക്ഷരതക്കാരാന്നും പറഞ്ഞാ ചെന്നത്. പക്ഷെ പിശാചിനറിയാം ഈ സ്വർഗത്തിലെ സാക്ഷരതക്കാരാ നമ്മള്. സ്വർഗം നിറയ്ക്കാനും നരകം കാലിയാക്കാനും വന്ന ആമേ റെയ്നാൻ ബോങ്കയുടെ കൊട്ടേഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെന്നവരാന്ന് ഇവർക്കറിയത്തില്ല. പക്ഷെ പിശാചിനറിയാം അതിനു മുമ്പ്. ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് ലഭിക്കുന്നത് ഞങ്ങൾ കുമ്പനാട്ട് പഠിക്കുമ്പോ ഒരു കോശിച്ചാൻ ഞങ്ങളോട് പഠിച്ചത് കോശിച്ചാണ് റാദിക്കാൻ. അദ്ദേഹത്തിന് പെങ്ങടെ മകൾക്ക് ഒരു നായര് കൈവശം കൊടുത്തു, ഭൂതം. ഇവള് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമായിരുന്നു, അത് പറ്റാനുമുണ്ട്. ഈ പെൺകുട്ടി തന്റെ ജീവിതം ആരെ കണ്ടാലും നശിപ്പിക്കണം എന്നുള്ള ഒരു ആത്മാവ കയറിയേക്കുന്നത്. പാസ്റ്റർ ജീസബ്രാൻ എടുക്കുക ഈ വിഷയം വന്നപ്പോൾ ഞങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു. ഞാൻ പാസ്റ്റർ ഷാജി, മോഹൻ ബി നായർ, സാബു. അപ്പൊ ഞങ്ങളോട് പറഞ്ഞ ഒരു കാര്യം ചെയ്യും, രാജേഷ് പാസ്റ്ററും നിങ്ങളെല്ലാം കൂടെ ഇരുന്ന് ഈ ഭൂതത്തെ ഇറക്കാൻ പറഞ്ഞു. ആദ്യത്തെ എക്സ്പീരിയൻസാ. ഞങ്ങളിങ്ങനെ മുട്ടുമടക്കി റൗണ്ടായിട്ടിരിക്കുക, ഇവള് നടുക്കിരിക്കുക. ഞങ്ങൾ പാട്ട് ആരംഭിച്ചപ്പോഴത്തേക്ക് ഇവള് ഡാൻസ് ചെയ്യാൻ തുടങ്ങുക വേറൊരു സ്റ്റൈലില്. പിന്നെ ഞങ്ങള് പ്രാർത്ഥന അവിടെ ശക്തമായി കഴിഞ്ഞപ്പോ ഇവള് പാമ്പിനെ പോലെ വളയാൻ തുടങ്ങി. എഴുന്നേറ്റ് പടോന്ന് പറഞ്ഞ് താഴെ വീണ് ആ ഭൂതം വിട്ടുപോയി. ഇതാണ് കുമ്പനാട്ടെ ഞങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ്. എനിക്ക് മനസ്സിലായിട്ടാ, ഇതൊരു സാധാരണ വഴിയല്ല, ഇതൊരു അസാധാരണ വഴിയാണ്. ഈ വചനത്തിന്റെ മുൻപിൽ ഭൂതങ്ങൾ അലറിയോടും ദൈവം അത്ഭുതം പ്രവർത്തിക്കും എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ പ്രൈസലോട് അവിടെ ചെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, എടാ നമ്മുടെ കയ്യില് ദൈവം തന്നിരിക്കുന്ന അസാധാരണമായ ശുശ്രൂഷയാണല്ലോ എന്നെനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ സായിച്ചാണ് പറഞ്ഞാ ഞാൻ കുറച്ചുനാൾ കൂടെ ഉള്ളൂ വിശാഖപട്ടണത്ത് എനിക്ക് പഠിക്കണം. ഞാൻ വത്സനബ്രാഹ്മനോടും പപ്പയോടും ഒക്കെ പറഞ്ഞത് പഠിക്കാൻ വേണ്ടി വന്നതാ, 6 മാസമേ ഞാൻ ഇവിടെ ഉള്ളെന്ന് പറഞ്ഞു. തന്നെയല്ല നമുക്ക് ആ സ്ഥലം നമ്മുടെ അല്ലെന്നുള്ളൊരു തോന്നൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ആക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, തമ്പുരാന്റെ പദ്ധതി കിടക്കുമല്ലേ. അപ്പോ ഞാൻ അങ്ങനെ വീണ്ടും വിശാഖപട്ടണത്ത് വന്നു. CUTR വിശാഖപട്ടണം തിയോളജിക്കൽ സെമിനാരിയിൽ 2 വർഷം പഠിച്ചു. കാരണം കുമ്പനാട്ട് 3 വർഷം മലയാളം മീഡിയം പഠിച്ചതുകൊണ്ട് അപ്പച്ചന്മാര് പറഞ്ഞനുസരിച്ച് പഠിച്ചതുകൊണ്ട്. കാരണം അല്ലെങ്കിൽ നമ്മൾ ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വന്നുകൊണ്ട് നമുക്കൊന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് അവിടെ പഠിച്ച് ഇംഗ്ലീഷ് മീഡിയത്തിൽ ഇവിടെ പഠിക്കും. അപ്പൊ ഇവിടെയും വലിയ പ്രശ്നമാണ്. ഇവിടെയും നമ്മുടെ പൈസയൊന്നും ഇല്ല. മാസം അടയ്ക്കണം. ഞങ്ങളുടെ കൂടെ പഠിച്ച 75% നോർത്ത് ഈസ്റ്റിലെ നാഗാലാൻഡുകാരാണ്, മണിപ്പൂര്, ആസാം. ഇവർക്ക് അവർ ഗവൺമെന്റ് കൊടുക്കും, അവർ വീട്ടുകാർ കൊടുക്കും, അവർ ചർച്ച കൊടുക്കും സ്റ്റൈഫൻഡ്. നമുക്ക് ആരും തരാനില്ല. നമ്മൾ കരയാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. നമ്മള് എല്ലാവരുടെ മുമ്പിൽ സന്തോഷവും ചിരിച്ചും ഒക്കെ പോകത്തുള്ളൂ. പക്ഷെ പ്രേട്ടവർ കയറി നെഞ്ചത്ത് കൈ അമർത്തി പിടിച്ച് കരയാൻ തുടങ്ങി. കർത്താവേ, ഭജനം പഠിക്കാൻ വന്നു, കുമ്പനാട്ടായിരുന്നു, പപ്പ ഉണ്ടായിരുന്നു, പൈസ തരുമായിരുന്നു, ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞപ്പോൾ എന്റെ കൂടെ കുമ്പനാട്ട് പഠിച്ചൊരു അച്ഛൻ, സാമച്ചാൻ, കാലിഫോർണിയയില, റോയിച്ചാന്റെ ജ്യേഷ്ഠൻ. അപ്പൊ അച്ഛൻ എന്നോട് ഒരു വാക്ക് പറഞ്ഞിട്ട് പോയി, മോനെ എന്തെങ്കിലും ഒരു കഷ്ടം ഉണ്ടായാൽ നീ എനിക്കൊരു എഴുത്തെഴുതണം. അപ്പൊ എനിക്ക് അത് ഓർമ്മ വന്നു. അഡ്രസ് എടുത്ത് ഞാൻ കാലിഫോർണിയക്ക് എഴുതി. അച്ഛൻ, ഞാനിങ്ങനെ CUTRലുണ്ട്, എനിക്ക് പൈസയൊന്നും അടയ്ക്കാനൊന്നും ആരുമില്ല, ഇങ്ങനെ കഷ്ടപ്പെടുക, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞേ. അടുത്ത ആഴ്ച മുതൽ എനിക്ക് $100 വരിക, അമേരിക്കയിൽ നിന്ന് ലെറ്റർ. അപ്പൊ ആൾക്കാരെല്ലാം അവിടെ അന്ന് ഏറ്റവും കൂടുതൽ ലെറ്റർ പിന്നെ നോർത്ത് ഈസ്റ്റിനാ വരുന്നത്. പിന്നെ വരുന്ന അമേരിക്കൻ ലെറ്ററുകളെല്ലാം അങ്കിളിനെ വരത്തുള്ളൂ. അത് PJ ടൈറ്റസ് അപ്പോസ്റ്റൽ PJ ടൈറ്റസിനെ വരത്തുള്ളൂ. അപ്പൊ ആദ്യമായിട്ട് ഒരു സ്റ്റുഡന്റായ എനിക്ക് അമേരിക്കയിലെ ലെറ്റർ വരുന്നത്, അത് രാജേഷ് പിള്ള. അപ്പൊ ആൾക്കാർ ചോദിച്ചോണ്ട്, നിനക്കാരും ഈ അമേരിക്കയില്? ഞാൻ പറഞ്ഞു, അമേരിക്കയിലല്ല നമുക്ക് പിടുത്തം, നമുക്ക് മേളിലാണ് പിടുത്തം. സ്വതന്ത്രം മേളി പിടിച്ചാൽ അമേരിക്ക എന്നല്ല, ഇസ്രയേലിൽ നിന്ന് വരെ നമുക്ക് നന്മ വരും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇത് കുറഞ്ഞ വഴിവല്ലോ ആണോ? ദൈവം വിചാരിച്ചാൽ നമ്മുടെ വഴിയൊന്നും ആർക്കും തടയാൻ പറ്റത്തില്ല. തടഞ്ഞു വെച്ചാൽ നമ്മുടെ പെരുമാവൂരിലെ അപ്പച്ചൻ പറഞ്ഞതുപോലെ ഇത് വലിയ വെള്ളച്ചാട്ടമായി മാറും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ നന്മകളൊന്നും ആർക്കും തടഞ്ഞു വെക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവാത്മാവിനെ തടഞ്ഞു വെക്കാൻ പറ്റത്തില്ല. ഇത് വെള്ളച്ചാട്ടമായി മാറുന്ന സാധനമാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പഠിച്ച്, എൻ്റെ ഒരു സുഹൃത്തുണ്ട് എൻ്റെ കൂടെ ദമോയിൽ നിന്ന് വന്നതാ, അദ്ദേഹം ആഫ്രിക്കയിലെ മിഷണറിയാണ്. എനിക്ക് കിട്ടുന്ന പൈസ അദ്ദേഹത്തിന് ഞാൻ കൊടുത്ത്, റിജി കെ ജോർജ് എന്നാണ് പേര്, എന്റെ സ്നേഹിതനാണ്. അപ്പൊ ഹിമാചൽ പ്രദേശിലായിരുന്നു അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അവിടുന്ന് ഓസ്ട്രേലിയയില് ജീസസ് മിഷന്റെ കൂടെ ആയിരുന്നു. അങ്ങനെ ഓസ്ട്രേലിയയിലെ വലിയ സ്കൂൾ, ബൈബിൾ കോളേജൊക്കെ ഇപ്പൊ ആരംഭിച്ച അദ്ദേഹം. ഭയങ്കര അനുഗ്രഹമാണ്. നോക്കിക്കോണം, ദൈവം നമ്മളെ നടത്തുന്ന ഓരോരുത്തരെ രക്ഷപ്പെടാനും നമ്മളും രക്ഷപ്പെടാനും കർത്താവ് ഇങ്ങനെ നമ്മളെ ഉപയോഗിക്കുകയാണ്. അവിടുന്ന് പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നത് അറിയാം, കർത്താവേ
ഏറ്റവും ദരിദ്രമായ രാജ്യം. എവിടെ ചെന്നാൽ ഏറ്റവും വലിയ രീതി കഷ്ടപ്പെടാം. ഇതാണ് എന്റെ പ്രാർത്ഥന. അപ്പൊ ഈവൻ കർത്താവിനെ ഞാൻ പറഞ്ഞു ആഫ്രിക്കയിൽ അയച്ചാൽ അത് സന്തോഷമാണ്. എന്റെ മക്കൾ ചോദിച്ചു, അപ്പൻ എന്തിനാ ഇങ്ങോട്ട് ഈ കോഴഞ്ചേരിയിലെ ഞാൻ അസിസ്റ്റന്റ് പാസ്റ്റർ എന്ന് പറഞ്ഞപ്പോഴേ എന്റെ മക്കൾ ചോദിച്ചു, മൂത്തമോൻ ചോദിച്ചു, സ്റ്റേറ്റ്സ് എന്നാ അവന്റെ പേര്, അവനോട് ചോദിച്ചു അപ്പൻ എന്തിനാ ഇതൊക്കെ വിട്ടിട്ട് ഇവിടെ വന്നേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോനെ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാനാ ഈ കഷ്ടം ഞാൻ തിരഞ്ഞെടുത്തത്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് നല്ലൊരു വഴി വരുമ്പോൾ നിങ്ങൾ സാക്ഷ്യം പറയണം, എന്റെ അപ്പൻ നോർത്ത് ഇന്ത്യയിൽ വന്ന് കഷ്ടപ്പെട്ടു, പട്ടിണി കിടന്നു, വാടക കൊടുക്കാൻ പൈസ ഇല്ലായിരുന്നു, പെട്രോൾ അടിക്കാൻ പൈസ ഇല്ല, അനേകം പ്രാവശ്യം ഒത്തിരി കഷ്ടങ്ങൾ അനുഭവിച്ചു. അവിടുന്നാണ് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ച സുവിശേഷ വേലയ്ക്ക്. ഈ ഒരു വാക്കിന് വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. അല്ലെങ്കിൽ പാസ്റ്റർ ടി എസ് അബ്രഹാമിന്റെ കൂടെ നിന്ന് എനിക്ക് ഇങ്ങനൊരു അനുഭവത്തിലേക്ക് വരേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. ഞാൻ യേശുവിനെ സ്നേഹിച്ചു. അതിങ്ങനെയാണ് സംഭവിച്ചത്. ഞാൻ 1997 ഉറുഷ്യ വരുന്നത്. സായിച്ചാന്റെ അനിയൻ വകുപ്പ് ജോൺ ഇവിടെ ഉണ്ട്. അദ്ദേഹമാണ് എന്നെ വിളിക്കുന്നത്. എന്നോട് പറഞ്ഞു, മോനെ, എന്തെയും പൈസ ഒന്നുമില്ല, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, ദൈവം തരുന്നതുകൊണ്ട് നമുക്ക് കഴിക്കാം, നിനക്ക് ഇഷ്ടമാണോ വരാൻ? ഞാൻ പറഞ്ഞു, വരാൻ ഇഷ്ടമാണ്. നേരെ പെട്ടിയും എല്ലാം എടുത്ത് ഞാൻ തനിയെ ബരാമ്പൂരിൽ വരിക. ഈ ബരാമ്പൂർ വന്നപ്പോ ഒരു പ്രത്യേകത അറിയോ? നമ്മുടെ നാട്ടിൽ നിന്ന് കറക്റ്റ് വരുന്ന ട്രെയിൻ രാത്രി 2 മണിക്കായി ഇവിടെ നിർത്തുന്നത്. ഞാൻ ഉറങ്ങിപ്പോയി പാസ്റ്ററെ. അപ്പൊ എന്നെ വിളിക്കാനായിട്ട് ജോൺ മത്തായി പാസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ നടന്ന് പാസ്റ്റർ രാജേഷ് എന്ന് പറഞ്ഞ് വിളിച്ച് അദ്ദേഹം പോയി. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ആരോട് പറഞ്ഞത്, ബരാമ്പൂർ ഇറങ്ങുന്നില്ലെന്ന് ചോദിച്ചത്. ഞാൻ 2 പെട്ടിയുണ്ട്, ഒരു ബാഗ് ഉണ്ട്, ഒരു പെട്ടിയുണ്ട്. ആദ്യം ബാഗ് എടുത്ത് പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞ് കട്ടക്കിൽ ഇറങ്ങാനുള്ള ഒരു അച്ഛനുണ്ടായിരുന്നു, അരിപ്പാട്ടുകാരൻ. അദ്ദേഹം ആ പെട്ടി കുറച്ച് ദൂരം പോയിട്ട് തന്നു. ഞാനും ചാടി ഇറങ്ങി. ഞാൻ ആ പെട്ടി കൊണ്ടുവന്ന് എടുത്ത് അപ്പോഴാണ് മനസ്സിലായ എന്റെ പേഴ്സ് ആ ബാഗിന്റെ സൈഡിലാണ്. ആ ബാഗ് അതിനകത്ത് പേഴ്സ് പോക്കറ്റ് അടിച്ചോണ്ട് പോയി. പൈസ ഇല്ല കയ്യിൽ. 5 പൈസ ഇല്ലാതെ ബരാമ്പൂരിൽ രാത്രി 2:30 ആയപ്പോ ഞാൻ വന്ന് ഇറങ്ങി നിൽക്കുക. അവിടെ വെച്ച് ഉടനെ ദൈവാത്മാവ് എന്നോട് പറയാണ്, നീ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. നീ എങ്ങനെ ഇവിടെ ഇറങ്ങിയെന്ന് നിനക്ക് ദൈവം ഞാൻ അനുഗ്രഹങ്ങൾ തരുമ്പോ നീ എങ്ങനെ ഇവിടെ ഇറങ്ങിയെന്ന് നീ ആദ്യം ചിന്തിച്ചോളെന്ന് പറഞ്ഞു. അതിനൊരു അനുഭവമാന്ന് പറഞ്ഞു കേട്ടോ. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോ അതിനകത്ത് എന്റെ ലൈസൻസ് സ്കൂട്ടറിന്റെ, അയ്യോ ദൈവമേ, ലൈസൻസ് പോയല്ലോ. വേറെ രസമുണ്ട് ലൈസൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴേ. ഈ ദമോയില് അവിടെ ഒരു ലാംബോർഗിനി വണ്ടിയുണ്ട്. ലാംബോർഗിനി എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ലാംബി ഉണ്ടല്ലോ, അതിനെ ഞങ്ങൾ വിളിക്കുന്ന പേര് ലാംബോർഗിനി. അതാരെങ്കിലും 10 പ്രാവശ്യം സ്റ്റാർട്ടാക്കിയെങ്കിലേ 10 പേര് സ്റ്റാർട്ടാക്കിയെങ്കിലേ സ്റ്റാർട്ടാകത്തുള്ളൂ. അതാ ഞാൻ ഓടിക്കുന്നത്. അവിടെ ഓടിച്ച് ഒരു അപ്പച്ചൻ പയ്യ കിടപ്പുണ്ട്. അപ്പച്ചനെ ഞങ്ങൾ കൂടി രക്ഷിച്ചു. അടിച്ച് അപ്പച്ചനെ അവിടുത്തെ ദമോയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഞങ്ങൾ പിന്നെ ഒരു വൃദ്ധാശ്രമം ആരംഭിക്കുകയായിരുന്നു. അവിടെ ഒരു 10 വൃദ്ധന്മാരുണ്ടായിരുന്നു. ഞങ്ങൾ വഴി നിന്നൊക്കെ എടുത്ത് അവരെ അങ്ങനെ അപ്പച്ചന്റെ ഷേവ് ഒക്കെ ചെയ്ത്, ഭയങ്കര താടിയാണ്. ഞാനും റജി കൂടെ ഷേവ് ഒക്കെ ചെയ്ത് കണ്ണാടി കാണിച്ചിട്ട് ചോദിച്ചു, അഭി കൈസാഹേ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയാണ്, അഭി രാജീവ് ഗാന്ധിക്ക് സമാനേ. അപ്പം ഇതൊക്കെ കേൾക്കണമെങ്കിൽ കേരളത്തിൽ കിടക്കാൻ പറ്റുമോ? ഇതൊക്കെ കേൾക്കണമെങ്കിൽ കർത്താവിന്റെ നോർത്ത് ഇന്ത്യ വരണം നമ്മള്. ഞാൻ ഈ ലാംബിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് സഡൻ ബ്രേക്ക് പിടിച്ചപ്പോ ഒരു MIT വന്ന് എന്റെ പുറകിലെ സ്കൂട്ടറിന്റെ പുറകിൽ ഇടിച്ച്, അവന്റെ ഈ കഥകളി പോലെ ഇരിക്കുന്ന MIT ആണ്. ആ സാധനം ഒടിഞ്ഞു പോയി. മൺകാർ ഒടിഞ്ഞു പോയിട്ട് ഇവൻ എന്നോട് പൈസ ചോദിക്കും. ഞാൻ പറയണം, നിന്റെ അബ്കാ കലത്തിനാ, എന്റെ കലത്തല്ലല്ലോ, നീയല്ലേ പറയുമെന്ന് ഇടിച്ചേ. എനിക്ക് പൈസ വേണം, ഇത് അല്ലെങ്കിൽ മാലിക് എന്നെ അടിക്കുമെന്നൊക്കെ പറഞ്ഞത് അറിയാം. അപ്പൊ പോലീസുകാരൻ വന്നപ്പോ എന്തേലും അന്ന് ഇന്ത്യ ബൈബിൾ കോളേജ് പഠിച്ച ഐഡന്റിറ്റി കാർഡാ. നല്ല രസമാണ് കാണാൻ. ഈ പിന്നെ ഐഡന്റിറ്റി കാർഡ് നല്ല കളറൊക്കെയാ, താടിയൊക്കെ ആയിട്ട്. അന്ന് ഞാൻ താടി മീശയാ. അപ്പൊ പോലീസുകാരൻ വന്നിട്ട് ചോദിച്ചു, ദോനോക്കാ ലൈസൻസ് ദേഖോ എന്ന് പറഞ്ഞു. അപ്പൊ 2 പേരുടെ എന്റെ ലൈസൻസിന്, അപ്പൊ എന്റെ ലൈസൻസ് ഇല്ല. ഞാൻ കുമ്മനാട്ട് ബൈബിൾ കോളേജിലെ ഐഡന്റിറ്റി കാർഡ് എടുത്ത് കൊടുത്തു. അപ്പൊ അദ്ദേഹം നോക്കിയിട്ട്, ഈ പോലീസുകാർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. അവര് പറഞ്ഞ് INDIE എന്നോട് പറയുക. അടുത്ത വായിച്ചിരുന്നെങ്കിൽ എന്നെ അവിടെ പിടിച്ചു നിർത്തിയതാണ്. അടുത്ത ഇന്ത്യ ബൈബിൾ കോളേജ് കുമ്പനാണെന്നാണ് എഴുതിയേക്കുന്നത്. അങ്ങനെ ഈ ലൈസൻസിന്റെ കാര്യം പറഞ്ഞപ്പോ ഓർമ്മ വന്നാ, അങ്ങനെ ദൈവം കുമ്പനാട് ഐഡന്റിറ്റി കാർഡ് ലൈസൻസായി ദമോഹിൽ മാറ്റിയ ഒരു ചരിത്രം ദൈവം ഉണ്ടാക്കിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇവിടെ വന്നപ്പോ എന്താ പറഞ്ഞത്, നമ്മളിവിടെ ഒറീസയില് ബറാംപൂർ സ്റ്റേഷനിൽ വന്ന് പേഴ്സ് പോയ കഥയാ പറഞ്ഞത്. അതെ, പേഴ്സ് പോയ കഥ. ലൈസൻസ് ലൈസൻസ് പോയി. എന്തോ ഈ കർത്താവ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്
ഈ കള്ള പേഴ്സ് കൊണ്ട് തിരിച്ചു തന്നു. അവൻ പറയാ, പൈസ എടുത്തിട്ട് അവൻ പറയാണ്, ആരോ എടുത്തിട്ട് പോയിട്ട് പേഴ്സ് അവിടെ ഇട്ടതാ, ഇതിനകത്ത് ലൈസൻസ് കിടക്കുന്നത് കൊണ്ട് തന്നാ, എനിക്കറിയാം ഇവനെ എടുത്തിട്ട് പോയെന്ന്. ഒത്തിരി പൈസയൊന്നും ഇല്ലല്ലോ, മിഷണറിയുടെ അന്നത്തെ 27 വർഷം മുമ്പുള്ള പോക്കറ്റ് അല്ലയോ, ഒന്നും ഇല്ലാത്തൊരു പോക്കറ്റ് അല്ല. അതുകൊണ്ട് വലിയ പരിഭ്രമമൊന്നും ഇല്ലായിരുന്നു. എന്നാലും റിക്ഷയ്ക്ക് കൊടുക്കാൻ പൈസ ഇല്ല. ഞാൻ അതിനകത്ത് കയറി റിക്ഷക്കാരനെ വിളിച്ചു. അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഈ റോഡിലൂടെ അന്ന് പിടിച്ചുപറിയും കൊലപാതകവും നടക്കുന്ന സമയം, ഭയങ്കര പേടി സ്വപ്നമുള്ള ഒരു സ്ഥലമാണിത്. ഗുണ്ടകളുടെ നാടാ, ഭയങ്കരം കൊലപാതകം നടക്കുന്ന സ്ഥലമാണ്. അപ്പൊ എന്നോട് ചോദിച്ചു, അപ്പണോ ചോദിച്ചു, അപ്പണോ കീ കാമ കുറിച്ചോന്തി, ഏത് ജോലിയാ ചെയ്യുന്നത് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനേ ഈ ബോക്സറാന്ന് പറഞ്ഞു. എന്നെ കണ്ടു കഴിഞ്ഞാൽ അന്ന് ഭയങ്കര പിന്നെ കട്ട ശരീരമാണ്, ഭയങ്കര 6 പാക്ക് ഒക്കെ ആയിരുന്നു. അപ്പൊ ഇവൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, കാരണം അഥവാ എന്നെ ഇടവഴി കൊണ്ടുവന്ന് ഇവൻ വല്ലതും ചെയ്താൽ ഇവനത് പേടിച്ചോട്ടെ എന്ന് വിചാരിച്ചാൽ പറഞ്ഞതാ. ഏതായാലും എന്നെ അവിടെ കൊണ്ട് ഇറക്കി. എനിക്ക് പൈസ കൊടുക്കാനില്ലായിരുന്നു. ഞാനൊരു സായിപ്പ് തന്ന ഒരു അമേരിക്കൻ ഷർട്ട് ഉണ്ടായിരുന്നു, ഞാനത് അവന് ഗിഫ്റ്റ് കൊടുത്തു. നീ ഇത് കൊണ്ടുപോകണം പറഞ്ഞു. അവനത് സന്തോഷമായിട്ട് കൊണ്ടുപോയി. അങ്ങനെയാണ് ഒറീസയിൽ ഞങ്ങളുടെ ചരിത്രം ആരംഭിക്കുന്നത്. അങ്ങനെ വീണ്ടും ഞങ്ങൾ ഇങ്ങനെ വിവാഹത്തിന് വേണ്ടി ഒത്തിരി ആലോചിച്ചു. പിന്നെ പ്രശസ്തന്മാരായ ദേവാസന്മാരുടെ ജ്യേഷ്ഠന്റെ മക്കളെയൊക്കെ ആലോചിച്ചു. ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. പാസ്റ്റർ ഷാജിയപ്പോൾ എന്നോട് ചോദിച്ചു, അന്ന് വിവാഹം ആലോചിച്ച ജിജി വിവാഹം കഴിച്ചില്ലെങ്കിൽ നമുക്ക് വിവാഹം കഴിക്കാൻ പാസ്റ്റർക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇഷ്ടമാണ്. അങ്ങനെ പാസ്റ്റർ ഷാജിയപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവിന് എഴുതി അഡ്രസ് ഉണ്ടായിരുന്നു. ജിജിയുടെ വിവാഹം നടക്കുന്നില്ലെങ്കിൽ ജിജിയെ വിവാഹം കഴിക്കാൻ ഒറീസയിൽ ഇപ്പം മിഷണറി ആയി താമസിക്കുന്ന കർത്താവിന്റെ ദാസൻ തയ്യാറാണ്. ഇത് അവിടെ ചെല്ലുന്നതും ജിജിയുടെയും പല വിവാഹാലോചനകൾ മാറി മാറി പോവുക. ഒത്തിരി ഗൾഫ് ആലോചന വരുന്നുണ്ട്. പുള്ളിക്കാരി ഒരു കർത്താവിന് വേല ചെയ്ത ഒരു ദേവദാസനെ മാത്രം മതി, അതാരായാലും കുഴപ്പമില്ല, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോഴാണ് വീണ്ടും ഒറീസയിലെ മിഷണറി ആയ എന്റെ വിവാഹാലോചന വീണ്ടും ചെല്ലുന്നത്. അപ്പൊ അപ്പം പറഞ്ഞു, ഇത് ദൈവത്തിന്റെ ഹിതവാ, അങ്ങനെയാണ് നമുക്ക് വിവാഹം നടത്തിയേക്കാം. അങ്ങനെ തൃശ്ശൂരിൽ വെച്ച് ഡാനിയൽ അയ്യൂർ ദേവദാസനാണ് ഞങ്ങളുടെ വിവാഹം നടത്തി തരുന്നത്, ബ്ലസ് ചെയ്ത്. ഞങ്ങൾ അപ്പൊ തന്നെ നാട്ടിലേക്ക് 1 മാസം നിന്നു. നേരെ ഒറീസയിലെത്തി. പിന്നെ ഞങ്ങൾ മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ എല്ലാ വീടുകളിലും ട്രാക്ട് കൊടുക്കുവാണ്. ഭയങ്കര നിന്ദയും പരിഹാസമൊക്കെയാണ്. അവർക്കെല്ലാം ഭയങ്കര ദേഷ്യം. ഇവരുടെ ഉള്ളിൽ എന്തെന്നറിയോ, മതപരിവർത്തനമല്ലയോ, ഇതാണ് ഇവരുടെ ചിന്ത. ഇവർക്ക് ദൈവത്തെക്കുറിച്ച് പറയാൻ വന്നതോ സുവിശേഷം അറിയിക്കാൻ വന്നതൊന്നും അല്ലല്ലോ അവരുടെ ഉള്ളിൽ. നമ്മളെ അങ്ങ് ഭയങ്കര ഒരു വെറുപ്പോടെ നോക്കുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാർ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ ഒരു കാര്യം വായിച്ച് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ അതുപോലും അവർക്ക് വേണ്ട, അവർ സ്വീകരിക്കുന്നത് പോലുമില്ല. അവർ നമുക്കൊരു വെള്ളം പോലും തരത്തില്ല ഈ ചൂടത്ത്. ഈ വീടിന് വെളിയില്ല, ഗേറ്റിന് വെളിയിലെ അവർ നിർത്തത്തുള്ളൂ, അകത്തോട്ട് കയറ്റത്തില്ല. അങ്ങനത്തെ ഒരു സ്വഭാവവും സംസ്കാരമുള്ള ഒരു തലമുറ. ഒത്തിരി കഷ്ടപ്പെട്ടു. ജിജിയോട് ചാച്ചാ, നമ്മൾ മുമ്പിലായിട്ടുണ്ടായിരുന്നല്ലോ, അച്ഛൻ പാസ്റ്റർ വത്സനബ്രാമിന്റെ കണ്ണിലൂണിന്നാ അവരെന്നെ വിളിക്കുന്നത്. കണ്ണിലൂണി അല്ലയോ, എന്തിനാ ഇവിടെ കഷ്ടപ്പെടുന്നത്, നമുക്ക് പോകരുതോ. ഞാനും ദൈവമേ, ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചല്ലേ, നമ്മൾ കഷ്ടപ്പെടുത്താൻ പാടില്ല, ഏതായാലും പോയേക്കാം എന്നും പറഞ്ഞ് ഇങ്ങനെ ഉള്ളിൽ തിരിച്ചു പോകാനുള്ള പ്രിപ്പറേഷൻ നടക്കുക. അതായത് പാസ്റ്റർ ജേസബ്രാം മമ്മി പറഞ്ഞതാ, കഷ്ടപ്പാടുണ്ട്, പെട്ടെന്ന് തിരിച്ചു വന്നേക്കണം, അവിടെ നിന്ന് നിൽക്കരുത്. ഈ ഒരു ഉള്ളിൽ ഈ ഒരു വിളി കിടക്കുമ്പോഴാണ് കർത്താവിന്റെ ദാസൻ ഗ്രഹാം സ്റ്റേൻസിന്റെയും അദ്ദേഹത്തിന്റെ 2 മക്കളും അഗ്നിജ്വാലയിൽ രക്തസാക്ഷികളായി മാറുന്നു. ഞങ്ങൾ ഇവിടുന്ന് നേരെ ഞാനും ഭാവിച്ചാലും വണ്ടി കയറി മയൂരബഞ്ചിൽ കട്ടക്കിൽ ഇറങ്ങി. കട്ടക്കിൽ നിന്ന് മയൂരബഞ്ചിൽ ബസ്സിൽ കയറി. ബസ്സിൽ നിന്ന് ഈ ഗരുഡം വണ്ടി ഉണ്ട്, നമ്മുടെ മധ്യപ്രദേശിലേക്ക് ഉപയോഗിക്കുന്ന ഗരുഡം വണ്ടി, അതിനകത്ത് കയറി ബാരിപ്പത്തയിൽ ഇറങ്ങി. അപ്പോഴത്തേക്ക് പിന്നെ സംസ്കാരം നടന്നു കഴിഞ്ഞു. ശവസംസ്കാരം നടന്നു 3 പേരുടെയും. അല്ലാത്തൊരു ഭയങ്കര ദുഃഖം തളം കെട്ടി നിൽക്കുന്ന സമയം. ഞാനിങ്ങനെ പോകുമ്പോ ദാസനെ, ഞങ്ങള് കട്ടക്കയിൽ നിന്ന് മയൂരബഞ്ചിൽ നിന്ന് ബാരിപ്പത പോകുമ്പോ ഈ കുഗ്രാമങ്ങൾ കണ്ടിട്ട് ഞാൻ ചോദിച്ചു, ദൈവമേ, ഇത്രയും ഈ കിങ്സ് ലാൻഡിൽ നിന്ന് ഇത്രയും ദൂരം കടന്നു വന്ന് ഈ കാട്ടിനകത്ത് ഈ കുഷ്ഠരോഗികളെ ചികിത്സിക്കേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന് ഓസ്ട്രേലിയയിലൊക്കെ ഭയങ്കര രീതിയിൽ നല്ല രീതിയിലൊക്കെ ജീവിച്ചു പോരരുതോ? അപ്പൊ കർത്താവ് എന്നോട് പറയാണ്, എടാ, എല്ലാം സ്നേഹിച്ചാൽ എല്ലാം ത്യജിക്കും. ആമേൻ, ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ എന്നോട് ദൈവാത്മാ പറയുക. ഞങ്ങൾ അവിടെ ചെന്നു. ആന്റിയോട് ഞാൻ ഹല്ലേലൂയയുടെ എഡിറ്റർ, അദ്ദേഹം സ്വർഗീയതയുടെ എഡിറ്റർ. ഞങ്ങൾ 2 സമയം അനുവദിച്ചു. ഇന്ത്യൻ ഫ്രണ്ട് ലൈനും വീക്കും അതുപോലെ തന്നെ പിന്നെ ഇന്ത്യ ടുഡേ ഇവരെല്ലാം കൊണ്ട് ഭയങ്കര ഇന്റർവ്യൂ നടക്കുക. ആന്റി ഭയങ്കര ബോൾഡായിട്ടാണ് അതിന് അവർ ചോദിക്കുന്നത്. കാരണം അവർ അനാറ്റ്മിയ എന്ന് പറഞ്ഞാൽ അവർ സെക്കുലർ ക്വസ്റ്റ്യൻ, അവിടെ സെക്കുലറായിട്ട് ആന്റി വളരെ നല്ല ബോൾഡായിട്ടാണ് ഉത്തരം പറഞ്ഞത്. ഞങ്ങൾ 2 കയറിയിരുന്നു, ക്യാമറ ഓൺ ചെയ്തു, ഇന്റർവ്യൂ ആരംഭിച്ചു. ഒന്നും പറയണ്ട, പേർ വിളിക്കുന്നേരം എൻ പേരും കാണുമെന്നുള്ള പാട്ട് ഇംഗ്ലീഷിൽ അങ്ങോട്ട് പാടുന്നു. ഈ പാട്ട് പാടിയതും ആന്റിയുടെ കണ്ണിൽ നിന്ന്, ഗ്ലാഡിസ് ആന്റിയുടെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീര് വീഴുക. പിടിച്ചിട്ട് നിൽക്കുന്നില്ല. കാരണം
ഞങ്ങൾ ചോദിച്ചപ്പോ ആദ്യം പറഞ്ഞത് തിമോത്തിയുടെയോ ഫിലിപ്പിന്റെയോ ഫേവറേറ്റ് പാട്ടാൻ. ആ ആഴ്ച മുഴുവൻ ആ പാട്ട് പാടിയാ നടക്കുന്നത്. ഇവര് കൂടൂരിൽ നിന്ന് വെക്കേഷന് വേണ്ടി വന്നതല്ലയോ. 3 പേരും കൂടെ മനോഹർപൂരിലേക്ക് പോകാന്ന് പറഞ്ഞുള്ള തീരുമാനം എടുത്തപ്പോ അപ്പം പറഞ്ഞു, വേണ്ട മോളെ, നീ എസ്റ്ററിനോട് പറഞ്ഞു അമ്മയ്ക്കൊരു കൂട്ടായിട്ട് നിൽക്ക്. അതേതായാലും അത് ഭയങ്കരമായി എല്ലാം ദൈവം ഉചിതമായിട്ടല്ലേ ചെയ്യത്തുള്ളൂ. ഇവരവിടെ പോയി സുശനും പറഞ്ഞത് രാത്രി കിടന്നുറങ്ങുമ്പോ അമ്മ ശൂലമൊക്കെ കൊണ്ടുവന്ന് കുത്തി 3 പേരെയും അതിനകത്തിട്ട് അമ്മ കത്തിച്ച് അവരെ തീജാലയ്ക്കകത്ത് അങ്ങ് ഇടുക. ഈ കുഞ്ഞുങ്ങളെങ്കിലും വെറുതെ വിട്ടിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷെ അതുപോലും സമ്മതിച്ചില്ല. അവരെ കത്തിച്ചാമ്പലാക്കി ഒറീസയിലേക്ക് ആമേൻ പ്രൈസ് ദൈവത്തിന് വേണ്ടി അവര് വലിയൊരു എന്താ പറയുന്നത്, വലിയൊരു ത്യാഗമായി മാറി. അതെന്നെ ഭയങ്കരമായിട്ട് പിടിച്ച് കുലുക്കിക്കളഞ്ഞു. ഞങ്ങള് ആന്റിയുടെ അടുക്കല് ഇന്റർവ്യൂ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എന്റെ ഭാര്യ 5 മാസം ഗർഭിണിയാണ്, എനിക്കൊരു മകൻ ജനിച്ചാൽ ഗ്രഹാം സ്റ്റെയിൻസ് എന്റെ പേര് ഞാൻ ആദ്യം ഇടുമെന്ന് പറഞ്ഞു. ആദ്യത്തെ സ്റ്റെയിൻസ് എന്റെ മകനായിരുന്നു. ആയിരക്കണക്കിന് സ്റ്റേറ്റ്സിനെ കണ്ടിട്ട് ഇനി ഒറീസയിൽ നിന്ന് ഞാൻ പോകത്തുള്ളെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ആന്റിക്ക് വളരെ അഷുറൻസ് കൊടുത്ത് ഇന്റർവ്യൂ കഴിഞ്ഞു. ഞാൻ ഒറ്റ വാക്കുകൊണ്ട് ഇന്ത്യ സുവിശേഷീകരിച്ച വനിത എന്ന് പറഞ്ഞ് ഹല്ലേലൂയയിൽ ഞാനാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ഭയങ്കര സ്വീകാര്യമായിരുന്നു. എല്ലാവരും വായിച്ച് ഒത്തിരി പേർക്ക് അത് ഭയങ്കര ആശ്വാസമായിരുന്നു, ഭയങ്കര ഒരു എൻകറേജ് ആയിരുന്നു. ഏതായാലും കൊള്ളാം. തിരിച്ചു വരുമ്പോൾ എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ചോദിച്ചു, നിനക്ക് കുമ്പനാട്ടിലേക്ക് പോകണോ, നിനക്ക് സ്ഥാനം വേണോ, നിനക്ക് പൈസ വേണോ, നിനക്ക് എന്തോ ഇനി വേണ്ട എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, എനിക്ക് ഒറീസയിൽ എനിക്ക് വേണ്ടി ജീവിക്കാൻ പറ്റുമോ, എന്റെ കഷ്ടപ്പാടുകൾ കൊണ്ട് നിനക്ക് മുമ്പോട്ട് ഓടാൻ പറ്റുമോ, ഞാൻ നിന്റെ കൂടെ കാണും, ഞാൻ നിന്നെ കൈവിടത്തില്ല, എല്ലാ സമയവും ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് എന്നെ ഒരു കർത്താവ് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ഒറീസയെ കുറിച്ച് ശരിയായ വിഷൻ കിട്ടുന്നത്. എന്റെ ലൈഫ് ആ മഹാനായ മിഷണറി അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങൾ അവരുടെ ജീവൻ ത്യാഗമായി തന്നപ്പോൾ എന്നെ പോലെ ആയിരക്കണക്കിന് ദൈവദാസന്മാർ ഈ ദേശത്ത് വരുവാനും ഒറീസയെ സ്നേഹിക്കാനും ഒറീസയുടെ പല വിവിധമായ സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേലയിൽ ക്രൈസ്തലോട് മുന്നേറുവാനും ഇടയായി തീർന്നത് ഈ സംഭവത്തിലൂടെയാണ്. ദൈവത്തിന് സ്തോത്രം. അതോടുകൂടെ ഞങ്ങള് കുഷ്ഠരോഗ കോളനികളിൽ കയറാൻ തുടങ്ങി. അവരുടെ വ്രണങ്ങൾ കെട്ടിക്കഴിയുവാൻ, അവരെ സഹായിക്കാൻ, അവർക്ക് മെഡിസിൻ കൊടുക്കാൻ, അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ, അനാഥരായ കുഷ്ഠരോഗികളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് നമ്മുടെ ഓർഫനേജിൽ നിർത്തി അവരെ പഠിപ്പിച്ച് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച് അനേകരിന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ് അവർ കോളേജിൽ കയറി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒക്കെ പ്രൈസലോട് സഹായിപ്പാൻ ദൈവം ഞങ്ങളെ ഇടയാക്കി. 2010 ആയപ്പോൾ എന്റെ കഷ്ടത മാറി. ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കഷ്ടത വേണ്ട. ഞാൻ വാടക കൊടുക്കാനില്ലാതെ 6 മാസം പോലും വാടക കൊടുക്കാനില്ലാതെ ഹൗസ് ഓണർ വരുമ്പോൾ ഞാനും ജിജിയും എവിടെങ്കിലും പോയി പാത്തിരിക്കും. ഞങ്ങളെ കണ്ടാൽ വാടക ചോദിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് സ്ട്രീറ്റിലാണ് അവർ താമസിക്കുന്നത്. എന്നാൽ എപ്പോഴെങ്കിലും എന്താ പറയുക, എന്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാല്, ഞാൻ ഡോക്ടർ പോൾ പിള്ളയുടെ ഒരു പുസ്തകം വായിച്ചു, ദ മാൻ ഓഫ് ഏലിജ. അതിനകത്ത് അദ്ദേഹത്തിന്റെ ഒരു കൊട്ടേഷൻ ഉണ്ട്, ഇഫ് യു ആർ എ റിയൽ മാൻ ഓഫ് ഗോഡ് ദ ക്രോ വിൽ ഫോളോ യു, നോട്ട് യു. നീ യഥാർത്ഥമായ ഒരു ഏലിയാവാണെങ്കിൽ നിന്റെ പുറകെ കാക്ക വരും, നീ കാക്കയുടെ പുറകെ പോകണ്ട. ദൈവത്തിന്റെ സ്തോത്രം. എന്റെ ജീവിതത്തിൽ ഞാനത് എപ്പോഴും പ്രാർത്ഥിക്കും. കഷ്ടത വരുമ്പോ, കർത്താവേ, ഞാൻ ഒരു ഏലിയാവാണെങ്കിൽ എന്നെ തേടി അങ്ങയുടെ കാക്ക വരണം. ദൈവത്തിന്റെ സ്തോത്രം. ദേവദാസന്മാർ പൈസയുടെ പുറകെ ഓടിയെന്ന് ഒരിക്കലും പറയരുത്. ഞാൻ അതിനല്ല ഈ ദേശത്ത് വന്നത്. സൂപ്പർ സൈക്ലോൺ അടിക്കുമ്പോൾ ദേവദാസനെ 10,000 പേരാ ഗ്രഹാം സ്റ്റെയിൻസിന്റെ 3 മക്കൾ പോയപ്പോൾ ഈ ദേശത്ത് നിന്ന് 10,000 ജീവനാ നഷ്ടപ്പെട്ടത്. ഒരു വലിയ ശാപമാണ് ഈ ദേശത്ത് വന്ന് കയറിയത്. അന്ന് മുതൽ 10-15ഓളം വലിയതും ചെറുതുമായ സൈക്ലോൺ ഈ ഒറീസയെ പ്രഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിയാമോ, ദൈവത്തിന്റെ ദാസന്മാരെ തൊടാൻ പാടില്ല. അവരെ തൊട്ടാൽ അവരുടെ കൃഷ്ണമണിയെ തൊടുന്നതിന് തുല്യമാണെന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ കണ്ട് അനുഭവിച്ചു. ഭയങ്കര കൊടുങ്കാറ്റ്. ഞങ്ങൾ താമസിച്ച വീടിനെ ഉലച്ച് മരങ്ങളെല്ലാം തകർന്ന് താഴെ വീണു. ഭയങ്കര 150-200 വർഷമുള്ള മഹർഷിമാരൊക്കെ എനിക്ക് ഇരുന്ന് തപസ് ചെയ്യുന്ന മരങ്ങളുണ്ടായിരുന്നു. എല്ലാം തകർന്നു പോയി. ഇവിടെ ഒരു ബരാപൂരിനെ ഉടച്ചു വാർത്ത് കളഞ്ഞു ദൈവം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് എന്റെ സുഹൃത്ത് കാലിഫോർണിയയിൽ ഉണ്ടായിരുന്നു, സമച്ചാൻ. എനിക്ക് 2,10,000 രൂപ 10,000 രൂപ എന്റെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കാനും 10,000 രൂപ പാവങ്ങളെ സഹായിക്കാൻ. അങ്ങനെ പല സഭകളിൽ കടന്നു ചെന്ന് പ്രൈസലോട് പാസ്റ്റർമാരെ സഹായിച്ച് ഒരു വലിയ അരിവിലിൽ പോയി ഒരു വലിയ വണ്ടിക്കകത്ത് അരി കയറ്റിക്കൊണ്ടുവന്ന് എല്ലാവരും സർക്കാർ ഗവൺമെന്റ് സഹായിക്കുന്നതിന് മുൻപ്, ഗവൺമെന്റ് സഹായിക്കാൻ പതുക്കെ കിട്ടത്തുമില്ല, അവരെ സഹായിക്കാനിടയായി തീർന്നു.
ഇന്ന് സഭകളെല്ലാം ഇന്ന് ബരാപ്പൂരിൽ ഭയങ്കരമായ ഒരു കുതിപ്പിലേക്ക് വന്ന് നിൽക്കുക. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അന്ന് നമ്മൾ തീരുമാനിച്ച് കുമ്പനാട്ട് പോയിരുന്നെങ്കിൽ ആരുടെയെങ്കിലും പ്രൈസലോട് ചേർന്ന് കാലും പിടിച്ചു വലിച്ച് അവരെ മറിച്ചിട്ട് നമ്മൾ അതിനകത്ത് കയറി ഇരുന്ന് ആവശ്യമില്ലാതെ ഒലിവ് വൃക്ഷം പ്രൈസലോട് എന്താ പറഞ്ഞത്, ഭരിക്കാനും നടന്ന് ഒലിവ് വൃക്ഷത്തിന്റെ ഗുണവും നഷ്ടപ്പെട്ട് നമ്മള് വേറൊരു അവസ്ഥയിലോട്ട് മാറുമായിരുന്നു. എന്നാൽ തമ്പുരാൻ അതിന് ഇടയാക്കിയില്ല. തമ്പുരാന്റെ പ്രൈസ്തലും അനുഗ്രഹങ്ങളും കൊണ്ട് അനേകരെ പ്രാർത്ഥിക്കുവാൻ, അനേകരെ സഹായിപ്പാൻ, അനേകരുടെ കണ്ണുനീരൊപ്പുവാൻ, അനേകർ നമ്മൾ ചെല്ലുന്ന വലിയ സന്തോഷമായി സ്വീകരിപ്പാൻ ഇടയായി തീർന്നതോർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ്തലോട് ഹല്ലേലൂയ. അങ്ങനെ നമുക്കൊരു സഭയുണ്ട് ഇവിടെ, ഓർഫനേജ് തൊട്ടടുത്ത് തന്നെ ആ ബിൽഡിങ്ങിൽ തന്നെയാണ്, ഒറ്റ ക്യാമ്പസിൽ തന്നെയാണ്. മോളിൽ ആൺകുട്ടികൾ, താഴെ പെൺകുട്ടികള്. പ്രശ്നം ഇപ്പൊ 4ാമത്തെ ബാച്ചാ പ്രൈസലോട്. അവർ പഠിച്ചിറങ്ങി IT പഠിക്കുന്നു. ചിലര് കേരളത്തിൽ ബൈബിൾ കോളേജ് പഠിക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷമാണ് അതൊക്കെ നമുക്ക് കേൾക്കുമ്പോ. നമ്മൾ പഠിപ്പിച്ച കുഞ്ഞുങ്ങൾ ഒരു 250 പാട്ടെങ്കിലും അവർക്ക് കാണാൻ അറിയാം. ദൈവത്തിന്റെ സ്തോത്രം. ബൈബിൾ വചനം പഠിപ്പിച്ച് അങ്ങനെ ഭയങ്കര മിടുക്കന്മാരാക്കി ഒരു മിനി ബൈബിൾ കോളേജാണ് ഈ പ്രൈസലോട് കുട്ടികളുടെ ആശ്രമം. അവർക്ക് വലിയ സന്തോഷമാണ്. നമ്മൾ ചാരിറ്റബിൾ വർക്ക് ചെയ്യുന്നു. റോഡ് സൈഡിൽ കിടക്കുന്നവരെ ഭക്ഷണം കൊടുക്കുകയും അവർക്ക് ബ്ലാങ്കറ്റുകൾ വിതരണം ചെയ്യും. എല്ലാ വിന്റർ സമയത്തും ബ്ലാങ്കറ്റുകൾ വിതരണം ചെയ്യും. നമ്മള് പ്രൈസലോട് എല്ലാ വാടകയാണ് മൊത്തം ഞങ്ങൾ താമസിക്കുന്നത്. ചർച്ച്, ഓർഫനേജിലെ ആൺകുട്ടികളുടെ പെൺകുട്ടികളുടെ എല്ലാം വാടകയാണ്. പക്ഷെ എങ്ങനെ ഇത് നടക്കുന്നതെന്ന് ചോദിച്ചാൽ കർത്താവ് നടത്തുന്നു. പത്രോസ് കടലിന്റെ മേളിൽ കൂടെ നടന്നതുപോലാണ് രാജേഷ് മാസ്റ്റർ ബരാമ്പൂരി നടക്കുന്നത്. പ്രൈസലോട് ഹല്ലേലൂയ. കർത്താവ് ഇങ്ങനെ നോക്കുന്നു, ഞാൻ നടക്കുന്നു. ഏതായാലും ഒരു കടഭാരവും വന്നിട്ടില്ല. എനിക്ക് കടം മേടിക്കുന്നത് ഭയങ്കര പാടാണ്, ഭയങ്കര വിഷമമാണ്. ആരെങ്കിലും ഒരു 5000 രൂപ കടം മേടിച്ചപ്പോൾ കൊടുക്കുന്നവരെ എനിക്ക് ഉറക്കമില്ല, ഭയങ്കര ടെൻഷനാണ്. അതുകൊണ്ട് ഞാൻ കടം മേടിക്കത്തില്ല. കർത്താവ് മാക്സിമം എവിടുന്നെങ്കിലും കാക്കയെ അയക്കും, ഞാൻ വാടക കൊടുക്കും. അഥവാ എന്തെങ്കിലും കൂടിയ പെട്ടെന്ന് ഗൾഫിലോട്ടോ ഒരു ചെറിയൊരു ഹ്രസ്വ യാത്രയുണ്ട്, അവിടെ പോയി കിട്ടുന്ന പൈസ കൊണ്ടത് കടമൊക്കെ വീടി അരിക്കാരന് കൊടുക്കേണ്ടത് അരിക്കാരന് കൊടുക്കും. പ്രൈസലോട് ഗ്രോസറിക്കാരന് കൊടുക്കേണ്ടത് ഗ്രോസറിക്കാരന് കൊടുക്കും. വാടകക്കാരന് കൊടുക്കേണ്ടത് എന്തെങ്കിലും കുറിച്ചുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കും. അങ്ങനെ ഏതായാലും സന്തോഷമായിട്ട് മുമ്പോട്ട് പോകുന്നു. മോനെ ബാങ്കിലെ 3ാമത്തെ വർഷം ജോലിയായി. സ്റ്റെയിൻസ് പ്രൈസലോട് അവന് എന്നെ പാർട്ടായിട്ട് സഹായിക്കുന്നു. ലീഡ് ചെയ്യുകയും ഇംഗ്ലീഷിൽ മെസ്സേജ് കൊടുക്കുകയും ചെയ്യുന്ന മോനാണ്. അപ്പം മൊത്തത്തിൽ ബൈബിൾ കോളേജിലേക്ക് പോകാനുള്ള ഒരു ടേണിംഗ് പോയിന്റിലേക്ക് അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ നിർബന്ധിച്ചിറക്കരുത്. പിന്നെ കഷ്ടം വന്ന ഉടനെ നമ്മൾ വിളിച്ച് പറയത്തില്ല, അപ്പനാണ് എന്നെ പിടിച്ച് ഇതിനകത്ത് ഇറക്കിയത്. അതുകൊണ്ട് അപ്പനെ എപ്പോഴും കുറ്റം പറയേണ്ട കാര്യമില്ല. കർത്താവ് വിളിക്കുമ്പോൾ കർത്താവിന്റെ സമയത്ത് ഇറങ്ങിക്കോണം. നിന്നെ ആന്റിയോട് പറഞ്ഞേക്കുന്നത് നീ ഒരു മിഷണറി ആക്കാന്നാ പറഞ്ഞേക്കുന്നത്. ഞങ്ങളത് പ്രാർത്ഥിക്കുന്നുണ്ട്, അവനോട് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും സമയമാകുമ്പോൾ അവനും കർത്താവിന് വേലയ്ക്ക് ഇറങ്ങി. ഈ 3 പേരെയും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്തു. മോള് പിന്നെ BSc നേഴ്സിംഗ് ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മോൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വളരെ സന്തോഷകരമായിട്ട് ജിജിയുടെ കാര്യം പറയുന്നത് ഭയങ്കര രസമാണ്. പുള്ളിക്കാരി ഇവിടെ വന്ന് 1 വർഷം ചിരിച്ചു. ഒറിയ ഭാഷ അറിയത്തില്ല, ആര് ചോദിച്ചാലും ചിരിക്കും. പാസ്റ്റ് എന്തെന്ന് ചോദിച്ചാൽ ചിരിക്കും. മാർക്കറ്റിൽ പോയെന്ന് ചോദിച്ചാൽ ചിരിക്കും. എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ ചിരിക്കും. അങ്ങനെ 1 വർഷം ചിരിച്ചു. 2ാമത്തെ വർഷം മുതല് ഇവിടുത്തെ കുഞ്ഞുങ്ങൾ, ഓർഫനേജിലെ കുഞ്ഞുങ്ങള് പുള്ളിക്കാരിയെ ഒറിയ പഠിപ്പിച്ചു, ബൈബിൾ വായിക്കാൻ പഠിപ്പിച്ചു. ഇന്ന് ഒറിയക്കാരെക്കാട്ടിൽ ഫ്ലുവന്റ് ആയിട്ട് ഒറിയ സംസാരിക്കുന്ന ഒരു സഹോദരിയാണ് എന്റെ ഭാര്യ. ദൈവത്തിന് സ്തോത്രം. നല്ല വോയിസ് ഓഫ് ഒഡീഷ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ഉണ്ട്. അത് ഞാൻ മലയാളം, പുള്ളിക്കാരി ഒറിയലാണ് ട്രാൻസ്ലേഷൻ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളുടെ യൂട്യൂബ് കാണുമ്പോൾ അറിയാം പുള്ളിക്കാരിയുടെ ഫ്ലുവന്റ്. എന്നെ പഠിപ്പിച്ചത് നമ്മുടെ അച്ചായനാണ്. അച്ചായനെ പഠിക്കുന്നു, എന്നെ പഠിപ്പിക്കുന്നു. അപ്പോ ഒകാരം ഒത്തിരി കയറി വരും. ഒകാരം ഇവിടെ അകാരം, ഇവിടുത്തെ ഒകാരമാണ് ഒച്ചന്തി, അസന്തു, വസന്തു, ജാവന്തു, ഗാവന്തു. അപ്പൊ ഇങ്ങനെയാണ് പാടുക, ഓടുക, ഇരിക്കുക, വന്നാട്ടെ എന്നൊക്കെ പറയുന്നത് അകാരത്തിലാണ്. അപ്പൊ തികച്ചും ഇവിടുത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന ജിജിയാണ്. അതുകൊണ്ട് ജിജി പറയുമ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യും. ഞങ്ങളപ്പോ 2 സ്റ്റേറ്റിലേക്ക് മനസ്സിലാകാത്ത രീതി, ഞാൻ മലയാളത്തിൽ, പുള്ളിക്കാരി ഒറിയലുമാണ്, ഞങ്ങൾ ചർച്ച ലീഡ് ചെയ്തുകൊണ്ട് പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ സന്തോഷകരമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു, അനുഗ്രഹമായി പോകുന്നു. കർത്താവിന്റെ കൃപയാൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഇനി എന്തെങ്കിലും പ്രസംഗിക്കായിട്ട്? എനിക്കറിയാം പാസ്റ്റർ ജീവിതാനുഭവങ്ങൾ പറഞ്ഞു, മിഷണറി അനുഭവങ്ങൾ, പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യയിൽ കണ്ട ദൈവിക അത്ഭുതങ്ങളെക്കുറിച്ച്, മറക്കാനാവാത്ത അനുഭവങ്ങളെക്കുറിച്ച്, ദൈവത്തിൻ്റെ പ്രൊവിഷൻസിനെ കുറിച്ച്, അങ്ങനെ എന്തെങ്കിലും നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് കൈമാറാനുള്ള മറക്കാനാവാത്ത അനുഭവങ്ങളുണ്ടെങ്കിൽ പറയാം കേട്ടോ. തീർച്ചയായിട്ടും. ഞാൻ 2010 കൊന്തമാൾ പ്രോസിക്യൂഷൻ ആരംഭിക്കുന്നത്. നമ്മൾ 2010 നമ്മള് വളരെ കഷ്ടത്തിലൂടെ പോകുന്ന സമയം. അന്ന് ഓർഫനേജ് ഇല്ല. ഞങ്ങള് 4-5 വീടുകളിലൊക്കെ പോയെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ ഒത്തിരി അതങ്ങനെ ദാനം ചെയ്തവരൊന്നും അല്ല. കർത്താവിന്റെ വേലയ്ക്ക്
കൈത്താങ്ങൽ ചെയ്യുന്നവരല്ല നമ്മുടെ നാട്ടിലെ പോലെ. അപ്പോ ഞങ്ങള് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്ന, ആ ഒരു പെൺകുട്ടി ഭൂതബാധിതയായിരുന്നു, സുജാത എന്ന പേര്. അവരുടെ വീട്ടിൽ ചെന്ന് ഈ പെൺകുട്ടിയുടെ ഭൂതത്തെ കാസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് ചെന്നപ്പോ, അന്ന് എന്റെ ഭാര്യ മൂന്നാമത്തെ കുഞ്ഞ് സ്റ്റീവിനെ ഗർഭം ധരിച്ച അവസ്ഥയായിരുന്നു. അപ്പോ ഞാന് കാസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് അടുത്ത് വന്നപ്പോൾ ഈ ഭൂതം ബാധിച്ച സഹോദരി പറയാണ്, നിന്റെ ഭാര്യ വെളുത്ത ഒരു സുന്ദരിയാണ്, നിന്റെ ആ ഭാര്യയിൽ ഒരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിനെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ചലഞ്ച് ചെയ്തു ഭൂതമായിട്ട്, ഒരു എൻകൗണ്ടറാ, നിനക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ കൊല്ലാൻ നിനക്ക് സാധിക്കുമെന്ന് ഞാൻ കാണിച്ചാണെന്ന് പറഞ്ഞ ആ പ്രോഗ്രാമിന്റെ സ്ഥലത്തുനിന്ന് എന്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് ഞാൻ ചെന്ന് ഞങ്ങൾ രണ്ടും കൂടെ കാസ്റ്റ് ഔട്ട് ചെയ്തു. അതങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, പക്ഷേ അത് വലിയൊരു കെണിയായി. ഞങ്ങൾ കാസ്റ്റ് ഔട്ട് ചെയ്ത് ആ ഭൂതം പോയി, ആ പെൺകുട്ടി സൗഖ്യമായി, സ്ഥാനപ്പെട്ടു, അമ്മ സഭയിൽ വരാൻ തുടങ്ങി. പക്ഷെ എന്റെ മോൻ ജനിക്കുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ ഇവര് ബ്രോങ്കൈറ്റിസ് ആസ്മ മരണത്തോട് മല്ലടിക്കുക. ഈ മരണത്തോട് മല്ലടിച്ച് ഇളയ മോനാണ് എന്റെ അപ്പനെ പോലെ ഇരിക്കുന്നത്. എന്റെ അപ്പന്റെ അപ്പൻ ഗോവിന്ദപിള്ള, അദ്ദേഹം അന്നത്തെ ഏടാൻ ഈ കായംകുളം കൊച്ചുണ്ണിയുടെ ശിഷ്യനായ പനച്ചോന്തി വേലുവിനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത ചരിത്രമുണ്ട് പുള്ളിക്കോട്ടും. അപ്പോ എന്താ പറയാ, ഈ അപ്പനെ പോലെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇവന് ഭയങ്കര സ്നേഹമാണ്. അതേ നീളവും അതേ രീതിയൊക്കെയാ. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ ഇവനെ എനിക്ക് നഷ്ടപ്പെടുമോ? അപ്പൊ നമുക്ക് കേരളത്തിൽ നിന്ന് സഹായം അയച്ചു തരുന്നത് റോയിച്ചാനാണ്. അന്ന് എനിക്ക് എന്തോ പിന്നെ ഓപ്പൺ ബൈബിൾ എന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യുന്നത്, ഓപ്പൺ ബൈബിൾ അസംബ്ലിയുടെ കൂടെ അന്ന് വർക്ക് ചെയ്യുന്നത്. റോയിച്ചാനാണ് സപ്പോർട്ട് ചെയ്യുന്നത്, കേരളത്തിൽ നിന്ന് വരുന്നത്. അപ്പൊ ഇവിടെ വരുമ്പോൾ ചെക്ക് മാറുമ്പോൾ കുറെ സമയം എടുക്കും. അങ്ങനെ 10-25 ദിവസം എടുക്കും. നമ്മുടെ പൈസ വരുമ്പം പലപ്പോഴും പൈസ നമ്മുടെ കാണത്തില്ല കേട്ടോ. അപ്പോ ഈ കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഓടി എന്റെ ഭാഷ 15 ദിവസം ഹോസ്പിറ്റൽ, ഡോക്ടർ, 15 ദിവസം വീട്ടില്, 15 ദിവസം കഴിയുമ്പോൾ വീണ്ടും കൂടും. ഈ കൊച്ചു കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഞങ്ങൾ ഈ 2 കുഞ്ഞുങ്ങളെ വീട്ടില് രാത്രിയിലാണ് ഈ രോഗം വരുന്നത്, അന്ധകാര ശക്തി. ഞങ്ങള് ലോക്ക് ചെയ്തിട്ട് ആരും ഞങ്ങളുടെ കുഞ്ഞിനെ നോക്കാനില്ല. ഞങ്ങൾ ഈ കൊച്ചു കുഞ്ഞിനെ കൊണ്ട് ഡോക്ടറിന്റെ അടുക്ക പോകും. അവിടെ ഭയങ്കര ആളാ, ഒരു കോമൺവെൽത്ത് ഡോക്ടറുണ്ട്, അദ്ദേഹത്തെ കാണാനായിട്ട് ആ ദേശത്തുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് മാതാപിതാക്കളെല്ലാം വരും. ഞങ്ങളെ കാണുമ്പോൾ ഒരു സ്നേഹം തരും. ഇച്ചിരി സമയമാകുമ്പോൾ സ്റ്റീവിന്റെ പപ്പ മമ്മി കയറി വരാൻ അദ്ദേഹം വിളിക്കും ഞങ്ങളെ. അദ്ദേഹത്തിന് നല്ലൊരു ബഹുമാനമുള്ള ഒരു ഡോക്ടറാണ്, ഡോക്ടർ രവികുമാർ സത്പതി അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ ഞങ്ങള് പിന്നെ അന്ന് സഭായോഗം കഴിഞ്ഞ് വീട്ടിനകത്ത് നടക്കുന്ന സഭായോഗം എല്ലാരും പോയി കഴിഞ്ഞപ്പോ ജിജി ഇച്ചിരി ചോറെടുത്ത് വായിക്കകത്ത് ഉരുളി ഉരുട്ടി കൊടുത്തപ്പോ അത് എന്റെ പാസ്റ്ററെ ഈ തൊണ്ടയ്ക്കകത്ത് കുരുങ്ങിപ്പോയി. കുഞ്ഞിന്റെ കണ്ണെല്ലാം അവിടെ തള്ളി, ശ്വാസവും ഇല്ല. അതിനു മുമ്പ് ഒരു സഭയിൽ ഞാൻ ചെന്നപ്പോ റോയിറ്റി ഫിലിപ്പ് എന്ന് പറഞ്ഞ ഒരു പ്രവാചകൻ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇത് നിങ്ങൾക്ക് ഒരു അറ്റാക്കിലൂടെ തിരിച്ചു കിട്ടിയതാണ്, ഒരു കാസ്റ്റ് ഔട്ടിങ്ങില് ഒരു ഭൂതം നിങ്ങൾ തിരിച്ചടിച്ച, സാരമില്ല, ഇതിന് 3 മാസമേ ഉള്ളൂ, അത് കഴിഞ്ഞ കുഞ്ഞ് പരിപൂർണമായി സൗഖ്യമാകുമെന്ന് പറഞ്ഞു. ഇപ്പൊ വേണ്ട, കുഞ്ഞിന് ശ്വാസമില്ല, കുഞ്ഞ് മരിക്കാൻ പോകുന്നു. ജിജി ഈ കുഞ്ഞിനെ എടുത്തിട്ട് വന്നിട്ട് തൂക്കി പിടിച്ചിട്ട് പറയും, പപ്പ പോയി സ്റ്റീവ് ഇല്ല, മരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവേ അങ്ങയുടെ വാഗ്ദത്വം എവിടെ? പ്രൈസ് ദി ലോർഡ്, എവിടെ? ആമേൻ, അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ മോനെ സൗഖ്യമാക്കാം. ഞാനിത് അറിയോ, കാലയിൽ ഇങ്ങനെ പിടിച്ച് കീഴ്ക്കാൻ തൂക്കായിട്ട് നിർത്തിയിട്ട് പുറത്ത് യേശുവിന്റെ നാമത്തിൽ ജയം എന്ന് പറഞ്ഞ ഒറ്റ അടിയെ കാണിച്ചു. ഏതായാലും പോവല്ലോ. എന്റെ ദൈവത്തിന്റെ കൃപ കൊണ്ട് എന്റെ കുഞ്ഞ് പെട്ടെന്ന് ഒരു ഡിവൈൻ ബ്രീത്ത് കയറി വന്നു പാസ്റ്ററെ. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ പറയട്ടെ, ഭയങ്കരമായിട്ട് എന്നെ മരണത്തിൽ നിന്ന് ഒത്തിരി രക്ഷിച്ചിട്ടുണ്ട്. എന്റെ കല്യാണം അടുത്തു, ഞങ്ങള് കല്യാണക്കുറിയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഹെബ്രോനിൽ ചെന്ന് പപ്പയും മമ്മയും വിളിച്ചു. അതിനുശേഷം കുറിയന്നൂരിൽ പോയി സായിച്ചാന്റെ വീട്ടിലോട്ട് പോയി. സായിച്ചാന്റെ വീട്ടിൽ അന്ന് രാത്രി താമസിക്കുമ്പോഴാണ് ഞങ്ങളുടെ വീട്ടില് ഞങ്ങളുടെ തെങ്ങ് കയറുന്ന ഒരു കർഷകനാ. അന്ന് മദ്യവെച്ച് അദ്ദേഹം പറഞ്ഞ് 2-3 വീട്ടിൽ ചെന്നിട്ട് തെങ്ങ കയറ്റുന്നില്ല. പൊന്നപ്പാ നീ കയറണം, നീ മദ്യവെച്ച് നീ തെങ്ങ വീടി മരിച്ചു എന്ന് പറഞ്ഞാണ്. അപ്പോ അമ്മ പറഞ്ഞ് കർജനിച്ച് ഞാൻ ഇവിടെ കയറും, ഈ തെങ്ങ കയറിയിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് അന്ന് കയറിയതാ. ഇദ്ദേഹം കയറി തെങ്ങിന് വേളി നേരെ ആൾക്കാരൊക്കെ നോക്കി നിൽക്കേ, തേങ്ങ വാക്കത്തി കൊണ്ട് തെങ്ങ വെട്ടുകയും ആ തേങ്ങയിൽ വെട്ടുകൊള്ളാതെ അത് ആ വീശിന്റെ ആയത്തിൽ ഇദ്ദേഹം താഴെ വീഴുകയും റോഡിൽ വീണ് ഓൺ ദ സ്പോട്ടിൽ മരിക്കുക. അവിടെ ഞാൻ പറഞ്ഞില്ലേ, ഞാനില്ലേ തെങ്ങ് നമ്മുടെ അമ്മ ഇല്ലാത്തപ്പോ ചെറുപ്പത്തില് 10ാം ക്ലാസ്സിലേക്ക് പഠിക്കുമ്പോ തെങ്ങ കയറി മോഷ്ടിച്ച് തേങ്ങ ഇടാൻ കയറി. 1987 ഇ കെ നായനാറിന്റെ റിസൾട്ട് കേൾക്കുകയും കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ജയിക്കുകയും അതിന്റെ സന്തോഷത്തിൽ നമുക്ക് സിനിമയ്ക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് തെങ്ങ കയറി തേങ്ങ ഇടുകയും വേഗം കയറിയതാ പഴുത്തവടലെ പിടിച്ച് ഞാൻ താഴോട്ട് പോകും. തലയും കുത്തി താഴെ വീണു.
ബോധം പോയി. എല്ലാവരും പറഞ്ഞു, കറുത്തിപ്പള്ളി താലൂക്ക് മുഴുവൻ പറഞ്ഞു രാജേഷ് മരിച്ചുപോയി, തെങ്ങേന്ന് വീണ്. എന്നെ അരിപ്പാട്ട് ചെന്നു. അരിപ്പാട്ട് നേരെ ആലപ്പുഴയിൽ കൊണ്ടുപോയി. അമ്മാച്ചൻ കൊണ്ടുപോയി. അമ്മ വന്നില്ല. അമ്മ അരിപ്പാട്ട് വരെ വന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഇതുപോലെ പ്രാർത്ഥിക്കുക, ദൈവമേ എന്റെ തലേ കൈവച്ച് എന്നോട് പ്രവചനം പറഞ്ഞാൽ എന്റെ മോൻ പാസ്റ്റർ ആവുമെന്ന്. അവൻ മരിക്കുവോ? മരണത്തിന് ബോഡി കൊണ്ട് പോയിരിക്കും ആലപ്പുഴയിൽ. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ശ്വാസം വിടും, എനിക്ക് ബോധം വീണു. ദൈവത്തിന് സ്തോത്രം. നമ്മളെ കുറിച്ച് ദൈവത്തിന് പ്ലാൻ ഉണ്ട്. എന്റെ മകൻ മരിക്കാനായിട്ട് പോയപ്പോൾ ആ വിശ്വാസം എന്നിലും വന്നു. ഞാൻ പറഞ്ഞു, എന്റെ മോനെ എനിക്ക് തിരിച്ചു തരുമെന്ന് പറഞ്ഞതാ, എന്റെ മോൻ രക്ഷപ്പെടണമെന്ന് പറഞ്ഞു. അങ്ങനെ 3 മരണത്തിൽ നിന്ന് എന്റെ മോനെ ദൈവം അത്ഭുതകരമായി രക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. അത് തന്നെയല്ല, ഞാൻ തിരുവനന്തപുരത്ത് പഠിച്ചപ്പോൾ സായിപ്പന്മാരും ഒക്കെ ആയിട്ട് അവിടെ ഒരു മാറാമല എന്ന് പറഞ്ഞൊരു മലയുണ്ട് സായിപ്പിന്. ഒരു 500 ഏക്കർ ഭയങ്കര സ്ഥലമാണ്. അവിടെ ഈ ആനകൾ വീണും ചത്ത് പോകുന്ന ഒരു ആനപ്പള്ളം എന്നാണ് അതിന്റെ പേര്. ഞങ്ങളോട് അവിടെ കുളിക്കാൻ പോകല്ലേ, അവിടെ ഭയങ്കര ഡേഞ്ചറാന്ന് പറഞ്ഞു. അപ്പൊ ഞാന് നമ്മുടെ ആലപ്പുഴക്കാരനല്ലയോ, ആലപ്പുഴക്കാരന്റെ ശക്തി കാണിക്കാൻ വേണ്ടി മത്സ്യച്ചാട്ടവും ഡൈവിങ്ങും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്റെ ഒരു സുഹൃത്ത് പത്തനംതിട്ടക്കാരനാ, ടി തോമസ് എന്ന് പറയും, ഒരു പാസ്റ്റർ മോനാ. എന്നോട് പറഞ്ഞ്, രാജേഷ് എന്നെ കൂടെ അക്കരെ ഒന്ന് കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. മുതലയുടെ പുറത്ത് കുരങ്ങ് കയറിയ പോലെ അവൻ കയറിയിരുന്നു. എന്നെ കഴുത്തെ കയറി പിടിച്ചു. പക്ഷേ ഞങ്ങൾ രണ്ടും കൂടെ പാറയുടെ മുകളിൽ നിന്ന് താഴോട്ട് ജമ്പ് ചെയ്തു. പിന്നെ പൊങ്ങി വരുന്നില്ല. ഇപ്പൊ ഭയങ്കര വെയിറ്റ് ഉള്ളവരല്ലേ, ഇവിടെ നീന്തലറിയത്തില്ല. എനിക്ക് നീന്തലറിയാം, പക്ഷെ എന്നെ വിടുന്നില്ല. ഞങ്ങൾ അവിടെ കിടന്ന് മരണശ്വാസം. ഏതായാലും ഞാൻ ആ വെള്ളത്തിനകത്ത് മുഖത്തോട് മുഖം തിരിഞ്ഞു വന്ന് ഇദ്ദേഹത്തെ ചവിട്ടി ഒരു കല്ലിന്റെ ഇടയിൽ വെച്ച് രക്ഷപ്പെടുത്തി ഞാനും രക്ഷപ്പെട്ടു. അപ്പൊ ഈ കർത്താവിന് ഒരാളെ കുറിച്ച് ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയും, നാഷണൽ പെർമിറ്റ് വണ്ടി വന്ന് ഇടിച്ചാൽ പോലും ചാകത്തില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ പ്ലാൻ തീർത്തിട്ടേ ദൈവം നമ്മളെ വിടത്തുള്ളൂ. ഹല്ലേലൂയ. ജീവിതത്തിന്റെ അനുഭവത്തിൽ പറയുക, ഇങ്ങനെ അനേക കാര്യങ്ങൾ. ദൈവത്തിന് സ്തോത്രം. വാടക കൊടുക്കാനായിട്ട് പൈസ ഇല്ലാതെ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. സ്കൂളിൽ ഇതുപോലെ തന്നെ മക്കള് സ്കൂളിൽ പഠിക്കുന്നു, ഇംഗ്ലീഷ് മീഡിയമാണ്. എല്ലാ വർഷവും ഒരു നല്ലൊരു എമൗണ്ട് 3 പേർക്കും അടയ്ക്കണം. കത്തലിക് സ്കൂളിലാണ് പഠിക്കുന്നത്, സെന്റ് ജോസഫ് കോൺവെന്റ് സ്കൂള് വരാപ്പം. അന്ന് നമ്മുടെ സുഹൃത്ത് അമേരിക്കയിൽ നിന്ന് എനിക്ക് പൈസ അയച്ചുതരാന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഇത് കുതികാലിന് ഒരു ഓപ്പറേഷൻ ഉണ്ട്. ആ ഓപ്പറേഷൻ കഴിഞ്ഞ് അദ്ദേഹം വിശ്രമിക്കുക, ഓഫീസിൽ വരുമ്പോൾ അയക്കാന്നാ പറഞ്ഞത്. ഞാൻ ചെന്ന് സിസ്റ്റർമാരോട് പറഞ്ഞു, ഈ ബിഗ് ഒരു എമൗണ്ടാ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എമൗണ്ട് അല്ലയോ, അത് തരാൻ ഇച്ചിരി താമസിക്കണം, ഇച്ചിരി സാവകാശം തരണമെന്ന് പറഞ്ഞു. ഇവര് തരാന്ന് പറഞ്ഞിട്ട് പിന്നെ മക്കളെ സ്കൂളിൽ നിന്ന് വെളിയിലാക്കി. ഞാന് കരച്ചിൽ, ദൈവമേ എന്തു ചെയ്യും, ആരോട് ചോദിക്കും? മിഷണറിമാരല്ലയോ, എവിടെ ചെല്ലും? എങ്കിലും ഞങ്ങള് ഒരു വീട്ടിൽ 3 ദിവസം ഉപവാസം വെച്ചിരിക്കുക. ഞങ്ങൾ രണ്ടുപേരും രാവിലെ ഒരുങ്ങി പോകാനായിട്ട് ഒരുങ്ങുമ്പോ അങ്കിൾ ഫോൺ എടുത്തിട്ട് ചോദിച്ചു, പക്ഷേ രാവിലെ വരുത്തില്ലെന്ന് ചോദിക്കും, എത്ര മണിക്കാ വരുന്നതെന്ന് ചോദിക്കും. അന്ന് അങ്കിൾ ഫോൺ എടുത്തപ്പോ പിള്ളേർ 2 ദിവസമായിട്ട് മക്കള് ഫോൺ എടുക്കുക. അപ്പൊ ഇവര് രാവിലെയാണല്ലോ ഇവിടുത്തെ സ്കൂളിൽ, നമുക്കറിയാം ഇവര് സ്കൂളിൽ പോയിട്ടില്ല. ആന്റി ചോദിച്ചു, മക്കള് സ്കൂളിൽ പോയിട്ടില്ല? ഇല്ല, ഞങ്ങളെ സ്കൂളിൽ നിന്ന് വെളിയിലാക്കിയെന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങളത് ഞങ്ങൾ അറിഞ്ഞില്ല, കണ്ടില്ല. ഞങ്ങള് വലിയ കാര്യത്തെ ഉപവാസത്തിന് വേണ്ടി നല്ല മിടുക്കന്മാരായി എണ്ണയൊക്കെ പൂശി ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു പോയി ഉപവാസത്തിലിരിക്കുമ്പോ ഈ ആന്റി ഞങ്ങളെ നോക്കി കരയുക. ഇത്രയും കഷ്ടം വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഉപവസിക്കുവാണോ? ഒരു വാക്ക് പറയണ്ടേ മാസ്റ്ററെ? അപ്പോൾ കുറിച്ചക്കാര് നമ്മൾ കേരളക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. കാരണം നിങ്ങൾ വേറെ രീതിയിൽ തെറ്റായിട്ട് അത് എന്താണ് ധരിച്ചാൽ അത് ദൈവവേലയ്ക്ക് മോശമല്ലേ. കാരണം പീജറ്റായിട്ട് സംഘം പറഞ്ഞിട്ടുണ്ട്, എന്ത് കഷ്ടം വന്നാലും നല്ല നല്ല വൃത്തിയുള്ള ഷർട്ടും പാന്റും അവരെ ഇഞ്ചി ചെയ്ത് നല്ല സുമുഖന്മാരായിട്ടേ കർത്താവിന് വേല ചെയ്യാവുള്ളൂ. നമ്മളെ കണ്ടാൽ പറയരുത്, എന്താ ഇവൻ പട്ടിണി കിടക്കണ, ഇവൻ ഒന്നും ഇല്ലാത്തവനാണെന്ന് പറയാൻ പാടില്ല. ഇതാ ഇവരുടെ പോളിസി. അപ്പൊ ഇത് നമ്മുടെ ഉള്ളിലുണ്ട്. അദ്ദേഹം തീസപ്രവാനെ പോലെ തന്നെ സ്നേഹിച്ച ഒരു ഭയങ്കര ദേവദാസനാണ് കേട്ടോ. എന്നെ മിസ്റ്റർ പിള്ളേനെ വിളിക്കത്തുള്ളൂ. എന്റെ കൂടെ നിൽക്കാമെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങളെ എന്നെ സപ്പോർട്ട് ചെയ്തവരൊക്കെ ഉണ്ട്, അവരുടെ കൂടെ കുറച്ചുനാൾ വർക്ക് ചെയ്യുന്നതിൽ മോശമല്ലയോ എന്ന് പറഞ്ഞ സ്നേഹത്തോടെ ആ ക്ഷണം നിരസിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വലിയ താല്പര്യമാണ് അദ്ദേഹത്തിന്റെ ഒരാളായിട്ട് നമ്മുടെ ഒറീസയിൽ നിൽക്കാനായിട്ട്. എന്നോട് ഭയങ്കര സ്നേഹം. മരിക്കുമ്പോഴൊക്കെ ഞാൻ ഉണ്ടായിരുന്നു കൂടെ. അപ്പൊ അങ്ങനെ എന്താ പറയുന്നത്, ഞങ്ങള് ഉപവാസത്തിലിരിക്കുക. ഞാനും ജിജി അന്ന് ഉപവാസം കഴിഞ്ഞ് ഡൈനിങ് ടേബിളിന്റെ അപ്പുറവും ഇപ്പുറമായിട്ട് ഇങ്ങനെ കുഞ്ഞുങ്ങൾ 3-4 ദിവസമായി സ്കൂളിൽ പോയിട്ട് ഫീസ് അടയ്ക്കാനില്ല. 10-25,000 രൂപ അന്നത്തെ കാലത്ത് അടയ്ക്കണ്ടയോ? എന്ത് ചെയ്യും? വിഷമിച്ചിരിക്കുക. അപ്പൊ ഞാൻ ജിജിയോട് ചോദിച്ചു, ഇന്ന് രാത്രി ദൈവം അത്ഭുതം ചെയ്താൽ ജിജിക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ അവളെ എല്ലാം ഇങ്ങനെ നോക്കി, ഈ രാത്രിയിൽ എവിടാ ദൈവം അത്ഭുതം പ്രവർത്തിക്കും എന്നുള്ള ഒരു ചിന്ത പോലെ പറഞ്ഞില്ല. പക്ഷെ മിഷണറി ജീവിതമല്ലയോ. എന്നാൽ അദ്ദേഹത്തിന്റെ മോൻ ഇവിടെ ടാറ്റയിൽ വർക്ക് ചെയ്യുക. ടാറ്റ നാനോ കമ്പനിയിൽ അന്ന് വർക്ക് ചെയ്യുന്നത്. ഇവർ ഈ വിഷയം ആ മോനോട് പറഞ്ഞപ്പോ മോൻ പറഞ്ഞു, ഞാൻ ഫീസ് അടച്ചോളാം, പാസ്റ്ററോട് ഒന്നുകൊണ്ട് വിഷമിക്കണമെന്ന് പറയാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എന്നെ പൈസ അക്കൗണ്ടിലോട്ട് ഇട്ടിട്ട് എന്ന് പറഞ്ഞു, പക്ഷേ മക്കളുടെ പഠിത്തത്തിനുള്ള 1 വർഷത്തെ പഠിത്തത്തിനുള്ള ഫീസ് അടച്ചിട്ടുണ്ട്, പാസ്റ്റർ ധൈര്യമായിട്ട് കർത്താവിന് വേല ചെയ്തോളാം പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം.
നമ്മളെ അയച്ചിരിക്കുന്ന ദൈവത്തിനെ നമ്മൾ വരുന്നതിന് മുമ്പ് കുറച്ച് അറേഞ്ച്മെന്റ് ചെയ്തിട്ട് നമ്മളിങ്ങോട്ട് വിട്ടേക്കുന്നത്. അതെനിക്കറിയാം. ഞങ്ങൾ താമസിച്ച് തന്നെ 18 വർഷം ഒരു ബ്രാഹ്മണന്റെ വീട്ടിലാണ്. ഈ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ദൈവം പറഞ്ഞത് നിങ്ങൾക്കൊരു സമാധാന പുരുഷനെ ഞാൻ തരുമെന്ന്. ആ ഒരു സമാധാന പുരുഷനായിരുന്നു അദ്ദേഹം ഈ കൊറോണ വരെ. അദ്ദേഹം പറയും, വാടക കൊടുത്ത് തന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് വരുമ്പോൾ തന്നേച്ചാൽ മതി, നിങ്ങൾ എൻ്റെ മകനും നിങ്ങളുടെ ഭാര്യ എൻ്റെ മകളുമാണ്, എൻ്റെ മക്കളെ പോലെ തന്നെ ഞാൻ സ്നേഹിക്കുന്നത്. അദ്ദേഹത്തിന് 7 8 വീട് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ വന്നതിന് ശേഷമാണ് ഇദ്ദേഹത്തിന് ഒത്തിരി വെച്ച് ഉയർച്ച കിട്ടിയത്. ഒരു അരിമില്ലുണ്ടായിരുന്നു 2 മില്ല് വരുമെന്ന് പറഞ്ഞു, 2 മില്ല് കിട്ടി. മോളെ ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ ആൾ വന്ന് വിവാഹം കഴിക്കുമെന്ന് പ്രവചിച്ചു പറഞ്ഞായിരുന്നു. അത് അതുപോലെ തന്നെ സംഭവിച്ചു. അപ്പൊ ഇങ്ങനെ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് നമ്മുടെ ചാരിറ്റി അവരുടെ മില്ലിനല്ലയോ ലക്ഷക്കണക്കിന് അരി മേടിച്ച് എല്ലാവർക്കും വിതരണം ചെയ്ത്. അപ്പൊ അവർക്ക് നമ്മളെ കുറിച്ച് നല്ല ധാരണയുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത്, എങ്ങും പോയി ചോദിക്കാൻ പാടില്ല, ഗ്യാസോ എന്തെങ്കിലും വേണമെങ്കിൽ എന്റെ അടുക്ക് പറയണം, ആന്റി ഉണ്ട് ഇവിടെ, ആന്റിയോട് വന്ന് ചോദിച്ചോണെന്ന് പറയും. ഇങ്ങനെ ഒരു സമാധാന പുരുഷനെ 16 വർഷം ഞങ്ങൾക്ക് തന്നു. ദൈവത്തിന്റെ സ്തോത്രം. ആ വീട്ടിൽ താമസിക്കാൻ. അതിനുശേഷമാണ് നന്മകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ദൈവദാസന്റെ ജീവിതത്തിൽ കഷ്ടം വരുന്നത് എന്തുകൊണ്ട് നന്മയ്ക്കാണ്. കാരണം നമ്മൾ ഇത് ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഒരു കണ്ണുനീരൊക്കെ വരുത്തുള്ളൂ. അല്ലാതെ ഏതാ പറഞ്ഞത്, ഇല്ലെങ്കിൽ ഗ്ലിസറിനൊക്കെ ഇട്ട് ആരെങ്കിലും ഒക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ നമുക്ക് അങ്ങനെ അറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ അനുഭവിച്ചറിയാനുള്ള ഒരു ഭാഗ്യം, അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചോദിച്ചതും അതാണ് എനിക്ക് ദൈവം തന്നതും. അത് ഭയങ്കര രസം എന്താണെന്നറിയോ, ഞാന് വിശാഖപട്ടണത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമായി ഈ ദുബായിലൊക്കെ ഒന്ന് പോകണം. ഇത്രയും കഷ്ടപ്പെടുമല്ലയോ കർത്താവേ, അവിടെയൊക്കെ ചെന്ന് ഒക്കെ പോയിട്ട് വരുമ്പോൾ നമ്മുടെ അവസ്ഥയ്ക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാകും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിശാഖപട്ടണത്ത് ചെന്നു കേട്ടോ. വിശാഖപട്ടണത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പ്രവാചകൻ പ്രവചിച്ചു പറഞ്ഞു, 3 മാസം കഴിയുമ്പോൾ നിങ്ങൾ കയറാത്ത ഒരു വാഹനത്തിൽ കയറുമെന്ന് പറഞ്ഞു. നമ്മളത് കേട്ടിട്ടുണ്ടാവും. എന്നോട് പറഞ്ഞു, ഞാനിപ്പോ സന്തോഷിച്ചു. തിരിച്ചു വന്ന് എന്റെ ഭാര്യയോട് പറഞ്ഞു, ശരി ഗമയിലൊക്കെ ഞാൻ പറഞ്ഞു, ജിജി അച്ഛൻ പറക്കാൻ പോവാ, നീ ഇങ്ങനെ കണ്ടു, എങ്ങോട്ടാ അച്ഛൻ പറക്കാൻ പോകുന്നേ, കയറാത്ത വാഹനത്തിൽ കയറുമെന്ന് പറഞ്ഞു. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ചൂടായിക്കൊണ്ട് ഇങ്ങനെ കർത്താവിന്റെ സന്നിധിയിലിരുന്ന് പ്രാപിക്കുകയാണ് യാത്ര ചെയ്യാനായിട്ട്. അപ്പോഴാണ് അടുത്ത് ഒരു പോലീസ് വണ്ടി വന്നിട്ട് എന്നെ ചെയ്യും. ആ പോലീസ് വണ്ടിക്കകത്ത് അതൊരു പുതിയ വാഹനമാണ്. ഞങ്ങളെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഞങ്ങളൊന്നും അറിയുന്നില്ല. അപ്പൊ അടുത്ത ജിജിയുടെ ഒരു കൂട്ടുകാരുടെ മോള് 50 പവൻ സ്വർണം എടുത്തുകൊണ്ട് കാമുകന്റെ കൂടെ ഒളിച്ചോടി. അപ്പൊ ഈ പെൺകുട്ടി പോകാൻ നേരത്ത് ജിജി ആ കുട്ടിയുടെ അമ്മയുടെ സുഹൃത്തായതുകൊണ്ട്, മമ്മി വിഷമിക്കരുത്, ആന്റി അവിടെ ചെന്ന മമ്മിയെ സാന്ത്വനിപ്പിക്കണമെന്ന് വിളിച്ചു പറയാനായിട്ട് ഫോൺ ചെയ്തതാ. പക്ഷേ ആ ഫോൺ ഞങ്ങൾ എടുത്തില്ല, ഞങ്ങൾ പ്രാർത്ഥനയിലായതുകൊണ്ട്. അപ്പം ഇത് SP അടുക്ക പോയി, സൈബറിൽ പോയി, ഇപ്പോ 7 8 മിസ്ഡ് കോൾ വന്ന് കിടപ്പുണ്ട്. ഈ SIമാർക്ക് അറിയത്തില്ല മിസ്ഡ് കോൾ എന്തുവാ, മെസ്സഞ്ചർ എന്തുവാ. ഇവർ ചോദിക്കുവാണ്, നിങ്ങളുടെ ഭാര്യ SMS അയച്ചിട്ടുണ്ട്, ആ SMS എന്തുവാ, ഇവരെവിടാ പോയി, എവിടെയെങ്കിലും പോയി മരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേണം ഉത്തരവാദിത്വം പറയാൻ. ഞാൻ പറയും, സാറേ ഞങ്ങളെ കണ്ടോ? ആ കണ്ടു. ഞങ്ങൾ സ്വർണം ഇടുന്നവരാണോ? അല്ല. പിന്നെ ഞങ്ങൾ സ്വർണത്തിന് വേണ്ടി എന്തെങ്കിലും ക്രൈം ചെയ്യുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? അതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ കണ്ടാൽ അത് പറയും, എന്നെ കണ്ടിട്ട് കളനെ പോലെ ഇരിക്കുന്നത്. ഇന്ന് വരെ ഒരു മനുഷ്യൻ പോലും പറഞ്ഞിട്ടില്ല എന്നെ കണ്ടാൽ കളറുണ്ട്. അദ്ദേഹത്തിന് മാത്രമേ മനസ്സിലായുള്ളൂ ഞാൻ കളറാണ്. ഞാൻ പറഞ്ഞ ഏതായാലും ദൈവം അനുഗ്രഹിക്കട്ടെന്ന് പറഞ്ഞ് എന്നെ ജിജി മാറി മാറി ക്വസ്റ്റ്യൻ ചെയ്ത് ഒന്നും കിട്ടിയില്ല. പിന്നെ അവര് ടവർ വെച്ച് ബരാമ്പൂരിലെ ഒരു ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു. 2 പേരും പിടിച്ചുകൊണ്ട് തിരിച്ചു വന്നു. അവര് വേറൊരു വിവാഹം കഴിച്ചു, മലയാളി വിവാഹം കഴിച്ച പെൺകുട്ടി പോയി. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നോക്കണമേ, ഞാൻ ജിജിയോട് പറഞ്ഞു, ഇത് ഡ്യൂപ്ലിക്കേറ്റാ. സാത്താൻ ദൈവം ഒരു ഒറിജിനൽ മെസ്സേജ് പറഞ്ഞാൽ, ദൂത് പറഞ്ഞാൽ അതിന് ഡ്യൂപ്ലിക്കേറ്റ് സാത്താൻ അടിക്കും. നീ കണ്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ആഴ്ച എനിക്ക് ദുബൈയിലേക്ക് വിസ കിട്ടുന്നു. ഞാൻ കയറി പോന്നു. ഈ സാക്ഷ്യം അടക്കം പല സ്ഥലങ്ങളിൽ പ്രസ്താവിക്കാൻ തുടങ്ങി. ദൈവ മഹത്വം, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം കാണുവാനായിട്ട് ദൈവം പല പ്രാവശ്യം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമുക്ക് അനേക സ്ഥലങ്ങളിൽ 10-40ഓളം ദൈവദാസന്മാര് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഞാൻ 5 ഡിസ്ട്രിക്റ്റിൽ, ഓരോരോ ഡിസ്ട്രിക്റ്റിൽ 5 പാസ്റ്റർമാരെ സപ്പോർട്ട് ചെയ്യുക. ദേവദാസന്മാരെ സഹായിച്ചാൽ അവർക്ക് ഡയറക്റ്റ് ആ പൈസ കൊടുക്കും. അവരുടെ വൗച്ചർ ഒപ്പിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫോൺ പേയിൽ അയച്ചു കൊടുക്കുന്നതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്നവർക്ക് ഞങ്ങൾ കൊടുക്കും. അങ്ങനെ വളരെ വിശ്വസ്തമായ രീതിയിൽ മുമ്പോട്ട് പോകുന്നു. കഷ്ടങ്ങളും ഒക്കെ വേണം, എങ്കിൽ മാത്രമേ ഈ ആത്മീയയാത്ര സന്തോഷമാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവം നമ്മളെ പതുക്കെ അനുഗ്രഹിക്കുന്നു. നമ്മളിലൂടെ ഈ എന്താ പറഞ്ഞ അദ്ദേഹത്തിന് പേര് നമ്മുടെ ലുലു മാളിന്റെ MD പറയുന്ന പോലെ അദ്ദേഹം പണക്കാരനാകുന്നത് കൂടെ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും വലിയ അനുഗ്രഹത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞ വേണം. നമ്മൾ മാത്രമല്ല വലിയ ആളാകേണ്ടത്, നമ്മുടെ കൂടെ നിൽക്കുന്നവർ വലുതാകണം. ചില നേതാക്കന്മാർക്ക് ചില ചിന്തകളുണ്ട്, അവർ മാത്രമേ നേതാക്കന്മാരാകാവുള്ളൂ.
അവർക്ക് മാത്രമേ പൈസ കിട്ടുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം വീണ്ടും വീണ്ടും താഴേക്ക് പോകണം. അങ്ങനെ ഒരു മനോസ്വഭാവം വെച്ചുകൊണ്ട് ജീവിച്ചാൽ നമ്മുടെ മിനിസ്ട്രി ഒരിക്കലും നന്നാകത്തില്ല. നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നതോട് കൂടെ നമ്മുടെ കൂടെ ഉള്ളവരും അനുഗ്രഹിക്കപ്പെടണം. അങ്ങനെ ഒരു ചിന്തയാണ്. ദൈവത്തിന്റെ കൃപ കൊണ്ട് വളരെ അനുഗ്രഹമായി മുമ്പോട്ട് പോകുന്നു. പല സ്ഥലങ്ങളിലും കൺവെൻഷനുകൾ ഉണ്ട്. ഈ മാസം ഞാനും ജിജിയാണ് എന്റെ വക്താവ്. IPCയുടെ സ്റ്റേറ്റ് കൺവെൻഷനുകൾ, ഡിസ്ട്രിക്ട് കൺവെൻഷനുകൾ, അതുപോലെ തന്നെ അനേകരെ ദൈവദാസന്മാർ ഞങ്ങളെ വിളിക്കുകയും ദൈവത്തിന്റെ കൃപ കൊണ്ട് ഒത്തിരി മീറ്റിങ്ങുകളും ഒക്കെ ഒറിയ ഭാഷയിൽ സംസാരിക്കാനും ഒക്കെ ദൈവം സഹായിക്കുന്നു. അപ്പോൾ എല്ലാവരും നശിച്ചു പോകുന്നു, എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു, ഇവനെ ഇനി കൊള്ളത്തില്ലെന്നും പറഞ്ഞ അനേക സ്ഥലങ്ങളിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിക്കുകയും മാതാവിന്റെ കണ്ണുനീര് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. മാതാവിന്റെ കണ്ണുനീര് ആ തുരുത്തിയിൽ ദൈവം സൂക്ഷിക്കുന്നതുകൊണ്ട് ഞാൻ പറയട്ടെ, എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കൾക്ക് ഞാൻ ഒരു സന്ദേശം കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ച് കരഞ്ഞു. ഒരിക്കലും ആ കരച്ചിൽ വ്യർത്ഥാവാകത്തില്ല. കാരണം എനിക്ക് വേണ്ടി കരഞ്ഞ ഒരമ്മ, ആ അമ്മയുടെ കണ്ണുനീർ കണ്ട് സ്വർഗത്തിലെ ദൈവം വിടുവിച്ചെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കരച്ചിലിനെ കാണുന്ന ഒരു ദൈവമുണ്ട്, അതിന് ഉത്തരം തരുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് വളരെ ശക്തമായി നമ്മൾ നിന്നുകൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ ഇവിടെ വളരെ വിശ്വസ്തമായി നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ വഴിയിലൂടെ ഇങ്ങനെ സ്കൂളിൽ പോകുമ്പോൾ, നിരനിരയായി പോകുമ്പോൾ, മേഴ്സി മിഷനിലെ കുഞ്ഞുങ്ങളാ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് അല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല, ഇവരോട് സുവിശേഷം പറയാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ട്രാക്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഈ കുഞ്ഞുങ്ങളാണ് ട്രാക്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രവൃത്തികളാണ് ട്രാക്ട്. അല്ലെങ്കിൽ ഇവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ എവിടുന്നെങ്കിലും കുഷ്ഠരോഗികളെ സഹായിക്കും. അവർക്ക് ബിരിയാണി, കഴിഞ്ഞ പ്രാവശ്യം കോളനിയിൽ 2 ആടിനെ മേടിച്ച് അതിനെ ശരിയായിട്ട് പാകം ചെയ്ത് ബിരിയാണി ഉണ്ടാക്കി കുഷ്ഠരോഗ ഇന്ന് വരെ അവർക്ക് ആരെങ്കിലും ഒക്കെ സാധാരണ ചോറൊക്കെ കൊണ്ട് കൊടുക്കുന്നുള്ളേ. പക്ഷെ പാസ്റ്റർ രാജേഷ് കൊടുത്തത് എന്ന് പറഞ്ഞാല് ബിരിയാണി, ചിക്കൻ മട്ടൺ ബിരിയാണി. അവരെല്ലാം ഭയങ്കര സന്തോഷിച്ചു. ഇങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല. നമ്മൾ കൊടുക്കുന്ന ബ്ലാങ്കറ്റ് വെറും പ്രൈസലോട് ഈ ചീപ്പ് റേറ്റിലെ ആൾക്കാർ മേടിക്കുന്നത്. ഞാൻ അങ്ങനെയല്ല, ഏറ്റവും നല്ലത് നോക്കി മേടിക്കും. നമ്മൾ നല്ലത് കൊടുത്താലല്ലേ നമുക്ക് നല്ലത് കിട്ടത്തുള്ളൂ. തീർച്ചയായിട്ടും അതിലെ പോളിസി. നമ്മൾ കീറിയതും കൊള്ളാത്തതും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കീറിയതും കൊള്ളാത്തതും കിട്ടത്തുള്ളൂ. കർത്താവ് അങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ നല്ലത് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെയും പ്രതിഫലം കിട്ടും, സ്വർഗരാജ്യത്ത് കിട്ടും. അങ്ങനെ അനേകരെ വാടകയ്ക്ക് സഹായിക്കുന്നവരുണ്ട്, കുഞ്ഞുങ്ങളെ സഹായിക്കുന്നവരുണ്ട്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ കുഷ്ഠരോഗിക കുഞ്ഞുങ്ങളെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടക്കുന്നുണ്ട്, അവരെ സഹായിക്കുന്നവരുണ്ട്. ദൈവത്തിന് പാസ്റ്റർമാരെ സഹായിക്കുന്നവരുണ്ട്. ഇപ്പോൾ സഹായിക്കുന്നവരല്ല കഴിഞ്ഞ 30 വർഷം മുമ്പ് സഹായിച്ചവര്. 30 വർഷം മുമ്പ് സഹായിച്ചവരല്ല ഇപ്പോ. പക്ഷേ സഹായത്തിന്റെ സോഴ്സ് ഒന്ന് തന്നെ അവിടെ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷമുണ്ട് ദൈവത്തിന്റെ വേലയിൽ ഒരു മിഷണറി ആയിട്ട് എന്നെ തെരഞ്ഞെടുത്തത്. അങ്ങനെയല്ല 2020 ലക്ഷ്മണാനന്ദ സരസ്വതി സ്വാമിജിയെ നക്സലേറ്റുകാരാ കൊന്നത് കേട്ടോ. തന്നെ നമ്മളറിയില്ല, നമ്മൾ ക്രൈസ്തവരാരും കൊല്ലത്തൊന്നുമില്ല. രാഷ്ട്രീയ നേതാവ് വന്നിട്ട് ഇത് ക്രിസ്ത്യാനികളാണ്, ക്രൈസ്തവരാ കൊന്നതെന്ന് പറഞ്ഞാണ് നമ്മുടെ എല്ലാ ആലയങ്ങളെയും തകർക്കുന്നത്. എന്ന് പറഞ്ഞാൽ വീട്ടിനകത്ത് ഗ്യാസ് കത്തിച്ചങ്ങ് പൊട്ടിക്കുക, തെറിപ്പിക്കുക, ഇതായിരുന്നു അവരുടെ പരിപാടി. ആയുധങ്ങളെല്ലാം വന്ന് ഇറങ്ങി. UP നിന്നാണ് ഈ ആയുധങ്ങളെല്ലാം വന്നത്. എല്ലാം വെട്ടി ഒത്തിരി പേര്, 100ഓളം ആൾക്കാർ വെട്ടിക്കൊന്നു, തീ കത്തിച്ചു, വീട് വിട്ട്. അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ മരിച്ചാണ്. പക്ഷെ ഇവർ താമസിക്കുന്നത് കാടും ഇവരുടെ വീടും തമ്മിൽ ഒത്തിരി അടുപ്പമാണ്. അതുകൊണ്ട് പ്രശ്നം വന്നപ്പോൾ, വലിയ മോബ് വന്നപ്പോൾ ഇവർ ഓടി എല്ലാവരും കാട്ടിനകത്ത് കയറി ഹൈഡ് ചെയ്തു. അങ്ങനെ ഹൈഡ് ചെയ്ത് നടന്ന് 3 ദിവസം കാട്ടിക്കൂടെ നടന്നാണ് ബരാമ്പൂരിൽ എത്തുന്നത്. കാട്ടിക്കൂടെ നടന്നാണ് ഭുവനേശ്വരം പോകുന്നത് ഇവരെല്ലാം. അപ്പൊ അവിടെ ആരുമില്ല, അവരുടെ വീടെല്ലാം കത്തിച്ച് ചർച്ചെല്ലാം അടിച്ച് നശിപ്പിച്ച് കളഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്നപ്പോ ഓരോരോ വീട്ടിനകത്ത് 250 പേരൊക്കെ പേടിച്ച് താമസിക്കുക. നമ്മള് വളരെ കഷ്ടത്തിലൂടെ ആ ടൈമിൽ ഞാനും പോകുന്നത്. അവർ വന്നിട്ട് പറഞ്ഞു കഞ്ഞോളം, തുറാണി എന്നാ കഞ്ഞോളത്തിന് പറഞ്ഞത്. സാർ തുറാണി ബാഹര പൊക്കത്തിനായി നമുക്ക് തീർത്തു ഇങ്ങനെ പറഞ്ഞത്. കഞ്ഞോളം കളയല്ലേ, ഞങ്ങൾക്ക് തരണം, ഒത്തിരി പേര് കാത്തിരിപ്പുണ്ട് വിശന്ന്. എനിക്കങ്ങ് വിഷമമായി. ഞാന് പെട്ടെന്ന് തന്നെ ലെറ്റർ എഴുതി അനേകം ദേവദാസന്മാർ. അപ്പോൾ ഓസ്ട്രേലിയയിൽ ഒരു ദേവദാസൻ എഴുതിയപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ആരെ അറിയാം പാസ്റ്റർ? ഞാൻ പറഞ്ഞു വത്സൻ അബ്രഹാം എന്നെ പേഴ്സണലായിട്ട് അറിയാം. ഓ, വത്സൻ അബ്രഹാം എന്റെ കൂടെ ഇപ്പൊ ഉണ്ട്, ഞാൻ ചോദിക്കട്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് വത്സൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതെ, ബംഗ്ലാവിൽ ഉണ്ടായിരുന്നു, പപ്പയുടെ ശിഷ്യനായിരുന്നൊക്കെ പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് തന്നെ അവരൊരു തുക പാസ്റ്റർ KK ദാസിന്റെ കയ്യിൽ അയച്ചു കൊടുത്തു. അപ്പൊ അദ്ദേഹം ആ പൈസ ആയിട്ട് ഇവിടെ വന്നു. ഞങ്ങള് ഇവർക്ക് വേണ്ട അരിയും വസ്ത്രവും ഡാലും വീട്ടുപകരണങ്ങളും പുതപ്പും എല്ലാം മേടിച്ചു വെച്ചിരിക്കുക. എന്നിട്ട് ഞങ്ങള് ഇത് എങ്ങനെ വിതരണം ചെയ്യുന്നത്? ഇവരെ വിളിച്ചാൽ ഇവിടുത്തെ ഗ്രാമക്കാരെല്ലാം, ഇവിടുത്തെ സ്ട്രീറ്റുകാരെല്ലാം നമ്മളെ ഒറ്റ ക്രൈസ്തവര് പോലും ഇല്ലെന്നേ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ. എങ്ങനെ ഇത് കൊടുക്കും? ഒരു ബാപ്റ്റിസ്റ്റിലെ അങ്കിൾ എന്നോട് ചോദിച്ചു. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കാർത്തികേയ പാണ്ഡ്യൻ, അന്ന് ഇപ്പോഴത്തെ പഴയ മുഖ്യമന്ത്രിയുടെ PA ആയിരുന്നു, അദ്ദേഹത്തോട് ചോദിക്കാം. അദ്ദേഹം കളക്ടറാ. ഞങ്ങൾ രണ്ടുപേരും ഇന്റർവ്യൂവിനുള്ള സമയം എടുത്ത് കളക്ടറോട്
ഇടയ്ക്ക് ചെന്ന് ഈ പിന്നെ അരിയൊക്കെ ഒന്ന് വിതരണം ചെയ്തോട്ടെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നോ 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 നോ, ഞങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, കാരണം ബരാമ്പൂർ കത്താൻ പോവുകയാണ്, ഞാനും SP ഉറങ്ങിയിട്ട് ഒരാഴ്ചയായി, ഇവിടെ എന്തെങ്കിലും സംഭവിക്കും, അതുകൊണ്ട് നിങ്ങൾ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. ഞങ്ങള് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തില്ല, വെട്ടി പരിക്ക് ഏൽപ്പിച്ചിട്ടിരിക്കുക, മരിച്ചു കിടക്കുക, ഡെഡ് ബോഡികളെല്ലാം വെട്ടേറ്റ് മരിച്ചു കിടക്കുക. അതിന് FIR പറയാൻ പോലും ആരുമില്ല. അതിനെ കൊണ്ടുവന്ന് ഫ്യൂണറൽ ചെയ്യാൻ ആരുമില്ല, എല്ലാവരും ഒളിച്ചോടി. നമ്മുടെ പാസ്റ്റർമാർ, മലയാളി പാസ്റ്റർമാരെല്ലാം കഥവടച്ച് പേടിച്ചിരിക്കുക. ചില പാസ്റ്റർമാര് ഇവിടെ വിട്ട് നാട്ടിലോട്ട് ഓടിക്കളഞ്ഞു. അപ്പൊ എന്നോട് അമ്മ ചോദിച്ചു, മോനെ നീ എന്തു കാണിക്കുന്നേ, നീ ഇവിടെ കിടക്കുക ഈ 3 കുഞ്ഞുങ്ങളെ കൊണ്ട്, നീ പെട്ടെന്ന് കയറി വാ, വേണ്ടേ, പിന്നെ ന്യൂസിനകത്തൊക്കെ അവിടെ എല്ലാം കത്തുകയാണ്, കൊല്ലുകയാണ്, എന്റെ കുഞ്ഞുങ്ങളെ നീ ബലി കൊടുക്കൂടാന്ന് ചോദിച്ചു. അമ്മ അറിയുക. ഞാൻ പറഞ്ഞു, അമ്മയെ നമ്മൾ വന്നതേ മിഷണറി പ്രവർത്തനത്തിൽ വന്നതാ, ഇപ്പൊ ഇവിടുന്ന് ഓടി അവർ പറയും പ്രശ്നമായപ്പോ ഞങ്ങളെ ഇട്ടേച്ച് രാജേഷ് പാസ്റ്ററും കുടുംബം ഓടിക്കളഞ്ഞെന്ന് പറയും. എന്ത് വന്നാലും നേരിടാൻ നിൽക്കുക, മരണമാണേലും ജീവനാണേലും. റോഡെല്ലാം കത്തുകയാണ്, ഈ ടയറുകളെല്ലാം നിരന്തരം കിലോമീറ്റർ കണക്കിന്. ഹോസ്പിറ്റലിൽ ചെന്ന ക്രിസ്ത്യാനികളെ ആരെയും നോക്കുന്നില്ല. അവർ പറയും, ഞങ്ങളുടെ ലക്ഷ്മണാനന്ദ സരസ്വതി കൊന്നിട്ട് വന്നതല്ലേ, നിങ്ങൾക്കൊന്നും ചികിത്സയില്ല. ഇതാണ് എല്ലാം അവഹേളിക്കുകയാണ്. ഞാനും ഈ കർത്താവിന്റെ ദാസനും ചെന്നിട്ട് അവിടെ ചെല്ലരുത്, എന്ന് കളയുന്നതൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നമ്മളെ അങ്ങോട്ട് വിടുന്നില്ല. ഞങ്ങൾ നേരെ കയറി ചെന്ന് എല്ലാവർക്കും സഹായം കൊടുത്തു. പൊള്ളലേറ്റ് കിടന്ന ആ കാഹളത്തിന്റെ ആ ഫ്രണ്ടില് ഒരു പടം വന്നിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ ഞങ്ങൾ പോയി കണ്ട് പ്ലാസ്റ്റിക് സർജറിക്ക് പൈസ കൊടുത്തു. ഈ അരി, അപ്പം കാർത്തിക പാണ്ഡ്യൻ കളക്ടർ ഞങ്ങളെ വിളിച്ചിട്ട് സീക്രട്ടായിട്ട് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായത് ചാരിറ്റി ചെയ്യുന്ന ഒരു നല്ലൊരു കളക്ടറാണെന്ന് മനസ്സിലായി. ഏതായാലും പ്രാർത്ഥിച്ച് ആ സ്ട്രീറ്റിൽ തന്നെ ഞങ്ങൾ ആരംഭിച്ചു. ഈ കാക്കക്കൂട്ടം വരുന്ന പോലെ ഇവർ വരുന്നത്, സാധനം മേടിക്കാനേ, വിശന്നിരിക്കുമല്ലേ പാവങ്ങൾ. എല്ലാവർക്കും അരി വിതരണം 3 സെക്ഷനായിട്ട് ഒരു ദിവസം ഞങ്ങൾ കൊടുക്കുക. കാരണം ഇത്രയും ആൾക്കാർ വന്നാ ഇവർ പറയത്തില്ലേ, നമ്മളെ കയറി അറ്റാക്ക് ചെയ്യും, ഇവര് എന്തിനും മടിക്കാത്തവരാ. അങ്ങനെ 3 സെക്ഷനായിട്ട് ഇവർക്ക് എല്ലാം സുഭിക്ഷമായ അരി 5 പ്രാവശ്യം ഞാൻ ചാരിറ്റി വർക്ക് നടത്തി. അന്ന് ആ സമയം അവർ പറഞ്ഞൊരു വാക്ക് കേൾക്കണം, ഞങ്ങളുടെ വീട്ടിൽ പോലും ഇത്രയും നല്ല ഭക്ഷണം ഞങ്ങൾ കഴിച്ചിട്ടില്ല, പാസ്റ്റർ ഞങ്ങൾക്ക് നല്ല അരി മേടിച്ചു തന്നെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മള് കൊള്ളാത്തത് കൊടുത്തു കഴിഞ്ഞാൽ കർത്താവിന്റെ വേലയ്ക്ക് അത് പ്രൈസലോട് പ്രശ്നമാകുന്നത്. നമ്മൾ നല്ലത് ചെയ്താൽ അവർ പറയും തീർച്ചയായിട്ടും ദൈവത്തിന്റെ പേര് നമ്മളിലൂടെ ഉയരുവാനിടയായിട്ട് അത് സന്തോഷം. അപ്പൊ ഞാൻ പറയും വി ക്യാൻ മേക്ക് ഗോഡ് സ്മൈൽ, ഇല്ലയോ? നമുക്ക് നമ്മുടെ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ കഴിയും, നമ്മുടെ ദൈവത്തെ നമുക്ക് ചിരിപ്പിക്കാൻ കഴിയും. നമ്മൾ കൊടുക്കുന്നത് കാണുമ്പോൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ദൈവത്തിന് സന്തോഷം ഉണ്ടാകണം. അങ്ങനെ ആ തകർത്ത സ്ഥലങ്ങളെല്ലാം ഇന്ന് കോൺക്രീറ്റ് കെട്ടിടങ്ങളായി മാറി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പൊ ദൈവം തകർത്തതിന് പിൻപിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, ഒരു മഹാനിയോഗമുണ്ട്. പ്രിയരെ, ഇനിയും അനേക ദൈവദാസന്മാരെ നമുക്ക് ആവശ്യമാണ്. കർത്താവിന്റെ വേല വലിയ വേലസ്ഥലമാണിത്. ഒറീസയിലേക്ക് ഇനിയും കടന്നു വരുവാൻ ഞങ്ങൾ കർത്താവിന്റെ ദാസന്മാരെ, ശക്തന്മാരെ, ദൈവദാസന്മാരെ ആഹ്വാനം ചെയ്യുന്നു. 2 കാര്യം നിങ്ങൾക്ക് ചെയ്യാം. ഒന്നേ നിങ്ങൾക്ക് നെറ്റും ഒരു ബോട്ട് മേടിച്ച് ഞങ്ങളെ സഹായിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വരുക, നിങ്ങൾ തന്നെ ഇവിടെ ദൈവത്തിന്റെ വലിയൊരു പ്രൈസൽ മിഷണറിയായി മാറുക. അല്ലെങ്കിൽ നിങ്ങൾ പുറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുക. എന്നെ മാത്രമല്ല, അനേക അറിയാൻ വയ്യാത്ത സ്ഥലങ്ങളിൽ കിടക്കുന്ന പാസ്റ്റർമാരുണ്ട്, അവരെയൊക്കെ സഹായിക്കണം. പ്രൈസ് പെയിന്റ് അടിച്ചും വലിയ വലിയ വാഹനങ്ങൾ മേടിച്ചും മാറ്റിയും എടുത്തും പ്രൈസലോട് ഹല്ലേലൂയ ലാവിഷാക്കി നശിപ്പിക്കാതെ, തലമുറയ്ക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ ഡിപ്പോസിറ്റ് ചെയ്ത് നശിപ്പിക്കാതെ മിഷണറിമാരെ സഹായിക്കാൻ നിങ്ങൾ ഒരുങ്ങണം. അവിടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട്, അല്ലെ നമ്മുടെ പാസ്റ്റർ പ്രസംഗിച്ചതുപോലെ വീഗാലാൻഡിലും പ്രൈസലോട് ഹാപ്പി ലാൻഡിലും അല്ല പോകേണ്ടത്, നാഗാലാൻഡിലും ഒറീസ ലാൻഡിലുമാണ് നിങ്ങൾ വരേണ്ടത്. ഹല്ലേലൂയ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് വന്നാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടത്തില്ല. നിങ്ങൾ അവരെ കൊണ്ട് നാഗാലാൻഡിലും വീഗാലാൻഡിലും ഹാപ്പി ലാൻഡിലും പോയാൽ അവർ അമ്യൂസ്മെന്റ്സിന്റെ ആൾക്കാരായി മാറും. ഒരു മിഷണറി കഷ്ടപ്പെടുന്നത് UK നിന്ന് പോൾ, അദ്ദേഹത്തിന്റെ പേര് ബേബി പുളിക്കൽ എന്ന് പറഞ്ഞ ഒരു കർത്താവദാസനാണ്. അദ്ദേഹത്തിന്റെ മക്കളുമായിട്ട് ഞങ്ങളുടെ വന്നു, ഭാര്യയായിട്ട്. അദ്ദേഹം വന്നിട്ട് എന്നോട് പറഞ്ഞതെന്നറിയോ, എന്റെ മക്കൾ അറിയണം ഒരു മിഷണറി എങ്ങനെയാ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്. AC ഇല്ലാത്ത റൂമിൽ ആ കുഞ്ഞുങ്ങളെ കൊണ്ട് 2 ആഴ്ച അവർ ഞങ്ങളുടെ കൂടെ സുശേഷ വേല ചെയ്തു. അനേക സ്ഥലങ്ങളിൽ കടന്നു വന്നു. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ, എന്റെ കുഞ്ഞുങ്ങളെ മിഷൻ വേല പഠിപ്പിക്കാനാണ് ഞാൻ കൊണ്ടുവന്നത്. എനിക്ക് അല്ലെങ്കിൽ അവരെ വേറെ എന്താ പറഞ്ഞത് വയനാടിലും അതുപോലെ തന്നെ കൊടൈക്കനാലിലും ഒക്കെ കൊണ്ടുപോകാം. പക്ഷേ അവിടെ ചെന്നാൽ ഈ സുഖം അവർ മനസ്സിലാകത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ദർശനങ്ങൾ ലഭിച്ച ദൈവദാസന്മാരെ നമുക്ക് വേണ്ടത്. കർത്താവിന്റെ മക്കളെ, ഹല്ലേലൂയ, ദൈവദാസന്മാരെ കൈത്താങ്ങുന്നവര് ഇനി ഉണ്ടാകട്ടെ, ഉണ്ട്. ഹല്ലേലൂയ. നോർത്ത് ഇന്ത്യയിലെ 75% കർത്താവിന്റെ വേല നടക്കുന്നത് മലയാളികളായ ദൈവദാസന്മാർ, വിദേശത്തുള്ള ദൈവദാസന്മാർ, അവരുടെ മക്കൾ, അവരുടെ തലമുറകൾ കൊടുക്കുന്ന പ്രേക്ഷകരുടെ നന്മ കൊണ്ടാണ് പല മിഷൻ സ്റ്റേഷനുകൾ ശക്തമായി മുൻപോട്ട് പോകുന്നത്. അനേകരെ ആത്മാക്കളെ നേടുന്നത്
അത് ആമേ പ്രതിഫല വിഭജന സമയത്ത് ഞങ്ങളുടെ കൂടെ നിങ്ങളും കാണും. ദൈവത്തിന് സ്തോത്രം. ആ ഒരു സുദിനത്തിൽ ആമേ നമുക്ക് സന്തോഷിക്കുവാനായിട്ട് ഒത്തിരി ഒത്തിരി ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഫാസ്റ്റർ, അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്ത് ഫാസ്റ്റർ ഇടയ്ക്ക് പറഞ്ഞു നാഷണൽ പെർമിറ്റ് വണ്ടി ഇടിച്ചാൽ പോലും ദൈവ പദ്ധതി ഉണ്ടെങ്കിൽ തകർക്കാൻ പറ്റത്തില്ലെന്ന്. ഞാൻ ചിരിച്ചു. കാരണം 2012 ഫാസ്റ്റർ എന്നെ പൂവാർ ഫാസ്റ്റ് പാസഞ്ചർ ബസ് ഇടിച്ചതാ, KSRTC. എനിക്ക് ഒരു രൂപ കോയിൻ്റെ വലുപ്പത്തിൽ എൻ്റെ ബൈക്കിൽ, അതായത് നടുവിന് ഒരു കരിനീലിച്ച കളറല്ലാതെ എൻ്റെ അസ്ഥികൾ ഒടിയാതെ ആളുകളെല്ലാം ഓർത്തു ഞാൻ ഇടി കൊണ്ട് തെറിച്ചു പോയി ഫാസ്റ്ററെ. പാറശാല വെച്ചിൽ പൂവാർ ഫാസ്റ്റ് പാസഞ്ചർ ബസ് ഒരു വളവ് വീശി എടുത്തപ്പോൾ പുള്ളി റോഡിൽ നിന്ന് വെളിയിൽ പോയിരുന്നു. റോഡിൻ്റെ സൈഡിൽ കൂടെ നടന്ന് എന്നെ ഇടിച്ചു തെറിപ്പിച്ചതാണ്. എൻ്റെ ജീവിതത്തിലെ ഫാസ്റ്ററെ പലപ്പോഴും പിശാച് ഒത്തിരി പദ്ധതികൾ നടക്കുമ്പോൾ, അല്ലെങ്കിൽ വെല്ലുവിളികൾ വരുമ്പോൾ, അപമാനങ്ങൾ വരുമ്പോൾ ഞാൻ എന്നെ തന്നെ പറഞ്ഞു ഉറപ്പിക്കുന്നതാ, എടാ പൂവാറ് ഫാസ്റ്റ് ഇടിച്ചിട്ട് നീ ചത്തില്ല, നീ ഇന്നും. അങ്ങനെ ഉണ്ടായ പാസ്റ്റർ നടു തകർന്നു പോകേണ്ടതല്ലേ? നമ്മളെ കുറിച്ചൊക്കെ ദൈവപദ്ധതി ഉണ്ടെങ്കിൽ ഒരു ആയുധവും ഫലിക്കത്തില്ല. ആയുധം ഉണ്ടാക്കും പക്ഷെ ഫലിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്തു. പാസ്റ്റർ ജീവിതാനുഭവങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു ആ ഒരു ICPF-ന്റെ മീറ്റിങ്ങിന് പോയ കഥ. നമ്മൾ ഓടുന്നതിനൊരു പരിധിയുണ്ട് അല്ലേ? ആ ഓട്ടം തീരുമ്പോൾ നമുക്ക് വന്ന് കയറിയേ പറ്റത്തുള്ളൂ. എല്ലാത്തിനും ഒരു സമയം വെച്ചിട്ടുണ്ടെന്ന് പാസ്റ്റർ പറഞ്ഞു. ഈ കട്ടയുടെ മുകളിൽ, ഈ വചനത്തിന്റെ മുകളിൽ കട്ട വീണ് കിടക്കുക. അതെ, അത് ദൈവത്തിന്റെ മഴ, പ്രാർത്ഥനയുടെ മഴ വീഴുമ്പോ കട്ട പൊടിയും. അതെ, വിത്ത് കിളിർക്കും. ഈ സത്യത്തിൽ പാസ്റ്റർ എനിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത് എന്താണെന്നറിയോ? ഈ പണ്ടത്തെ കാലത്ത് പിന്നെ എറിഞ്ഞ് ചൂണ്ടയിടുന്ന പരിപാടിയുണ്ട്. അതായത് വലിയ ചരടില് എറിയുണ്ട നമ്മൾ ഈ കയത്തിലൊക്കെ കൊണ്ടിടും. കാരണം സൈഡിൽ ഒരു കമ്പ പിടിച്ചോണ്ടിരിക്കുക, വലിയ വാളമീനെയൊക്കെ പിടിക്കാൻ വേണ്ടി ഏറ് ചൂണ്ടയിടും കയത്തിലൊക്കെ. അപ്പം ഈ എറിയുമ്പം മീൻ വന്ന് കൊത്തിയിട്ട് ഇത് വലിച്ചോണ്ട് പോകും. അപ്പൊ ഈ കയർ ഇങ്ങനെ വിട്ടുകൊടുക്കും. ഇത് വലിച്ച് 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 കുറെ കിടന്ന് കറങ്ങി അവസാനം അങ്ങ് തളരുമ്പോ തിരിച്ചു വലിക്കാൻ തുടങ്ങും. തമ്പുരാനും ഇങ്ങനെ, തമ്പുരാൻ ചിലപ്പോ ഇങ്ങനെ കയറങ്ങ് അടിച്ചു വിട്ടോണ്ടിരിക്കും. ഈ പുള്ളിയുടെ ചിന്ത ഞാൻ വലിയ മിടുക്കനാ, ഞാനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. പക്ഷെ ഈ കയറിനൊരു പരിധിയുണ്ട്. തിരിച്ചു വലിച്ച് കരക്കടുപ്പിക്കുന്ന ഒരു സമയമുണ്ട്. പക്ഷേ എല്ലാ ദിവസവും രാവിലെ ഞങ്ങളുടെ ചർച്ചിന്റെ മോർണിംഗ് പ്രയറിന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തരുന്നൊരു വചനം അന്നത്തെ ജീവിത സാഹചര്യത്തെ മുഴുവൻ സ്വാധീനിക്കാറുണ്ട്. ഇന്ന് രാവിലെ ഞങ്ങളുടെ ചർച്ചിൻ്റെ മോർണിംഗ് ഡ്യൂവിന് പ്രസംഗിച്ച വചനം പാസ്റ്റർ പറഞ്ഞ കാര്യമായിട്ട് വലിയ ബന്ധമുണ്ട്. അതുകൊണ്ട് 2 വാക്ക് ആ വചനം ഒന്ന് വായിക്കുമോ? യെശയ്യാവ് 55-ന്റെ 6, 7, 8 വാക്യങ്ങളാണ് ഞാൻ രാവിലത്തെ ഞങ്ങളുടെ ചർച്ചിൻ്റെ മോർണിംഗ് പ്രയറിന് സംസാരിച്ചത്. ആ വചനങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്: യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. അപ്പോൾ എല്ലാത്തിനും ഒരു സമയമുണ്ട്. നാളെ എന്ന് വെക്കരുത്, ഇന്നാണ് സുപ്രസാദ കാലം. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയിൽ നിന്നും ദൈവകൃപയിൽ നിന്നും ഓടി 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 പോകുകയായിരിക്കാം. നാളെ എന്ന് പറയുന്ന സ്വഭാവം ഉണ്ടായിരിക്കാം, പിന്നീടാകട്ടെ എന്നായിരിക്കാം. പക്ഷേ ദൈവത്തെ കണ്ടെത്താകുന്ന ഒരു സമയമുണ്ട് കേട്ടോ. ലേറ്റ് ആയാൽ ഒരു പക്ഷേ അവസരം ലഭിക്കുകയില്ല. അതുകൊണ്ട് ഇന്ന് ആകട്ടെ നിങ്ങളുടെ ഒരു ജീവിതത്തിലെയും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ദിവസമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ദേവദാസിൻ്റെ അനുഭവങ്ങൾ കേട്ടു. സാജു മാത്യു സാറൊക്കെ അന്ന്, സാജു ജോൺ കുറിയന്നൂരൊക്കെ അന്ന് ഞങ്ങളുടെയൊക്കെ ICPF നാളുകളിൽ പറയുന്ന കാര്യങ്ങൾ, അതായത് ജീസസ് മിഷൻ്റെയൊക്കെ ആരംഭ കാലങ്ങളിൽ യേശുവിനെക്കുറിച്ച് അറിയാത്തവർ കാണും അങ്ങോട്ട് പോകുവാനുള്ള ആഗ്രഹങ്ങൾ. പാസ്റ്റർ പറഞ്ഞു മുട്ടുകുത്തിയിട്ട് എടുത്ത തീരുമാനങ്ങൾ. നിങ്ങൾ ഇരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾക്കും മുട്ടുകുത്താം, നിങ്ങൾക്കും പറയാം കർത്താവേ എന്നെ അയക്കണമേ, ഞാൻ പോകാൻ തയ്യാറാണ്, കർത്താവിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി എന്നെ അയക്കണമെന്ന് ചിലർ പ്രാർത്ഥിച്ചാട്ട് ഇതാണ് അതിനുള്ള റൈറ്റ് ടൈം. അടുത്ത വാക്യം 7-ാം വാക്യത്തിൽ പറയുന്നത്: ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെ ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ, അവൻ അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. ഈ അടുത്ത വാക്യം അനുതാപത്തോടുകൂടെ അടുത്ത് വരുവാനുള്ള പ്രവാചകൻ്റെ വിളിയാണ്. ചിലർക്ക് ഇന്ന് അനുതാപത്തോടുകൂടെ അടുത്ത് വരാം. ദുഷ്ടൻ തൻ്റെ വഴികളെ ഉപേക്ഷിക്കട്ടെ, നീതികെട്ടവൻ നീതിയുടെ മാർഗം ഉപേക്ഷിച്ച് ജീവിക്കുന്നവൻ തൻ്റെ വിചാരങ്ങളെ ഉപേക്ഷിക്കട്ടെ, യഹോവയെങ്കിലേക്ക് തിരിയട്ടെ. ഇത് ഒരു മടങ്ങി വരവിനുള്ള വിളിയാണ്. എന്നിട്ട് പറയുന്നു തൻ്റെ വിചാരങ്ങളെ ഉപേക്ഷിക്കട്ടെ. ഇനിയുമാണ് 8-ാം വാക്യം പ്രസക്തമാകുന്നത്. 8-ാം വാക്യം പറയുന്നു എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളല്ല. പലപ്പോഴും നമ്മൾ പറയുന്ന വാക്യമാണ് 8-ാമത്തെ വാക്യം. പക്ഷേ 7-ൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് നോക്കാതെ നമ്മൾ 8 വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ 6, 7, 8 കൂടെ ഒന്നിച്ച് വ്യാഖ്യാനിച്ചാൽ ദൈവത്തെ കണ്ടെത്താകുന്നൊരു സമയമുണ്ട്. ഇപ്പോഴാണ് ജീവിതത്തിലെ ആ നല്ല സമയം.
അതുകൊണ്ട് നിൻ്റെ വിചാരങ്ങൾ ഉപേക്ഷിക്കുക. എൻ്റെ വിചാരങ്ങൾ നിന്നെക്കുറിച്ചുള്ളത് വളരെ വലുതാണ്. 3 വാക്യം കൊണ്ട് ഒന്നിച്ച് ഇങ്ങനെയാണ് നാം വായിക്കേണ്ടത്. ചിലരോടായി പരിശുദ്ധാത്മാവ് പറയുക, നിങ്ങളുടെ വിചാരങ്ങളെ ഉപേക്ഷിക്കുക, ഏറ്റുപറച്ചിലുകൾ ജീവിതത്തിൽ നടത്തുക. ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ദൈവം വൻ കാര്യങ്ങളെ നിങ്ങളിലൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. പാസ്റ്റർക്ക് തന്നെ പ്രാർത്ഥിച്ച് നമ്മുടെ പ്രേക്ഷകരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിനായി, രോഗസൗഖ്യത്തിനായി, ഒരു ആത്മീക ബലത്തിനായി ചിലർ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെടുവാൻ വേണ്ടി നിയോഗിച്ചുകൊണ്ട് പാസ്റ്റർക്ക് തന്നെ പ്രാർത്ഥനയിൽ സഹായിക്കാം. സ്തോത്രം. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി കർത്താവെ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഈ ഉച്ചയോട് അടുക്കുന്ന സമയത്ത് അഭിഷക്തനുമായിട്ട് കർത്താവെ അല്പസമയം ഞങ്ങളുടെ അനുഭവങ്ങളെ പങ്കുവെക്കുവാൻ കർത്താവെ ആസാദ് പ്രയർ ചാനലിലൂടെ കർത്താവ് ഞങ്ങൾ ഇടയാക്കിയ കൃപയ്ക്കായി സ്തോത്രം. അനേക ആയിരങ്ങളുടെ സാക്ഷ്യം ഈ പ്രൈസ്തലോട് ചാനലിലൂടെ അനേകർ ശ്രമിക്കുകയും ബ്ലസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ ഫിനി പാസ്റ്ററായി കർത്താവിനെ സ്തുതിക്കുന്നു. അങ്ങയുടെ ദാസനിലൂടെ അത്ഭുതകരമേറിയ ശുശ്രൂഷ ചെയ്യുന്നതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കട്ടെ. ബോംബെയിലെ എല്ലാ മിനിസ്ട്രികളെയും കർത്താവ് അനുഗ്രഹിക്കണം. അദ്ദേഹത്തിന്റെ കുടുംബത്തെ, മക്കളെ, ഭാര്യയെ എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. അതുപോലെ ഞങ്ങളുടെ ഈ അനുഭവ സാക്ഷ്യം കേട്ടുകൊണ്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന അനേകര്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളി കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഈ വാക്യവും വചനവും അവരുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതലായി ഭവിക്കട്ടെ. വചനം അയച്ച് സൗഖ്യമാക്കണമേ. ഇത് കേൾക്കുന്ന ആരെങ്കിലും നിരാശപ്പെട്ട് രോഗികളായി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടണമെന്ന് വിചാരിച്ച് മയക്കമരുന്നിന് അടിമകളായി ഇതിൽ നിന്ന് രക്ഷയില്ല എന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിന് മുമ്പിൽ യേശു ക്രിസ്തു മാത്രമേ ഉത്തരം എന്ന് പറയുവാൻ തക്കവണ്ണം കർത്താവെ നീ അവിടുന്ന് ഇടയാക്കുമാറാകണമേ. അങ്ങ് ഇറങ്ങി പ്രൈസ്തലോട് വിടുവിക്കുന്ന ദൈവമാണല്ലോ. ശത്രുക്കനെ, മേശക്കനെ, അഭേന്ദ്രഗോവിനെയും തീച്ചൂളയിൽ നിന്ന് ഇറങ്ങി വന്ന് നാലാമനായി നിന്ന കർത്താവ് ഞങ്ങളുടെ അപകട സന്ധികളിൽ ഇറങ്ങി വരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും വലിയ സമാധാനം, അനുഗ്രഹം ഉണ്ടാകട്ടെ. ഒറീസയിലെ വേല അനുഗ്രഹിക്കണമേ. ഒറീസയിൽ അനേക അഭിഷക്തന്മാരുണ്ട്, കർത്താവിന്റെ ദാസന്മാരുണ്ട്. ഇന്നു വരെ പ്രസിദ്ധിയില്ലാതെ കിടക്കുന്ന അനേക ദൈവദാസന്മാരുണ്ട്. അവരെല്ലാം കർത്താവ് സഹായിക്കണമേ. അങ്ങയുടെ ഏലിയാവില് കാക്ക അയച്ചതുപോലെ അങ്ങയുടെ ദാസന്മാർക്ക് നന്മകൾ കടന്നു വരുവാൻ, മിഷൻ സഭകളില് അനുഗ്രഹങ്ങൾ കടന്നു വരുവാൻ അവിടെ ഇടയാക്കണമേ. ആരൊക്കെ തടസ്സമായി നിന്നാലും, ഗവൺമെന്റ് തടസ്സമായാലും അതിനെയൊക്കെ ദൂരീകരിക്കുന്ന ഒരു സ്വർഗത്തിലെ ശക്തി ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അനേകർക്ക് അഭിഷേകം ലഭിപ്പാൻ, ദൈവത്തെക്കുറിച്ചുള്ള ഹൃദയത്തിലെ ചിന്തകളൊക്കെ മാറുവാൻ അവിടെ ഇടയാക്കുമാറാകണമേ. അവിടെ ഹൃദയം തുറക്കുവാൻ ഇടയാക്കുമാറാകണമേ. ഹൃദയത്തിലെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിക്കുന്നവരായി മാറണമേ. ഏലിയുടെ ശിഷ്യൻ എലീശയുടെ ശിഷ്യൻ കണ്ടതുപോലെ ഹല്ലേലൂയ അവരെക്കാൾ വലിയവർ നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ളത് കാണുവാനുള്ള ആ കണ്ണ്, ഹല്ലേലൂയ. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നത് ചോദിച്ചപ്പോൾ അതേ അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പത്രോസ് പറഞ്ഞതുപോലെ കർത്താവേ അങ്ങയെക്കുറിച്ച് ഹല്ലേലൂയ ദൈവിക ജ്ഞാനത്തോട് സംസാരിപ്പാൻ അവിടുന്ന് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനവും ഈ അനുഭവ സാക്ഷ്യങ്ങളും ഈ എക്സ്പീരിയൻസും ഈ മിഷൻ ഹല്ലേലൂയ ഫീൽഡിലെ ഞങ്ങൾ അനുഭവിച്ച ഓരോ വ്യഥകളും എല്ലാവരുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി മാറട്ടെ, വലിയൊരു എൻകറേജായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചാനലിലെയും ഈ പ്രവർത്തനങ്ങളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കണ്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ, സഹവാസക്കാവൽ നാം എല്ലാവരുടെ മേൽ, പ്രത്യേകമായി പ്രിയ രാജേഷ് പാസ്റ്റർ മേൽ, തന്റെ ശുശ്രൂഷകളുടെ മേൽ, കുടുംബത്തിന് മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും മടങ്ങട്ടെ. ആമേൻ. ആമേൻ. താങ്ക് യു പാസ്റ്ററെ, ഒത്തിരി നന്ദി. ദൈവം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. എന്നെയും അതെ ആസാദ് പ്രയർ ചാനലിലേക്ക് വിളിക്കുകയും അനുഭവ സാക്ഷ്യം നമുക്ക് തമ്മിൽ ഒരു അഭിമുഖത്തിലൂടെ സംസാരിക്കാനുള്ള അവസരം തന്ന കർത്താവിന്റെ ദാസനും ഈ ചാനലിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ അഭിനന്ദനവും സ്നേഹവും വന്ദനവും അറിയിക്കും. താങ്ക് യു പാസ്റ്റർ. ദൈവം എല്ലാവരും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫോർ വാച്ചിങ്.